ഹായ് ഹലോ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേഗം നമ്മുടെ ലിങ്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ +1 എക്സാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ ഒരു സമ്മറി ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം ആദ്യം ഇന്ന് നമ്മൾ ഒരു 1 to 9 ചാപ്റ്റേഴ്സിൻ്റെ സമ്മറീസ് ഡിസ്കസ് ചെയ്യും. ബട്ട് പ്ലീസ് ഡോണ്ട് തിങ്ക് ദാറ്റ് വിൽ ബി ഗോയിങ് ഫോർ എ വെരി ഡീറ്റെയിൽഡ് വൺ. നിങ്ങൾക്ക് ആവശ്യപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് മാത്രമായിരിക്കും നമ്മൾ തരാം. സ്വാഭാവികമായിട്ട് നമുക്ക് എത്രയോ പ്രാവശ്യം കേട്ട് നമ്മൾ മടുത്തിട്ടുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ മേജർ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇന്ന് മുന്നോട്ട് പോവുക. സോ 1st to 9th ചാപ്റ്റർ, അപ്പോൾ അതായിരിക്കും നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദിസ് വീഡിയോ വിൽ ബി ഫോളോഡ് ബൈ അതർ വീഡിയോസ് ടു. ആ ഒരു നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ യു ക്യാൻ ജസ്റ്റ് സീ ദ നെക്സ്റ്റ് ചാപ്റ്റർ സമ്മറി ടു. അപ്പോൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് അടുത്ത വീഡിയോസിലേക്ക് വരും. സബ്സീക്വൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ഫോളോ ചെയ്യാൻ നോക്കുക. ഓക്കെ, ആൻഡ് അതിനുശേഷം യു ഹാവ് സം മോർ ഡേയ്സ് പെൻഡിങ് ഫോർ യുവർ എക്സാമിനേഷൻ. സോ അതിനുശേഷം വരുന്ന വീഡിയോസിൽ വിൽ ബി ജസ്റ്റ് ഡിസ്കസിങ് ദ മേജർ ഗ്രാമർ പോർഷൻസ്. ഗ്രാമറിന് മെയിനായിട്ട് വരുന്ന സാധനങ്ങൾ. അലോങ് വിത്ത് ദാറ്റ് വിൽ ബി ജസ്റ്റ് ഡിസ്കസിങ് ദ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആസ് വെൽ. അപ്പം ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുക. സോ പ്ലീസ് ഡു ഷെയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്നത് സമയം കളയാനല്ല. വിൽ ജസ്റ്റ് ഹാവ് ടു ഗെറ്റ് അതർ പീപ്പിൾ ഓൾസോ. നിങ്ങളുടെ കൂടുതലുള്ള ആൾക്കാർക്കൊക്കെ വേഗം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് വേഗം അങ്ങോട്ട് എത്തിച്ചോളൂ കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് അപ്പം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? ആൻഡ് ലെറ്റ് മീ നോ യുവർ തിങ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വയറീസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ലെറ്റ് മീ ജസ്റ്റ് നോ ദാറ്റ് ത്രൂ യുവർ കോമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ അറിയിച്ചോളൂ, വേഗം ഓടി വരാൻ പറഞ്ഞോളൂ. അപ്പം എക്സാമിൻ്റെ തലേദിവസത്തേക്കൊന്നും മാറ്റി വെക്കണ്ട. നമ്മുടെ റിവിഷൻസ് ഒക്കെ പോകുന്നതിനനുസരിച്ച് യു ജസ്റ്റ് ഫോളോ ഇറ്റ് അപ്പ്. അതിനുശേഷം ദ വീഡിയോസ് വിൽ ബി ദർ ഇൻ ദ യൂട്യൂബ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വീഡിയോസ് യൂസ് ചെയ്യാം. ഓക്കെ, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേഗം ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നമ്മുടെ ഇംഗ്ലീഷിൻ്റെ പബ്ലിക് എക്സാം റിലേറ്റഡ് റിവിഷൻ ആണ് നടക്കുന്നത്. ഇറ്റ്സ് എ ചാപ്റ്റർ സമ്മറി ഹിയർ. ആൻഡ് അപ്പോൾ നമുക്ക് ഏതായാലും അധികം വൈകാണ്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സോ ലെറ്റ് മീ ജസ്റ്റ് get some highs from you. 2-3 highs ഒക്കെ പറയുകയാണെങ്കിൽ we'll just start with it. Okay, all right. അപ്പം ഏതായാലും ബാക്കിയുള്ളവരും കൂടെ കൂട്ടി വരും. നമ്മൾ ജസ്റ്റ് ഒന്ന് ബിഗിൻ ചെയ്ത് വെക്കാം. എന്നിട്ട് ഓക്കെ, ഹലോ അമ്മു, ഗുഡ് ഈവനിങ്. എന്തൊക്കെയാണ് വിശേഷം? ഹൗ ഗോസ് യുവർ എക്സാംസ്? അല്ലെങ്കിൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? ഉഷാറാണോ? സെറ്റായിട്ടാണോ ഫുൾ ഇരിക്കുന്നത്? ടെൻഷൻ ഫ്രീ ഒക്കെ ആയിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് റിലാക്സ്ഡ് ആയിട്ടാണോ ഇരിക്കുന്നത്? അതോ ഭയങ്കര ടെൻഷൻ അടിച്ച് എക്സാമാ വരുന്നതെന്നൊക്കെ വിചാരിച്ചാണോ ഇരിക്കുന്നത്? ഐ തിങ്ക് ഇറ്റ് വോണ്ട് ബി ദർ ബിക്കോസ് നിങ്ങൾ 10th എക്സാം ഒക്കെ എഴുതിയതാണ്. അതുകൊണ്ട് തന്നെ ഓക്കെ. ഹായ് ഫാസിൽ. ജർമ്മൻ ഈസി ആയിരുന്നു. അപ്പം തന്നെ അവിടെ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു അല്ലേ? അപ്പം ഹലോ ഹായ് ഹനീഫ. ഓക്കെ, റിലാക്സ്ഡ് ആണ്. അപ്പം ജസ്റ്റ് സ്റ്റേ ലൈക്ക് വൈസ്. ഓക്കെ, അപ്പോൾ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല. നിങ്ങളുടെ ഏതായാലും ഒരു എക്സാം ഒക്കെ ഈസി ആയ സ്ഥിതിക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ കോൺഫിഡൻസ് ഒക്കെ കുറച്ച് കയറിയിട്ടുണ്ടാവും. സോ ലെറ്റ് ഇറ്റ് ബി ലൈക്ക് വൈസ്. അപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ കൂട്ടിയിട്ട് വേഗം പോരട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി വർത്തമാനങ്ങൾ നമുക്ക് വഴിയെ പറയാം. ലെറ്റ് അതേഴ്സ് ഓൾസോ ജോയിൻ. അപ്പോൾ വേഗം ഷെയർ ഒക്കെ ചെയ്ത് കൊടുത്തോളൂ. എന്നാൽ ബാക്കിയുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് എത്താമല്ലോ. ഓൾറൈറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ 1 തൊട്ട് 9 വരെയുള്ള ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ നല്ല രസമുള്ള ഒരു ചാപ്റ്ററാണ് അല്ലേ? കൂടുതൽ നമുക്ക് പെട്ടെന്ന് കൺവേഡ് ആവാം. നമുക്ക് സാധാരണഗതിയിൽ മനുഷ്യന്മാരെ പറ്റി പഠിക്കുന്നതിനേക്കാളൊക്കെ ഇഷ്ടം, എസ്പെഷ്യലി ഫോർ മീ, മനുഷ്യന്മാരെയൊക്കെ പറ്റി പഠിക്കുന്നതിനെ കൂടെ താല്പര്യം നമുക്ക് കുറച്ച് ആനിമൽസോ ബേർഡ്സോ ഒക്കെ ക്യാരക്ടേഴ്സ് ആവുന്നതാണ്. ശരിയാണോ? സോറി ഫോർ ദ ട്രബിൾ. അത്ര സുഖമൊന്നും ഇല്ല, ബട്ട് സ്റ്റിൽ ജസ്റ്റ് ടു ബി വിത്ത് യു ഐ എം ഹിയർ. ചെറിയ കഫും പരിപാടികളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. വിൽ ജസ്റ്റ് അഡ്ജസ്റ്റ്. ഹലോ ജമാൽ. യെസ്, ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അധികം വൈകണ്ട അല്ലേ? ഓക്കെ ഫൈൻ. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന മറ്റേ ആനിമൽസ് ബേർഡ്സിൻ്റെ ഒക്കെ കഥ പഠിക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ചാപ്റ്റർ എങ്ങനെയാണെങ്കിലും നല്ല ഓർമ്മയുണ്ടാവും. ഫസ്റ്റ് ഫ്ലൈറ്റ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്ന് വേഗം ഒന്ന് നോക്കി പോവാം. കൂടുതൽ സമയം നമുക്ക് അതിന് വേണ്ടിയിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. വിൽ ജസ്റ്റ് ഗോ ഫോർ ദിസ് വൺ. ഹോപ്പ് ദിസ് വൺ ഇസ് വിസിബിൾ ഫോർ യു. ഓക്കെ, നോക്കിയേ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലീസ് ഡോണ്ട് ഫീൽ ലൈക്ക് യു ആർ ഹാവിങ് ദി എൻറ്റയർ ചാപ്റ്ററിൻ്റെ ഓരോരോ ലൈന് നമ്മൾ എടുത്തു പോകുന്നില്ല. ഹിന്ദി ഈസി ആയിരുന്നു. അപ്പോൾ ഹിന്ദിയും ഈസി ആയിരുന്നു. സോ അപ്പം ഇതുവരെ ഉള്ളതൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് ഈസി ആയിട്ട് പോകുന്നുണ്ടല്ലേ? അപ്പം ലെറ്റ് ഇറ്റ് ബി ലൈക്ക് വൈസ്. നിങ്ങളുടെ ഇംഗ്ലീഷും ബാക്കി വരുന്ന സബ്ജക്ട്സും ഒക്കെ ഈസി ആയിട്ട് പോട്ടെ കേട്ടോ. ഓക്കെ, ശരി. അപ്പം എന്തായാലും നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം.
ഇവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ നോട്ട്സ് ആയിട്ട് പോലെയാണ് നമ്മൾ ഇതിൽ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാംസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം വലിയ 4-5 പേജ് പോകുന്ന ചാപ്റ്ററാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ അത്രയും നമ്മൾ ഫുള്ള് വായിച്ച് പോകുന്നതിനേക്കാളും പകരം ചെറിയ ചെറിയ നോട്ട്സ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും നോക്കി വെക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് വായിച്ച് പോവാം. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, നിങ്ങൾ ചെയ്ത കാര്യങ്ങളുമായിട്ട് ഒന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കി പോവാം. അതേ നമുക്കിവിടെ ചെയ്യാനുള്ളൂ. ഓക്കെ. ആൻഡ് ലാസ്റ്റ് ഉള്ള നമ്മുടെ ഇതിലേക്ക് വരുമ്പോഴേക്കും വീഡിയോസിലേക്ക് വരുമ്പോഴേക്കും വിൽ ബി ജസ്റ്റ് ഡിസ്കസിങ് ദ ക്വസ്റ്റ്യൻസ് ആസ് വെൽ. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ. ഇനി അപ്പോൾ ഇവിടെ നോക്കിക്കേ. The imaginary story conveys a message that one learns by taking courage and not by sitting idle. അപ്പോൾ ആദ്യം നിങ്ങൾ ഏത് കാര്യം പഠിക്കുമ്പോഴും ആലോചിച്ച് ഏത് ചാപ്റ്റർ ആയിക്കോട്ടെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് വാട്ട് ഇസ് ദ തീം ഓഫ് ദ സ്റ്റോറി. എന്ത് ചോക്കുവാണെങ്കിൽ എന്താ അതിൻ്റെ മെയിൻ തീം. അപ്പം നമ്മുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നതിൻ്റെ ഫസ്റ്റ് തീം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദി വൺ ലേൺസ് ബൈ ടേക്കിംഗ് കറേജ് ആൻഡ് നോട്ട് സിറ്റിംഗ് ഐഡിൽ. ഒരാൾ വെറുതെ ഇരിക്കുന്നത് കൊണ്ട് ഒന്നും പഠിക്കുന്നില്ല, പകരം അയാൾക്ക് സ്വന്തമായിട്ടൊരു കറേജ് വേണം, ഒരു ധൈര്യം വേണം എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് ചെയ്യണമെങ്കിൽ. ഓക്കെ. ആൻഡ് ഇവിടെ എന്താ പറയുന്ന യങ് സീഗൾ ഇസ് ഫെഡ് ലവിംഗ്ലി ബൈ ഹിസ് പാരൻസ് ബട്ട് വെൻ ദ ടൈം കംസ് ഫോർ ഹിം ടു ഫ്ലൈ ഹി ഫീൽസ് ഹിംസെൽഫ് എഫ്രൈഡ്. അപ്പോൾ നമ്മൾ കൊച്ചിലേക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ യങ് സീഗളിനെ പേരൻസ് ഇങ്ങനെ വലിയ കാര്യമായിട്ട് വളർത്തിക്കൊണ്ടൊക്കെ വരികയാണ്. പക്ഷെ ടൈം ആയപ്പോഴേക്കും, പറക്കാൻ സമയമായപ്പോഴേക്കും അവന് ഭയങ്കര പേടിച്ചൊരു മൂലക്കിരിക്കുകയാണ്. ഹി ഈസ് നോട്ട് ഏബിൾ ടു ഫ്ലൈ. ഓക്കെ. അപ്പം അറ്റ് ലാസ്റ്റ് ഹിസ് മദർ ഹിറ്റ്സ് അപ്പോൺ എ പ്ലാൻ ബൈ പെർസ്യൂഡിങ് ഹിം വിത്ത് എ ഫുഡ് ഇൻ ഹർ ബീക്ക്. അപ്പം ഇവർ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്, നമ്മൾ അതൊക്കെ കണ്ടതാണ്. ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ലാസ്റ്റ് ഒന്നിനും ഒരു പരിഹാരവും നടക്കുന്നില്ല. അപ്പോൾ ലാസ്റ്റ് അമ്മ എന്താ ചെയ്യുന്നത്, ഒരു ഫൈനലി ഒരു മെത്തേഡ് എന്നുള്ള രീതിക്ക് ദിസ് മദർ സീഗൾ ഇസ് മേക്കിംഗ് എ പ്ലാൻ. ഒരു ബീക്കിൽ ചുണ്ടിലൊരു ഭക്ഷണത്തിൻ്റെ ഭാഗമൊക്കെ വെച്ച് കൊണ്ടുവന്നിട്ട് ഇവനെ പെർസ്യൂഡ് ചെയ്യണം, അവനെ വശീകരിച്ച് ആ ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്. ആൻഡ് ദ സീഗൾ ഫൈനലി ലേൺസ് ഹൗ ടു ഫ്ലൈ. ദിസ് യങ് സീഗൾ വാസ് അലോൺ ഓൺ ഹിസ് ലെഡ്ജ്. അപ്പം അങ്ങനെ ആ ഒരു മെത്തേഡിലും ആ ഒരു ട്രിക്കിലൂടെ നമ്മുടെ യങ് സീഗൾ, ചെറിയ സീഗൾ പറക്കാൻ വേണ്ടിയിട്ട് പഠിക്കുകയാണ്. ആൻഡ് ഹി വാസ് സിറ്റിംഗ് ഓൺ എ ലെഡ്ജ്. എന്താണ് വാട്ട് ഈസ് എ ലെഡ്ജ്? ഇങ്ങനെ നമ്മൾ ഒരു മലയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലമാണെങ്കിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ കിടക്കുന്ന ഒരു ഭാഗത്ത് ഇവിടെയാണ് നമ്മുടെ യങ് സീഗൾ സിറ്റിംഗ്. ഓക്കെ. ഡോണ്ട് കൺസിഡർ ഇറ്റ് ഇസ് എ സീഗൾ എന്നല്ല, എന്തോ ഒരു പക്ഷി. ഓക്കെ. കുറച്ച് പിക്ചറൈസേഷൻ്റെ ഇത് കൂടുതലുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാം. ദിസ് ഇസ് എ സീഗൾ. ഓക്കെ. അപ്പോൾ നമ്മുടെ സീഗിൾ പറക്കാൻ പഠിക്കുകയാണ്. ആൻഡ് ഹി ഫെയിൽഡ് ടു ഗ്യാദർ ദ കറേജ് ടു ഫ്ലൈ ആൻഡ് ഹി വാസ് റിയലി സാഡ് ആൻഡ് ഹിസ് ഫാദർ ആൻഡ് മദർ കെയിം ടു ഹിം ആൻഡ് ദേ ആസ്ക്ഡ് ഹിം ടു ഫ്ലൈ. ദേ ഈവൻ റിബ്യൂക്ഡ് ഹിം ആൻഡ് ദേ ത്രട്ടൻഡ് ഹിം ഇഫ് ഹി ഡിഡ്ന്റ് ഫ്ലൈ ഹി വുഡ് ഡൈ ഓഫ് ഹങ്കർ ബട്ട് ഹി കുഡ്ന്റ് മൂവ്. അപ്പം ഇതിന് മുന്നേക്ക് വാട്ട് വാസ് ദ സിറ്റുവേഷൻ? അവനോട് അച്ഛനും അമ്മയും ആദ്യം ഭയങ്കര ഉപദേശിച്ചൊക്കെ കാര്യങ്ങൾ നേടാൻ നോക്കുന്നുണ്ട്. ആൻഡ് അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ഉപദേശമൊന്നും ഏൽക്കുന്നില്ല. അതുകൊണ്ട് അടുത്തതിലേക്ക് എന്തിലേക്ക് പോകണം? കുറച്ച് ചീത്ത പറഞ്ഞു നോക്കുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞ് വരട്ടിയൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഇതൊന്നും കേട്ടിട്ടും നമ്മുടെ സീഗളിന് പറക്കാൻ വേണ്ടി പറ്റുന്നില്ല. ബിക്കോസ് ഹി വാസ് വെരി അഫ്രെയ്ഡ്. ഓക്കെ. ഡെഫിനറ്റ്ലി ഐ വിൽ ഗിവ് യു സം ഹാക്സ് ടു സ്കോർ ഗുഡ് മാർക്സ്. അപ്പം എന്തായാലും കുറച്ചും കൂടി 2-3 കുറച്ച് ആൾക്കാരുടെ ഇവിടേക്ക് എത്തിക്കോട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തരാം. ഓൾ റൈറ്റ്. അപ്പം ഏതായാലും ഇതുപോലെ ജസ്റ്റ് ബി ഇൻറ്ററാക്റ്റീവ് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുക. അതർവൈസ് ഇറ്റ് വിൽ ബി എ വെരി റഫ് തിങ്. ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ജസ്റ്റ് ലെറ്റ് മീ നോ യുവർ തിങ്സ്. നിങ്ങളുടെ തോട്ട്സൊക്കെ ജസ്റ്റ് ലെറ്റ് മീ നോ യുവർ ത്രൂ യുവർ കമൻറ്റ്സ്. അപ്പോൾ നമ്മൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? യെസ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? അപ്പം നമ്മൾ സീഗളിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ജസ്റ്റ് ലുക്ക് അറ്റ് ദ സെക്കൻഡ് പാരഗ്രാഫ്. അടുത്ത ഭാഗത്ത് എന്താ പറയുന്നത് നോക്കിക്കേ. That was 24 hours ago. അപ്പോൾ ഇത് എല്ലാം നടന്നുകൊണ്ടിരുന്നത് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് 24 hours, ഒരു 24 മണിക്കൂർ മുന്നത്തെ കാര്യമാണ് പറയുന്നത്. ഇപ്പം എന്താ? അന്നേരം തൊട്ട് നമ്മുടെ യങ് സീഗിള് അവൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നതും അവർ പോയി തീറ്റ തേടുന്നതും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അവിടെ അച്ഛനും അമ്മയും എന്താ ചെയ്യുന്നത്? അവർ തീറ്റ തേടുന്നുണ്ട്. അവൻ്റെ യങ്ങറായിട്ടുള്ള ആൾക്കാർ, മൂത്ത സീകളിലാണ് ഇവിടെ ഇരിക്കുന്നത്, അതിൽ താഴേക്കുള്ള കുട്ടികളെയൊക്കെ പറക്കാനൊക്കെ പഠിപ്പിക്കുന്നവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഹി കുഡിൻ ആൻഡ് ദ സൺ വാസ് റൈസിങ് ആൻഡ് ഇറ്റ് വാസ് ഗെറ്റിംഗ് വെരി ഹോട്ട്. അപ്പം ഈ സമയത്ത് ഇവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, സൂര്യനൊക്കെ ഉദിച്ചു, ഭയങ്കര ചൂടൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഹി ഹാഡ് ഫൗണ്ട് എ ഡ്രൈഡ് പീസ് ഓഫ് ഫിഷ് ടെയിൽ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ നോക്കിയപ്പോഴേക്കും അവൻ്റെ ലെഡ്ജിൽ എന്ത് കിടക്കുന്നുണ്ട്? ഒരു ചെറിയൊരു ഫിഷിൻ്റെ പീസ് കിടക്കുന്ന കണ്ടു. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു പീസാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ വിശപ്പൊന്നും അടങ്ങുന്നില്ല. അപ്പോൾ അവൻ ഹീ ഈസ് ജസ്റ്റ് സെർച്ചിങ് ഫോർ മോർ ഫുഡ്. ബട്ട് വേറെ എന്താ നിവൃത്തിയില്ല, അവന് കൂടുതൽ പറക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. കുറേ മുന്നോട്ടും പുറകോട്ടും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലെഡ്ജ് ഇതാണ്,
ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്, അതുപോലെ തിരിച്ചും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല. ആൻഡ് ഹി ജസ്റ്റ് വാണ്ടഡ്, ഇവിടെയാണ് നമ്മുടെ ആരുള്ളത്, ബാക്കി അമ്മയും അച്ഛനും ചെറിയ കുട്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ, ഇവിടെ സി ആണെന്ന് അങ്ങോട്ട് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അവര് ഇവിടെ നിന്ന് പറക്കാനൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവര് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ട് ഇവർ എത്താൻ ആഗ്രഹിക്കുന്നുണ്ട്, ബട്ട് ഹി കുഡ്ന്റ് ഡു ദാറ്റ്. അപ്പൊ ഇവിടെ നല്ല വലിയൊരു സി ആണുള്ളത്, അവന് പേടിയാണ്. ഓക്കെ, മോഡൽ എക്സാം വെറൈറ്റി പാറ്റേണിലല്ലേ വന്നത്, ടെക്സ്റ്റിൽ നിന്ന് അങ്ങനെ വന്നില്ല അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് എന്താ ചെയ്യാം, അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ എന്താണെങ്കിലും പ്രീവിയസ് ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഭയങ്കരമായിട്ട് മോഡലിൽ ചേഞ്ചസ് ഒന്നും വരത്തില്ല എങ്ങനെയാണെങ്കിലും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വരുന്ന ഒരു പാറ്റേണിലൊക്കെ തന്നെയായിരിക്കും, വലിയൊരു മാറ്റമൊന്നും വരത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നമ്മൾ ചാപ്റ്റേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്തു, റഫായിട്ട് ഡിസ്കസ് ചെയ്ത് പോയിട്ട് വിൽ ബി ഡിസ്കസിങ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓൾസോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. മറ്റത് മോഡൽ എക്സാം ആയിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ ഡിസ്കസ് ചെയ്യും. അപ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓൾ റൈറ്റ്, അപ്പോൾ നമ്മളിതാ, അപ്പോൾ റിഡ്ജില് ദിസ് റിഡ്ജ് വാസ് വെരി ഹൈ, ഇത് നല്ല പൊക്കത്തിലായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മുടെ ചങ്ങായിക്ക് പേടിയായിട്ട് അവൻ അവിടെ ഇരിക്കുകയാണ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പാർട്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഓക്കെ, ദ സീഗൾ ക്ലോസ് ഹിസ് ഐ സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും രക്ഷയില്ല, വിശപ്പ് സഹിക്കുന്നില്ല, കുറച്ചു നേരം ഒറ്റക്കാലയിൽ നിന്ന് തപസ്സൊക്കെ എടുത്തേക്കാന്ന് വിചാരിച്ചാൽ അതെങ്കിലും നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വെല്ലം വർക്ക് ആവുന്നുണ്ടോ നമ്മുടെ സീഗൾ? ഇസ് ഹി ഏബിൾ ടു ഗെറ്റ്, മറ്റേ സമാധി അടഞ്ഞങ്ങ് പോയോ? വിശപ്പൊക്കെ ഒറ്റക്കാലയിൽ നിന്ന് തപസ് ചെയ്തപ്പോഴേക്കും എല്ലാം നടന്നോ? നോ, നത്തിങ് ഹാപ്പൻഡ്. പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. ആൻഡ് അവന് ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാം നമ്മുടെ അമ്മ സീഗൾ, മദർ സീഗൾ വാസ് ആക്ച്വലി ലുക്കിംഗ് അറ്റ് ഹിം. പക്ഷെ അവന് വിചാരിച്ചത്ര ഒരു കൺസേൺ ഒന്നും കിട്ടിയില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത്? And now his mother flew across trying to get nearer to him, and the seagull had the food within the reach of his beak, but he couldn't get it. അപ്പോൾ നമ്മുടെ അമ്മ നമ്മുടെ ട്രിക്ക് ഉപയോഗിക്കുകയാണ്. ഇന്ന് എത്ര ചാപ്റ്റർ ഡിസ്കസ് ചെയ്യും? വിൽ ബി ഡിസ്കസിങ് 9 ചാപ്റ്റേഴ്സ്, 1 മുതൽ 9 വരെയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഐ തിങ്ക് ഇറ്റ് ഇസ് നിയർലി ബൈ ലേഹോർലയുടെ ചാപ്റ്റർ വരെയായിരിക്കും. ഐ തിങ്ക് ദ ലാസ്റ്റ് 9th ചാപ്റ്റർ ഇസ് ലേഹോർല. അപ്പോൾ ഇന്ന് അവിടെ വരെയായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിനുശേഷമുള്ള നെക്സ്റ്റ് വീഡിയോയിൽ വിൽ ബി ജസ്റ്റ് ഡിസ്കസിങ് ദ എൻറ്റയർ ചാപ്റ്റേഴ്സ്. അടുത്തതിൽ നമ്മൾ 19 ചാപ്റ്റേഴ്സും കവർ ചെയ്ത് പോകും. ഓക്കെ, അപ്പം സ്റ്റേ ട്യൂൺഡ്, ബിക്കോസ് വിൽ ബി ഡിസ്കസിങ് നമ്മുടെ പോയംസ് ഒക്കെ നമുക്ക് ചിലപ്പോൾ പണി തരാറുള്ള ഏരിയാസ് ആണ്, ബിക്കോസ് അതിൽ ഒരുപാട് പോയറ്റിക് ഡിവൈസസ് വരുന്നുണ്ട്, അതിൻ്റെ ഡെഫിനിഷൻസ്, ഓരോരോ ലൈൻസിൻ്റെ മീനിങ്സ്, അതൊക്കെ നമ്മൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പം ഇതിൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ മാതിരി കുറച്ച് പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ പറഞ്ഞത് അപ്പോൾ നമ്മുടെ അമ്മ സീഗൾ, ഷീ ഈസ് ട്രൈയിങ് വെരി ഹാർഡ് ആൻഡ് ദ സീഗൾ വെയിറ്റഡ്. Seagull waited for a moment in surprise and he wondered why his mother didn't come near. സാധാരണ ഇതിൽ നമുക്ക് ഉള്ളൊരു ഡൗട്ടാണല്ലോ, എന്തുകൊണ്ടാണ് why this mother seagull അല്ലേ? പിള്ളേർ വിചാരിക്കും കുറേ നേരം പട്ടിണിയൊക്കെ ഇരിക്കുമ്പോഴേക്കും അമ്മ വരും എന്നൊക്കെ വിചാരിക്കുന്നത്, ബട്ട് that didn't happen and he was very angry. നമ്മൾ ഭക്ഷണം വിശന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ആഹാ, നല്ല സുഖം അല്ലേ? നമ്മൾ ഭയങ്കര സന്തോഷത്തിൽ വരും, നമ്മുടെ അടുത്ത് സംസാരിക്കാൻ വരുന്നവരുടെ അടുത്തൊക്കെ ഭയങ്കര ചില്ലായിട്ടായിരിക്കുമോ നമ്മൾ സംസാരിക്കുക? Will we do that? ഡെഫിനറ്റ്ലി നോട്ട് അല്ലേ? നമ്മുടെ അടുത്ത് ഭയങ്കര ദേഷ്യമായിരിക്കും, ആരെന്ത് വന്നാലും നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോയെന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും, പ്രത്യേകിച്ച് വിശന്ന് വലഞ്ഞിരിക്കുമ്പോൾ. ഓക്കെ, ആൻഡ് നൗ എന്ത് ചെയ്യാണ്, മദർ സീഗൾ ഒരു ഫിഷിൻ്റെ കഷ്ണമായിട്ട് വരികയാണ്. ആൻഡ് ഹി ജസ്റ്റ് ട്രൈ ടു ഗെറ്റ് ഇറ്റ്, ചെറുതായിട്ട് അങ്ങനെ പോവാ അതിൽ നിന്ന്. നമ്മുടെ ലെഡ്ജ് ഇതാണ്, ഇത് മദർ സീഗളാന്ന് വിചാരിച്ചു. നമ്മുടെ മദർ സീഗളിൻ്റെ കയ്യിൽ 1 fish is there ആണെന്ന് വിചാരിക്കൂ കേട്ടോ. പ്ലീസ് എക്സ്ക്യൂസ് മൈ പിക്ചറൈസേഷൻ സ്കിൽസ്. അപ്പം നമ്മുടെ യങ് സീഗൾ എന്ന് പറയുന്ന 11 ഇങ്ങോട്ട് ചാടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. പക്ഷെ വെള്ളം നടന്നോ? ഈ ഫിഷ് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കി, പക്ഷേ വാട്ട് ഹാപ്പൻഡ്? ഇൻസ്റ്റെഡ് ഓഫ് ഗെറ്റിംഗ് ദിസ് എന്ത് ചെയ്തു? താഴെ പോയി, താഴേക്കാണ് പോകാൻ പോയത്. ആൻഡ് വാട്ട് ഹാപ്പൻസ്? ഈ താഴേക്ക് പോകുന്ന വഴിക്ക് ഹി വാസ് ട്രൈയിങ്, താഴേക്ക് വീഴാൻ പോവാണ്. അപ്പോഴേക്കും അവൻ്റെ ചിറകുകളൊക്കെ പയ്യെ ഒന്ന് അടിക്കാൻ വേണ്ടിയിട്ട് നോക്കി. ആൻഡ് എന്ത് സംഭവിക്കുകയാണ്? ഫോർ ദ നെക്സ്റ്റ് മൊമെന്റ് ഹി ഫെൽറ്റ് ദ വിങ്സ് സ്പ്രെഡ് ഔട്ട്വേർഡ്സ്. അടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴേക്കും ഹി ജസ്റ്റ് ഫെൽറ്റ് ലൈക്ക് അവൻ്റെ ചിറകുകളൊക്കെ ഇങ്ങനെ വിടരുന്നതായിട്ട് അവന് തോന്നി. ആൻഡ് ദ വിൻഡ് റഷിംഗ് അഗെയിൻസ്റ്റ് ദി ബ്രസ്റ്റ് ഫെദേഴ്സ്. അപ്പം കാറ്റിങ്ങനെ ചിറകുകളുടെ ഇടയിലേക്ക് അടിച്ചു കയറുന്നതായിട്ട് തോന്നി. ആൻഡ് നൗ ഹി ഫീൽസ് ലൈക്ക് ഹി ഈസ് ട്രൈയിങ് ടു ഫ്ലൈ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അവൻ പറക്കാൻ തുടങ്ങുന്നതായിട്ട് അവന് ഫീൽ ചെയ്തു. ഓക്കെ,
അപ്പോൾ പറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. then എന്താ the seagull gave out a joyous scream. അപ്പോൾ അവന് മനസ്സിലായി ഐ ആം ഫ്ലൈയിങ്, ഞാൻ പറക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ആ ഒരു സന്തോഷത്തിൽ it just started screaming. and ഇത് കേട്ടിട്ട് his father and his family members they also came, and അവരും ഭയങ്കര ഹാപ്പി ആയിട്ട് അവൻ്റെ മുന്നിൽ ഇങ്ങനെ പറന്ന് കളിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും he was like കുറേ നേരമൊക്കെ പറന്ന് കഴിഞ്ഞപ്പോഴേക്കും, ആദ്യമായിട്ട് പറക്കുന്ന ബേർഡാണ്, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തളർച്ചയൊക്കെ തോന്നി തുടങ്ങി. ആൻഡ് he felt like he was going down again, വീണ്ടും താഴേക്ക് പോകുന്നതായിട്ട് നമ്മുടെ സീഗളിന് തോന്നി. അപ്പോൾ എന്ത് സംഭവിക്കുകയാണ്, എന്താ ചെയ്യുന്നത്, they were calling him to do the same, and he dropped his leg to stand on the green sea. താഴേക്ക് പോയി നമ്മുടെ സീയുടെ ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ എത്തി. ഇതാണ് കാലെന്ന് അങ്ങോട്ട് വിചാരിക്കുക. ഓക്കെ, നമ്മുടെ സീകൾ ഇതാണ്, നമ്മുടെ സീകളിൻ്റെ കാല് ഇതാണ്. ഓൾമോസ്റ്റ് അവൻ എന്ത് ചെയ്തു, സീയുടെ മേലെ അതായത് വെള്ളത്തിൻ്റെ മേലെ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നില്ല, കാലം അതിൻ്റെ പൊക്കത്ത് കൊണ്ടുവച്ച് നടക്കുമോ? വെള്ളത്തിൻ്റെ മേലെ പോയി നിന്ന് കഴിഞ്ഞാൽ will it happen? No, we won't be able to stand there stably. Okay, അപ്പോൾ എന്ത് സംഭവിച്ചു, താഴേക്ക് മുങ്ങിപ്പോകുന്നതായിട്ടാണ് ഫീൽ ചെയ്തത്. ഹി വാസ് ഫീലിംഗ് ലൈക്ക് അവൻ്റെ ബെല്ലി ഭാഗം, വയറിൻ്റെ ആ ഭാഗം വെള്ളത്തിൽ തൊട്ടു. ആൻഡ് ഹി വാസ് ഫീലിംഗ് ലൈക്ക് തീർന്നു, പറക്കാൻ തുടങ്ങി, സമാധാനമായി, ഞാൻ ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങി മരിക്കും എന്നാണ് നമ്മുടെ സീകൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഡിഡ് ദാറ്റ് ഹാപ്പൻ? നടന്നോ? ഇല്ല. പകരം ഹി ജസ്റ്റ് ഫെൽറ്റ് ലൈക്ക് ഹി ഈസ് ഫ്ലോട്ടിങ് ഓൺ ദി വാട്ടർ. വെള്ളത്തിൽ ഇങ്ങനെ പറന്ന് അല്ലെങ്കിൽ അവിടെ കൂടി ഇങ്ങനെ നടക്കുന്നതായിട്ട് അവന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. And now he understood that he was not sinking anymore. പിന്നെ മുങ്ങി പോകുന്നില്ല എന്ന് അവന് മനസ്സിലായി തുടങ്ങി. ആൻഡ് ഹിസ് ഫാമിലി വാസ് റിയലി ഹാപ്പി. അപ്പോൾ അവരെന്ത് മനസ്സിലാക്കി, ദ സീഗൾ just started to dive അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യാൻ പഠിച്ചു. അവൻ ആ ഒരു സ്വിമ്മിങ് എന്ന് പറയുന്ന ആ ഒരു ചെറിയ പ്രോസസ്സിലേക്കും കൂടെ എത്തി എന്നുള്ളത് നമ്മുടെ ഇവർക്ക് മനസ്സിലായി. ആൻഡ് ദാറ്റ് വാസ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ദാറ്റ് വാസ് ദി ഫസ്റ്റ് ഫ്ലൈറ്റ് ഓഫ് ദിസ് യങ് സീഗൾ. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയോ? ഇത്രയും കാര്യം നമ്മൾ 6 പേജ് എങ്ങാണ്ടുള്ളതല്ലേ? എത്ര പേജ് ആ ചാപ്റ്റർ ശരിക്കും? ഐ യു ഹാവിംഗ് ടെക്സ്റ്റ് ബുക്സ് വിത്ത് യു? എത്ര പേജുള്ള ചാപ്റ്റർ അത്? എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഹാവിംഗ് 4 to 5 pages. ആം ഐ റൈറ്റ്? ഒരു 4-5 പേജ് എങ്ങാണ്ട് ഉണ്ടെന്നാണ് എൻ്റെ ഒരു മൈ തോട്ട്. ശരിയല്ലേ? ഇസ് ഇറ്റ് ഹാവിംഗ് 4 to 5 pages ഓൾമോസ്റ്റ്? അപ്പോൾ അതാണ് വി ജസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ് ദാറ്റ് വിതിൻ ഒരു 5 or maybe not more than 10 minutes അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ വി ജസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ് ദാറ്റ് ചാപ്റ്റർ. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ളത് ദ എക്സ്പീരിയൻസ് ഓഫ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ദ സപ്പോർട്ടിംഗ് ഫോഴ്സ് ഓഫ് ഹിസ് പേരൻസ്. അപ്പോൾ അതിനെപ്പറ്റി യു ക്യാൻ ജസ്റ്റ് ഹാവ് എ സ്പീച്ച്. ഒരു സ്പീച്ച് ചിലപ്പോൾ പറയാൻ വരാം, കാരണം ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് എ സ്പീച്ച് ടോപ്പിക് അല്ലേ? മോട്ടിവേഷൻ ഓർ ദ ഇൻസ്പിറേഷൻ ഗിവൻ ഫ്രം ദ പാർട്ട് ഓഫ് യുവർ പേരൻസ്. ഇനി സെൽഫ് കറേജ്, ഇതൊക്കെ ആയിരിക്കാം ഒരു ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ. വൺ ക്യാൻ ബി മോട്ടിവേഷൻ. ഓക്കെ, മോട്ടിവേഷൻ ഫ്രം ദ പാർട്ട് ഓഫ് പേരൻസ്. ആൻഡ് ദെൻ വൺ ക്യാൻ ബി കറേജ്. നമ്മൾ എടുക്കുന്ന നമുക്ക് ഉണ്ടാവേണ്ട ഒരു കറേജ്, എത്രത്തോളം ധൈര്യത്തോടെ ആയിരിക്കണം നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. ഓൾറൈറ്റ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിൽ നിന്ന് വരാവുന്നത്. മേജറായിട്ട് നമുക്ക് ഈ പറഞ്ഞ സ്പീച്ചിന് അങ്ങനെയൊക്കെ വരാവുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ടുള്ളത്. ഓക്കെ, എന്നാൽ നമുക്ക് സമയം കളയാണ്ട് അടുത്തതിലേക്ക് പോയാലോ? ഹോപ്പ് ദി ഫസ്റ്റ് വൺ ഇസ് ക്ലിയർ. ഇത് എല്ലാവർക്കും അറിയുന്നതാണ്, അതുകൊണ്ട് അധികം സമയം എടുത്തിട്ടില്ല. ഒന്നാമത് യെസ്, ഇറ്റ് ഇസ് ഓഫ് ഹാവിംഗ് 4 pages അല്ലേ? അപ്പോൾ 4 പേജുള്ളത് നമ്മൾ വെറും 5-6 മിനിറ്റിൽ അങ്ങ് തീർത്തു. ഓൾറൈറ്റ്, നൈസായിട്ട് അതങ്ങ് തീർത്തു. ഇനി നമുക്ക് ഏതെല്ലാം അടുത്തതിലേക്ക് പോയാലോ? ഒന്നാമത്തെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ പ്ലീസ് ഗിവ് മീ എ തംസ് അപ്പ്. വേഗം ഒരു തംസ് അപ്പ് എല്ലാവരും കൂടെ അങ്ങോട്ട് ഇട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അടുത്തതിലേക്ക് വേഗം പോവാം. ആൻഡ് ലെറ്റ് മീ നോ ത്രൂ യുവർ കമൻറ്റ്സ്. ഏത് ചാപ്റ്ററാണ് നിങ്ങൾക്ക് 1 to 9 ഏറ്റവും ടഫായിട്ട് തോന്നുന്ന ചാപ്റ്റർ ഏതാ? ഇസ് ഇറ്റ് സം പോയംസ്, അതോ നമ്മുടെ വേറെ ഏതെങ്കിലും ഫിക്ഷൻ, ഏതെങ്കിലും സ്റ്റോറീസ് ആണോ? അതൊന്ന് പറഞ്ഞേ. ഏറ്റവും ടഫായിട്ട് തോന്നണത്? വലിയ രസം, ടഫ് ഒന്നും പറയാൻ പറ്റില്ല, നിങ്ങൾ കുറേ ആയി പഠിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് മിസ് എന്തെന്നാ പറയുന്നത്, ഞങ്ങളിത് എത്ര കാലമായി തുടങ്ങിയിട്ടല്ലേ? ഇസ് ഇറ്റ് ലൈക്ക് വൈസ്? ഓക്കെ, ലെറ്റ് മീ നോ ദോസ് തിങ്സ് ത്രൂ ദി കോമെന്റ്സ്. അപ്പോൾ വേഗം ഒന്ന് പറയട്ടോ, പോയംസ് ആണോ അല്ലെങ്കിൽ ഏതിനാണ് നമ്മൾ കുറച്ചും കൂടി ഒന്ന് സ്ട്രെസ് കൊടുത്ത് പറയേണ്ടത്? ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ഐ വുഡ് സേ ദാറ്റ് ഇറ്റ് വുഡ് ബി പോയംസ്. പോയംസ് എത്ര പഠിച്ചാലും ഒരു രക്ഷയില്ല. ബിക്കോസ് പോയം മനസ്സിലാവായിട്ടല്ല, അതിലുള്ള ഈ പോയറ്റിക് ഡിവൈസസ് ഉണ്ടോ, ഇറ്റ് ക്യാൻ ബി കൺഫ്യൂസിങ്, ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ നിന്ന് പോകാറുണ്ട്. സോ ദാറ്റ്സ് വൈ ഐ ആം ജസ്റ്റ് റാൻഡംലി ആസ്കിങ് യു. ഓൾറൈറ്റ്, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത ചാപ്റ്റർ ഏതാ? ഓക്കെ, അതൊന്ന് പറയട്ടെ. രണ്ടാമത്തെ ചാപ്റ്റർ എക്സാം എഴുതാൻ പോകുന്നവരാണ്. ലെറ്റ് മീ ജസ്റ്റ് നോ ഹൂ ഓൾ നോസ് ദ സെക്കൻഡ് ചാപ്റ്റർ. ഏതാ സെക്കൻഡ് ചാപ്റ്റർ? യെസ്, വെരി ഗുഡ്. ആൻഡ് ദെൻ ഗാന്ധി came. No, sorry, you are saying like
ദി ഡിഫിക്കൽട്ട് ചാപ്റ്റർ അല്ലേ, സോറി. ആൻഡ് ദെൻ ഗാന്ധി, കുറച്ച് ഇതാണല്ലേ, കാരണം അത് വലിയ കഥയൊന്നുമല്ല. അപ്പം ഐ തിങ്ക് യു ആർ നോട്ട് വെരി ഫോണ്ട് ഓഫ് എസ് ഒന്നും വലിയ താല്പര്യമില്ല. ആൻഡ് ദെൻ ഗാന്ധി കെയിമാണ് വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ ആൾക്കാർക്ക്. ഹിസ്റ്ററി വലിയ പിടുത്തല്ല, വലിയ താല്പര്യമില്ലാത്ത ഏരിയ. മാത്രമല്ല കുറച്ച് എന്താണ് നമ്മൾ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന മാതിരി കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ഏരിയ ആണ് അല്ലേ. ഓൾ റൈറ്റ്, അപ്പോൾ ഏതായാലും നമുക്ക് കുറച്ച് സമയം എടുത്ത് അവിടെ നോക്കാം. ബട്ട് ബിഫോർ ദാറ്റ് വിൽ ജസ്റ്റ് ഗോ ഫോർ ദിസ് വൺ, ഐ വിൽ ഫ്ലൈ. ഓക്കെ, ഇത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇറ്റ്സ് പാർട്ട് ഓഫ്, ഇറ്റ്സ് എ ചാപ്റ്റർ ഓർ അവിടെ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി, നമുക്ക് നല്ല രീതിക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നേരത്തെ സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഇപ്പം പറയാൻ ഓർമ്മ വന്നത്. ഇഫ് യു റിയലി വാണ്ടഡ് ടു സ്കോർ മാർക്സ്, നിങ്ങളുടെ ഓരോ ചാപ്റ്റേഴ്സിനെ പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. എവിടെ നിന്ന് ചോദിച്ചാലും യു ഷുഡ് ബി ഏബിൾ ടു ആൻസർ. ചാപ്റ്റർ വായിക്കണം എന്നുള്ളത് ഞാൻ ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് ഇറ്റ്സ് നോൺ തിങ് ഫോർ യു. ചാപ്റ്റർ നിർബന്ധമായിട്ടും വായിച്ചിരിക്കുക. അപ്പം വിചാരിക്കുന്നുണ്ട്, എൻ്റെ മിസ്സേ ഇത്രയും കട്ടിയുള്ളൊരു പുസ്തകം, ഓരോ ഒന്നിനും ഈ പറഞ്ഞ പോലെ 4, 5, 6 പേജസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് തീരെ അത്ര ഫെമിലിയർ അല്ല, ഭയങ്കര പ്രശ്നക്കാരനാണ് എന്ന് തോന്നുന്ന ചാപ്റ്റർ എന്ത് ചെയ്യുക, പരമാവധി വായിച്ച് വേഗം നോട്ട്സ് ഉണ്ടാക്കി വെക്കുക. എക്സാമിൻ്റെ തലേന്നത്തേക്ക് വെക്കരുത്. സോ ഐ ഓൾവേസ് പ്രിഫർ നോട്ട് മേക്കിംഗ് നോട്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ കുട്ടി ഇങ്ങനെ ബുള്ളറ്റഡ് പോയിന്റ്സ് ഇതുപോലെ മറ്റേ വലിയ പാരഗ്രാഫ്സ് ആക്കി വെക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പകരം എന്ത് ചെയ്യുക, ഇങ്ങനെ ചെറിയ ചെറിയ പോയംസ് ആക്കിയിട്ട് ഓരോരോ പോയിന്റ്സ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴേക്കും ഓക്കെ ഫൈൻ, ഇത് എന്നതുമായിട്ട് കണക്ട് ചെയ്ത് പോവാം എന്നുള്ളൊരു ബോധ്യം വരും. അതല്ലാണ്ട് മറ്റേ ഇത്രയും ഘോരമായിട്ട് എസ്സേ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് നോട്ട് മേക്കിംഗ് ആവില്ല. പെട്ടെന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കുറച്ച് വേർഡ്സ് ആയിട്ട് ഒരു സെൻറ്റൻസോ 2 സെൻറ്റൻസോ ഒക്കെ ആയിട്ട് എഴുതി വെക്കുക. അപ്പം പെട്ടെന്ന് എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുന്നേ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ വായിച്ച് അരിച്ചു പെറുക്കേണ്ട കാര്യമില്ല. പെട്ടെന്നൊന്ന് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ യുൽ ബി ഇത് ഇന്നതൊക്കെയാണ് അവിടെ നടന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പം ആ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് ഏതായാലും ഇതൊന്ന് ഡിസ്കസ് ചെയ്യാം. ദിസ് വൺ ഐ വിൽ ഫ്ലൈ. ഇത് നമ്മുടെ അബ്ദുൽ കലാം സാറിൻ്റെ APJ അബ്ദുൽ കലാമിൻ്റെ സ്പീച്ചിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു അഡോപ്റ്റഡ് വേർഷനാണ്, ചെറിയൊരു ഭാഗമാണ്. ആൻഡ് ആ ഒരു എപ്പോഴും നമുക്കറിയാം അബ്ദുൽ കലാമിൻ്റെ സ്പീച്ചസ് ഒക്കെ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്. ഒരു യങ് യൂത്തിനൊക്കെ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് കൊടുക്കുന്ന കുറച്ച് മെസ്സേജൊക്കെ ഉള്ള സംഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സ്പീച്ചസിലൊക്കെ വരാറ്. ഇവിടെയും അങ്ങനെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു 1-2 കാര്യങ്ങൾ നമുക്കിവിടെ ഉണ്ട്. ഓക്കെ, ആൻഡ് ദ മേജർ തിങ് ഈസ് ഏത് സ്ഥലത്ത് വെച്ചാണ് ഈ സ്പീച്ച് ഡെലിവർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആൻഡ് ഹു ആർ ദ പീപ്പിൾ ദോസ് ഹു ആർ അഡ്രസ്ഡ് ഇൻ ദ സ്പീച്ച്. ഏത് തരം ആൾക്കാരെയാണ് ഈ ഒരു സ്പീച്ചിൽ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഐ എം ഗോയിങ് ഇൻ എ വെരി മീഗർ ലെവൽ, ഒരു ആവറേജ് സൗണ്ട് എടുത്തിട്ടാണ് ഞാൻ പറയുന്നത്. സോ ഹോപ്പ് യു ക്യാൻ കോപ്പ് അപ്പ് വിത്ത് ദാറ്റ്. അതായത് ഭയങ്കര വലിയ ഇങ്ങനെ പൊക്കലും താത്തലുകളോ ഒന്നുമില്ല, ബിക്കോസ് ഐ എം നോട്ട്, മൈ ത്രോട്ട് ഇസ് നോട്ട് മേക്കിംഗ് ദാറ്റ് ഹാപ്പൻ. ഓക്കെ, അപ്പോൾ അത് ഐ ഹോപ്പ് ദാറ്റ് ഇസ് നോട്ട് മൈൻഡിങ് യു. പ്രശ്നമൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഇഫ് യു നീഡ് സം അതർ വോയിസ്, എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് സേ. ഓൾ റൈറ്റ്, അവിടെ നോക്കിയേ, ഇവിടുത്തെ ആദ്യത്തേത് നമുക്ക് നോക്കാം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ലൈൻ. Believes that ignited mind of youth is the most powerful resource on earth. It's a very important line with the context. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈനാണ് നമ്മുടെ APJ അബ്ദുൽ കലാം പറഞ്ഞു വെക്കുന്നത്. ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ഓഫ് യൂത്ത്, നല്ല ഇങ്ങനെ തിളച്ച് നമ്മുടെ യൂത്തിൻ്റെ മൈൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജിൽ നിൽക്കുന്ന ഒരു മൈൻഡാണ് യൂത്തിൻ്റെ. അല്ലെങ്കിൽ പ്രായമുള്ളവരെ പോലെ അല്ലെങ്കിൽ തീരെ ചെറിയ കുട്ടികളെ പോലെ അല്ല. നമ്മൾ വിൽ ബി വെരി ഫാസ്റ്റ് ഇൻ തിങ്കിങ്, വിൽ ബി വെരി ഫാസ്റ്റ് ഇൻ അവർ ആക്ഷൻസ് ടു. അപ്പം അത്തരത്തിലുള്ള യൂത്തിൻ്റെ മൈൻഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഇൻ എർത്ത്. നമ്മുടെ ഏർത്തിൽ തന്നെ, നമ്മുടെ ഏർത്തിൽ തന്നെ, ഭൂമിയിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദാറ്റ് മൈൻഡ് ഓഫ് യൂത്ത്. ഓക്കെ, ആൻഡ് അണ്ടർ ദി എർത്ത്, എബവ് എർത്ത് ആൻഡ് ബിലോ ദി എർത്ത്. അപ്പം എന്താ, ഏർത്തിലെ തന്നെ, ഏർത്തിൻ്റെ പുറത്ത് നോക്കിക്കഴിഞ്ഞാലും ഭൂമിയുടെ ഉള്ളിലും പുറത്തും ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാലും ദിസ് ഇസ് ദ മോസ്റ്റ് പവർഫുൾ തിങ്. ഇനിയോ, ആൻഡ് വെൻ ഇസ് ഹി ഡെലിവറിങ് ദ സ്പീച്ച്, അദ്ദേഹം ശാസ്ത്രായൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഹി വാസ് ദർ ഇൻ പറവൂർ, കേരളത്തിലെ പറവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഹി വാസ് മേക്കിംഗ് ദ സ്പീച്ച്. ശാസ്ത്രായൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, ആ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് പറവൂർ, കേരളത്തിലെ പറവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഹി വാസ് ഡെലിവറിങ് ദ സ്പീച്ച്. ആൻഡ് ദ സ്പീച്ച് വാസ് മെയിൻലി ദ ഫോർ പ്രൊപ്പഗേഷൻ ഓഫ്
സയൻസിനെ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കുക, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, എത്രത്തോളം സയൻസ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഉണ്ട്, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ടായിരുന്നു ശാസ്ത്രായൻ. ഓക്കെ. And the mission of Shastrayan was to ensure that the preparation of about 2,000 students from different schools to make them eligible for engineers and scientists. Okay. അപ്പം ഈ ശാസ്ത്രായൻ്റെ മേജർ എയിം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മിഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? കേരളത്തിലുള്ള പല പല സ്കൂളുകളിൽ നിന്ന് ഏതാണ്ട് ഒരു 1000-ന് മേലെ അല്ലെങ്കിൽ 10,000-2000-ന് മേലെ കുട്ടികളെ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ് ഫീൽഡിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയായിരുന്നു നമ്മുടെ ശാസ്ത്രായൻ പ്രോഗ്രാം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അയ്യേ എന്തിനാ ഇപ്പം ഈ പറഞ്ഞ എഞ്ചിനീയേഴ്സിനെയൊക്കെ വേണ്ടിയിട്ട് ഇത്രയും വലിയ പ്രോഗ്രാമൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. എന്തായിരിക്കും കാരണം? അന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ആർക്കും സയൻറ്റിസ്റ്റ് ആവുക അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുക എന്ന് പറയുന്നത് അത്ര ഫ്രീക്വൻറ്റ് റാൻഡം ആയിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. അന്നൊക്കെ അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. ഒരു 100-ൽ-1 അല്ലെങ്കിൽ 1000-ൽ 5 ആളൊക്കെ ചെയ്തിരുന്ന വളരെ റയർ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ദാറ്റ് ഈസ് വൈ ഇന്നൊക്കെ നമുക്ക് ഇഷ്ടം പോലെ എഞ്ചിനീയേഴ്സ് ആണല്ലോ, എഞ്ചിനീയേഴ്സിനെ തട്ടിയിട്ട് നമുക്ക് നടക്കാൻ വയ്യ. അപ്പം ആ ഒരു കാര്യം കുട്ടികളിലേക്കൊക്കെ എസ്പെഷ്യലി കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശാസ്ത്രായൻ മെയിനായിട്ട് എയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ആൻഡ് ദെൻ എന്ത് ചെയ്തു? കലാംസ് ഇനാഗുറൽ അഡ്രസ് വാസ് ഓൺ ദ ടോപ്പിക് സയൻസ് എംപവേഴ്സ് ദി നേഷൻ. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗം, ഇനാഗുറൽ സ്പീച്ച്, സയൻസ് എംപവേഴ്സ് നേഷൻ, എങ്ങനെയാണ് ഒരു രാജ്യത്തെ സയൻസ് എംപവർ ചെയ്യുന്നത്, ശാക്തീകരിക്കുന്നത്, ശക്തി കൊണ്ടുവരുന്നത്, ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചു തന്നത്. ആൻഡ് ആഫ്റ്റർ ദി അഡ്രസ് മെനി റേസ് ദെയർ ഹാൻഡ്സ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. സാധാരണഗതിയിൽ വലിയ വലിയ ആൾക്കാരൊക്കെ വന്ന് ക്ലാസ്സൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് അവരോട് സംസാരിക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യം കിട്ടാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പലരും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കൈപൊക്കി. ആൻഡ് സം ഓഫ് ദി സ്റ്റുഡൻസ് വെർ റെഡി. ഐ മീൻ കുറച്ച് പേരൊക്കെ സെലക്റ്റഡ് ആയി. ആൻഡ് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു ടീനേജർ ഉണ്ടായിരുന്നു, ഒരു ബോയ്. ഓക്കെ. And he just said that his fear to talk to the teachers and friends. അപ്പോൾ ആ കുട്ടി പറഞ്ഞത് അവൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കാൻ ഭയങ്കര പേടിയാണ്. ബട്ട് സ്റ്റിൽ അവരുടെ അടുത്ത് പോലും സംസാരിക്കാൻ പേടിയുള്ളൊരു കുട്ടി APJ അബ്ദുൽ കലാമിൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ട്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് കൈപൊക്കി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആൻഡ് എന്തായിരുന്നു കുട്ടിയുടെ ക്വസ്റ്റ്യൻ? വാട്ട് വാസ് ഹിസ് ഡൗട്ട്? He wanted to become a marine engineer. But this is also a very important thing. നമ്മുടെ കുട്ടിക്ക് he wanted to become a marine engineer. Okay. And he was saying like, ഒരു കാലത്തും ടീച്ചേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കാത്ത, ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലും സംസാരിക്കാത്ത ഒരു കുട്ടി ചോദ്യം ചോദിക്കാൻ എഴുന്നേറ്റ് പറയുകയാണ്, എനിക്കൊരു മറൈൻ എഞ്ചിനീയർ ആവണമെന്നാണ് എൻ്റെ ഒരു താല്പര്യം. ആൻഡ് നൗ ഹി അപ്രീഷിയേറ്റഡ് ദ ബോയ് ഫോർ ആസ്കിങ് ദാറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് റിസൈറ്റഡ് എ ബ്യൂട്ടിഫുൾ പോയം നെയിംഡ് ഐ വിൽ ഫ്ലൈ. അപ്പോൾ നമ്മുടെ കുട്ടിയുടെ ചോദ്യം ഇതായിരുന്നു, ഇൻ ഓർഡർ ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആ ഒരു ഡ്രീമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം? ഒരു മറൈൻ എഞ്ചിനീയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം? എൻ്റെ ഈ ഒരു ഡ്രീമിലേക്ക് എത്താൻ വാട്ട് ഓൾ ഐറ്റംസ് ഷുഡ് ഐ do? That was his question. Okay. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് APJ അബ്ദുൽ കലാം റിസൈറ്റ് ചെയ്തത് ഒരു പോയമായിരുന്നു. ആൻഡ് ദ പോയം വാസ് ടൈറ്റിൽഡ് ആസ് ഐ വിൽ ഫ്ലൈ. അപ്പോൾ ആ ഒരു ടൈറ്റിൽ തന്നെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ടൈറ്റിലായിട്ട് വന്നിട്ടുള്ളത്. ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞ ഒരു പോയമാണ് അദ്ദേഹം റിസൈറ്റ് ചെയ്തത്. ആ പോയത്തിലൂടെ ഹി വാസ് എയിമിങ് ടു ഇൻസ്റ്റിൽ കുട്ടികളുടെ മനസ്സിലേക്ക് ഒരു ധൈര്യം, ഒരു കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ. ഇത് കണ്ടോ? കറേജ്, കോൺഫിഡൻസ്. കുട്ടികളുടെ മനസ്സിലേക്ക് അവർക്കുള്ളൊരു ആത്മവിശ്വാസവും അവർക്ക് ധൈര്യവും ഒക്കെ പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അദ്ദേഹം ശ്രമിച്ചത്. ആൻഡ് ഹി ആസ്ക്ഡ് ഹിം ടു ഫ്ലൈ യൂസിങ് ദ വിങ്സ് ഓഫ് ഗുഡ്നെസ്, ട്രസ്റ്റ്, പൊട്ടൻഷ്യാലിറ്റീസ്, ഗ്രേറ്റ്നെസ് ആൻഡ് കോൺഫിഡൻസ്. അപ്പം ഈ വിജയത്തിലേക്ക് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ വാട്ട് ഓൾ തിങ്സ് ഷുഡ് വി ഹാവ്? ഒന്ന് നമ്മുടെ ഗുഡ്നെസ്. ചിലപ്പോഴും നമുക്ക് പലപ്പോഴും വേണ്ട, അല്ലെങ്കിൽ നമ്മൾ കൈമോശം വന്നു പോകുന്ന ഒരു കാര്യമാണ്. നമ്മൾ വലിയ വലിയ ഹൈറ്റ്സിലേക്കൊക്കെ എത്തുമ്പോഴേക്കും നമ്മുടെ ഗുഡ്നെസ്, നമുക്കുള്ള നമ്മുടെ നല്ല ക്വാളിറ്റീസൊക്കെ നമ്മൾ ചിലപ്പം ഗിവ് അപ്പ് ചെയ്ത് പോകാറുണ്ട്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ വലിയ ഫിലിം സ്റ്റാർസൊക്കെ കാണുന്നത് അവർ വലിയ വലിയ നിലയിലൊക്കെ അവർ സാധാരണ നോർമൽ സ്റ്റേജിൽ നിന്നൊക്കെ പോയിട്ടുള്ളവരായിരിക്കും. പക്ഷേ കുറച്ചൊരു നിലയിലെത്തുമ്പോഴേക്കും അവർ ആൾക്കാരാകെ മാറി ഭയങ്കര ജാട, അവരുടെ പാസ്റ്റ് ലൈഫിനെ പറ്റി ഒന്നും സംസാരിക്കുകയും ചെയ്യുന്നില്ല. അവർക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യം, അവർ ദേ ആർ ഹാവിങ് എ കൈൻഡ് ഓഫ് ഇഗ്നറൻസ്, ഒരു പുച്ഛമൊക്കെയാണ് ബാക്കിയുള്ളവരോടൊക്കെ. അപ്പം ആ ഒരു ഗുഡ്നെസ് എപ്പോഴും ആൾക്കാരിൽ ഉണ്ടാവണം. ട്രസ്റ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വിശ്വാസം, ദെൻ പൊട്ടൻഷ്യൽ, നമ്മുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽസ് മുഴുവൻ യൂസ് ചെയ്ത്, കോൺഫിഡൻസ് ആസ് വെൽ ആസ് ഗ്രേറ്റ്നെസ്. And he also encouraged all of them to be unique by fighting their hardest battle in life. And he gave confidence by stressing that these things would help us to attain our goals. അപ്പോൾ അത് മാത്രമല്ല, അദ്ദേഹം എന്ത് പറഞ്ഞു? ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിൽ ഡെഫിനറ്റ്ലി ബി ഏബിൾ ടു അറ്റൈൻ അവർ ഗോൾ. അപ്പോൾ അതിലാകെപ്പാട് നമ്മൾ ചെയ്യേണ്ടത് എന്താ? യു ഷുഡ് ബി യുണീക്ക്. നിങ്ങളുടെ കാര്യങ്ങൾ നേടാൻ നിങ്ങൾക്ക് നിങ്ങളുടേതായ വഴിയുണ്ടാവും. അവൻ പോകുന്നത് ആ വഴിക്കാണ്. +2 കഴിഞ്ഞു,
അല്ല +1 കഴിഞ്ഞു, +2 കഴിഞ്ഞു, അവൻ എഞ്ചിനീയർ ആവാൻ പോവാ. അപ്പം ഞാനും എന്തായാലും നീറ്റിൻ്റെ കോച്ചിങ്ങിന് പോയാൽ നടക്കുമോ? ഹാവ് യു സീൻ ദിസ് മൂവി നൻപൻ മൂവി കണ്ട് അതിലെ കാര്യങ്ങൾ റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ? അവിടെ 3 ഫ്രണ്ട്സിനെ നമ്മൾ കാണുന്നുണ്ട്, വിജയ്, ജീവ ആൻഡ് ദി അതർ വൺ ഐ ഫോർഗോട്ട് ഹിസ് നെയിം, സോറി. ഓക്കെ, അപ്പോൾ അവിടെ 3 ഫ്രണ്ട്സ് വരുന്നുണ്ട്. വൺ വാസ് റിയലി ടാലന്റഡ് ഇൻ ദാറ്റ്. പക്ഷെ ബാക്കി 2 പേർക്കും ദേ വർ ഹാവിങ് സം അതർ പൊട്ടൻഷ്യൽസ്. ഓക്കെ, ആൻഡ് അവർ നിന്ന ആ സമയത്ത് ദേ വർ നോട്ട് ഏബിൾ ടു ടേക്ക് ആ എഞ്ചിനീയറിംഗ് എന്നുള്ള ഫീൽഡിൽ ശോഭിക്കാൻ അവർക്ക് പറ്റില്ല. ബട്ട് വെൻ ദേ ഗോട്ട് ഡൈവേർട്ടഡ് ഇൻ ടു ദെയർ ഇൻട്രസ്റ്റഡ് ഏരിയാസ് എന്ത് സംഭവിച്ചു? മാജിക്സ് ഹാപ്പൻഡ് അല്ലേ? ഒരാൾ എന്തായി? ആരായിരുന്നു ഒരാള്? വാട്ട് ഹാപ്പൻ ടു സമ്മൺ? വിജയ് അല്ലാത്ത ജീവയ്ക്കും അതുപോലെ തന്നെ ദി അതർ പേഴ്സൺ എന്തായത്? ദേ ബിക്കം വെരി ഫേമസ്. വൺ വാസ് എ ഫോട്ടോഗ്രാഫർ, റൈറ്റ്? ഒരു ഫോട്ടോഗ്രാഫറും ആൻഡ് ദി അതർ വൺ ഐ ഫോർഗോട്ട് ദാറ്റ്. No one is here, those who have seen the movie Nanban. Oh my god, I'm not getting any replies. Nanban കണ്ടിട്ടുള്ള ആൾക്കാർ ആരും ഇല്ലേ? So sorry. Okay, anyways, അപ്പോൾ അതൊന്ന് പറയട്ടാ. Let me know those 3 things through the comments-ലൂടെ വേഗം പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവത്തിലെ പോലെ തന്നെ നമ്മൾ ഏത് ഫീൽഡിലാണോ പോകുന്നത് അതിൽ വി ഷുഡ് ബി യുണീക്ക്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് വി ഷുഡ് റിയലി ഡു അവർ ബെസ്റ്റ്. അത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൺ ഇസ് ശാസ്ത്രായൻ, വാട്ട് വാസ് ദി ടോപ്പിക്, ശാസ്ത്രായൻ എവിടെയാണ്, പറവൂർ, കേരള, ഈ കാര്യങ്ങൾ. ദെൻ വാട്ട് വാസ് ദി മേജർ എയിം, എന്തായിരുന്നു അതിൻ്റെ മിഷൻ എന്നുള്ളത്, ആൻഡ് വാട്ട് ഓൾ തിങ്സ് ഷുഡ് യു ഹാവ് ഇൻ യു. അപ്പം നിങ്ങളുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാവണം എന്നുള്ള കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് എ ബിറ്റ് ലെങ്തി ചാപ്റ്റർ, കുറച്ച് ലെങ്തി ആയിട്ട് പോകുന്നൊരു ചാപ്റ്ററാണ് ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്. സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ ചാപ്റ്ററാണ്. ഇവിടെയും അതും കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. പക്ഷെ നമ്മൾ അതിനെ വളരെ ചെറിയ ചെറിയ ജസ്റ്റുകളാക്കി മേജറായിട്ടുള്ള സാധനങ്ങൾ മാത്രം ഒന്ന് നോക്കി പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, സമ്മറി മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്, ആൻഡ് ദിസ് ഇസ് റിട്ടൺ ബൈ കിറ്റി ഗെയിൽ ഫെർഗൂസൺ. ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഇത് പറയുന്നത് സ്റ്റീഫൻ ഹോക്കിങ്സിനെ പറ്റിയിട്ടാണെങ്കിലും ഇത് ആക്ച്വലി എഴുതിയിട്ടുള്ളത്, ഈ ഒരു സംഭവം എഴുതിയിട്ടുള്ളത് കിറ്റി ഗെയിൽ ഫെർഗൂസൺ ആണ്. ഓക്കെ, ആൻഡ് സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് എ ലൊക്കേഷൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ് പ്രൊഫസർ ഒക്കെ ആയിരുന്നു. ആൻഡ് ഹി വാസ് ബോൺ, അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഓക്സ്ഫോർഡിലാണ് ജനിച്ചത്. ആൻഡ് ഹിസ് പേരൻസ് വർ ഫ്രാങ്ക് ആൻഡ് ഇസബെൽ ഹോക്കിംഗ്. അച്ഛൻ്റെ പേര് ഫ്രാങ്ക്, അമ്മയുടെ പേര് ഇസബെൽ. ആൻഡ് ഹി വാസ് നോട്ട് എ പേഴ്സൺ വിത്ത് എക്സെപ്ഷണൽ ക്വാളിറ്റീസ് ഓർ എബിലിറ്റീസ് ബട്ട് എ വെരി ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫീച്ചർ എന്തായിരുന്നു? ഭയങ്കര മറ്റേ ഐൻസ്റ്റീനെ പോലെ ഭയങ്കര IQ ഉള്ള ഒരു പേഴ്സൺ ഒന്നും ആയിരുന്നില്ല. പക്ഷേ ഹിസ് ഫീച്ചർ വാസ് ഹി വാസ് വെരി ഹാർഡ് വർക്കിംഗ്. ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അധ്വാനിക്കാൻ റെഡി ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ഓക്കെ, ആൻഡ് ഹി ഗോട്ട് ഹിസ് എലിമെൻ്ററി സ്കൂൾ എഡ്യൂക്കേഷൻ ഫ്രം എ ലോക്കൽ സെയിൻറ്റ് ആൽബൻ സ്കൂൾ. എവിടെ നിന്നൊക്കെയാണ് സ്കൂളിങ്സ്? ലോക്കൽ സെയിൻറ്റ് ആൽബൻ സ്കൂൾ. ആൻഡ് അറ്റ് ദ ഏജ് ഓഫ് 8 he wanted to become a scientist. 8ാമത്തെ വയസ്സായപ്പോഴേക്കും he was having a feeling like he just wanted to become a scientist. നമ്മളൊക്കെ എത്രയാ +1 കഴിഞ്ഞു, +2 കഴിഞ്ഞു, എന്നിട്ട് നമുക്ക് എന്താ വിൽ ജസ്റ്റ് റാൻഡംലി ടേക്ക് ഒരു ഡിഗ്രിക്ക് പോകും അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ്. നമുക്ക് കറക്റ്റായിട്ടൊരു ഐഡിയ ഇല്ല അല്ലേ നമ്മൾ എന്താവണമെന്ന്. Are there any persons who are having a clear idea about their ambition? എനിക്ക് ഇന്നതാവണം എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഭയങ്കര സ്ട്രോങ്ങിൽ പറയാൻ പറ്റുന്ന ആൾക്കാർ ആരെങ്കിലും? എനിക്ക് ഡോക്ടർ അല്ലെങ്കിൽ എനിക്ക് പൈലറ്റ്, അങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മിസ്സേ എനിക്ക് ഇത് തന്നെ ആയേ പറ്റുള്ളൂ, ഞാൻ എൻ്റെ 8ാമത്തെ വയസ്സ് മുതൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെ പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഇസ് ദർ എനിവൺ? കൊച്ചിലെ മുതലേ ഞങ്ങൾ ആലോചിച്ച് വെച്ചിരിക്കുന്ന അവസ്ഥ, എനിക്ക് ഐ വിൽ ഡെഫിനറ്റ്ലി ഡു ദാറ്റ് എന്ന് പറയുന്ന എനിവൺ? എൻ്റെ ഇക്ക പഠിച്ചതോ, ഇക്ക ഇപ്പോൾ IPS ആണോ? മൈ ഗോഡ്, ദാറ്റ്സ് സോ ഗ്രേറ്റ്, കൊള്ളാലോ. അപ്പം ബാക്കിയുള്ളവരുടെ കുറച്ച് ആംബിഷൻസ് ഒക്കെ കേൾക്കട്ടെ. ഞാൻ കൊച്ചിലെ മുതൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സാധനമാണ് എനിക്കിപ്പോൾ ആവണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള ആംബിഷൻസ് ഒന്നും ആർക്കും ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഇപ്പോഴേ എയിമില്ല മിസ്സേ, ഞങ്ങൾ വെറുതെ ഇരിക്കുകയാണെന്നാണോ പറയുന്നത്? ഒരു ഡോക്ടർ, എഞ്ചിനീയറെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു, അതും കാണുന്നില്ല. പോലീസ്, ടീച്ചേഴ്സ് ഇല്ല, നോ വൺ. ഞങ്ങൾ ഇപ്പോഴേ എന്താണ് മറ്റേ മുങ്ങി തപ്പിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇനിയും കിട്ടിയിട്ടില്ല എന്നാണോ പറയുന്നത്? എപ്പോഴാണ് മിസ് 8ാമത്തെ വയസ്സ് മുതൽ ഉള്ള ഡ്രീം ചോദിക്കുന്നത് അല്ലേ?
ശരി, അപ്പം ബാക്കിയുള്ളത് ഇതിനകത്ത് വന്ന് പറയൂ കേട്ടോ. അപ്പം നിങ്ങളുടെ അംബിഷൻസ് എന്തൊക്കെയാണ്? ഇപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണേ. ബിക്കോസ് യു ആർ ഇൻ +1 +2 കൂടെ കഴിഞ്ഞ് എന്ത് ചെയ്യും, +2 കഴിഞ്ഞിട്ടേ ആലോചിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഇരിക്കണ്ട. യു വിൽ ഹാവ് ടു വർക്ക് ഹാർഡ്. ഇപ്പോഴേ ഒന്ന് തീരുമാനിച്ചു വെച്ചാൽ നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾ ആ ഒരു എയിമിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. അപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഐ വാസ് ലൈക്ക് ഓരോ വർഷം പോകുന്തോറും എയിം അല്ലെങ്കിൽ ആംബിഷൻ മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഐ ആം ആസ്കിങ് ടു യു, നിങ്ങളുടെ ആംബിഷൻ 8ാമത്തെ വയസ്സ് മുതലുണ്ടായിരുന്ന നിങ്ങളുടെ ആംബിഷൻ എന്താണെന്ന് ചോദിക്കുന്നത്. കൊള്ളാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി തിരിച്ചു പോയാലോ? എന്തൊക്കെയാണ് ബാക്കി നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ ലൈഫിൽ പഠിച്ചിട്ടുള്ളതെന്ന് നോക്കാം, അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് നോക്കാം. ഓൾ റൈറ്റ്, ഇവിടെ നോക്കിയേ. ലേറ്റർ സ്റ്റീഫൻ ഹോക്കിങ്സ് അദ്ദേഹം ഫോർ ഹിസ് കോളേജ് എഡ്യൂക്കേഷൻ ഹി ജസ്റ്റ് joined in a college in ഓക്സ്ഫോർഡിൽ ജോയിൻ ചെയ്യാണ്. ആൻഡ് ആദ്യമൊക്കെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇനീഷ്യൽ ഡേയ്സ് ഓഫ് കോളേജ് അദ്ദേഹത്തിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല. പക്ഷെ സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ഹീസ് ഗെറ്റ് ഇൻട്രസ്റ്റഡ്. ഹി ബിഗാൻ ടു എൻജോയ് തിങ്സ്. എൻജോയ്മെൻ്റ് ഒക്കെ ഉണ്ടാവാൻ തുടങ്ങി. ആൻഡ് ഹി വാസ് വെരി ഫ്രണ്ട്ലി, വെരി ലൈവ്ലി, ഭയങ്കര അടിപൊളിയായിരുന്നു. കോളേജിലൊക്കെ ചെന്നപ്പോഴേക്കും എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് പേഴ്സൺ ഒക്കെ ആയിരുന്നു. ആൻഡ് ഹി വാസ് വെരി അഡാപ്റ്റബിൾ ടു. And then what happens? All like this nature and നല്ല തമാശയൊക്കെ പറയുന്ന ടൈപ്പ് ഒരു ചങ്ങായി ആയിരുന്നു. ആൻഡ് അദ്ദേഹത്തിന് കൂടുതലും ഇഷ്ടപ്പെട്ടിരുന്നത് സയൻസ് ഫിക്ഷൻ സാധനങ്ങൾ വായിക്കാനായിരുന്നു. ആൻഡ് ഹി സ്പോർട്സിലാണെങ്കിലും ഉണ്ടായിരുന്നു. ആൻഡ് he took theoretical physics as a special subject. അടുത്ത വർഷമായപ്പോഴേക്കും, 3rd year ആയപ്പോഴേക്കും തിയറിറ്റിക്കൽ ഫിസിക്സ് ആണ് അദ്ദേഹം സെക്കൻഡ് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കംസ്, ഇനി എന്താ സംഭവിക്കുന്നത്? അദ്ദേഹത്തിന്റെ ലൈഫിലെ ഡൗൺഫോൾസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങിയത് ആ ഒരു സ്റ്റേജിന് ശേഷമാണ്. എന്താണ് സംഭവിച്ചു തുടങ്ങിയത്? ലേറ്റർ ഹി സ്റ്റാർട്ടഡ് ടു ഫേസ് പ്രോബ്ലംസ് ഇൻ ഹിസ്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഹെൽത്ത് ഒക്കെ അത്ര സുഖമായിട്ട് പോകുന്നില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി. കുറച്ച് ഫിസിക്കൽ ഡിഫോമിറ്റീസ്, ബോഡിയിൽ എന്തൊക്കെയോ കുറച്ചൊരു മാറ്റങ്ങളൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് ആദ്യമൊന്നും സ്വാഭാവികമായിട്ടും അദ്ദേഹം അതിനൊന്നും വലിയ കാര്യമായിട്ട് ജസ്റ്റ് നോർമൽ തിങ്, കുറച്ച് കഴിയുമ്പോഴേക്കും മാറുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നു അല്ലേ. പക്ഷെ എന്ത് സംഭവിച്ചു? ആൻഡ് അതങ്ങനെ അധികം വകവയ്ക്കാതൊക്കെ പോയി അദ്ദേഹം അടുത്ത പഠിത്തമൊക്കെ കഴിഞ്ഞ അടുത്ത PhD ജോയിൻ ചെയ്യാണ്, അതും കേംബ്രിഡ്ജിൽ. ഓക്കെ, ആൻഡ് അവിടെ അതോറിറ്റീസ് പറഞ്ഞു, ഇഫ് യു ആർ ഗെറ്റിംഗ് എ റാങ്ക് ഫ്രം ഓക്സ്ഫോർഡ് നിങ്ങൾക്ക് കേംബ്രിഡ്ജിൽ ജോയിൻ ചെയ്യാം. ആൻഡ് ഹി ട്രൈഡ് ഫോർ ദി സെയിം ബട്ട് ഹി റിസീവ്ഡ് എ ബോർഡർ ലൈൻ റിസൾട്ട് ഫ്രം ഓക്സ്ഫോർഡ്. അപ്പം റാങ്ക് കിട്ടുകയാണെങ്കിൽ ജോയിൻ ചെയ്യാന്ന് പറയുമ്പോൾ വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചു? എല്ലാം നടന്നോ? ഇല്ല. ഹി ഡിഡൻറ്റ് സ്കോർ ദറ്റ് റാങ്ക്. ആ റാങ്കിന്റെ തൊട്ടിപ്പുറത്ത് വരെ നമ്മളൊക്കെ എൻട്രൻസ് ഒക്കെ എഴുതി മറ്റേ 0.5 0.1 മാർക്ക് പോകാറില്ല, അതുപോലെ തന്നെ ഹി ഓൾസോ ലോസ്റ്റ്. റാങ്ക് കിട്ടിയില്ല, തൊട്ടടുത്ത് വന്നിട്ട് അവിടെ അങ്ങ് സ്റ്റക്കായി നിന്ന് പോയി. ആൻഡ് പക്ഷെ എന്ത് സംഭവിച്ചു? ഇന്റർവ്യൂവിന്റെ ബേസിൽ അദ്ദേഹം വളരെ കാലിബർ ഉള്ള ആളാണെന്ന് മനസ്സിലാക്കി അവർ അദ്ദേഹത്തെ സെലക്ട് ചെയ്തു. ആൻഡ് അവിടുത്തെ ആദ്യത്തെ വർഷം എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് വെരി ബാഡ് ഫോർ ഹിം. അത്ര ഒട്ടും തന്നെ നല്ലതല്ലായിരുന്നു. ആൻഡ് അത്ര ഓക്കെ, ആൻഡ് അവൻ ഈ പറഞ്ഞത് മാതിരി അത്ര വലിയ ഇതൊന്നും ആയിരുന്നില്ല. ഭയങ്കര എന്താണ് സുഖമുള്ള രീതിക്കൊന്നും ആയിരുന്നില്ല. ആൻഡ് ഹിസ് ഫസ്റ്റ് ഇയർ വാസ് വെരി ബാഡ്. അത് തീരെ ഒട്ടും സുഖം ഉണ്ടായിരുന്നില്ല. ആൻഡ് ഹി കുഡന്റ് അണ്ടർസ്റ്റാൻഡ് ജനറൽ റിലേറ്റിവിറ്റി. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് പല കോൺസെപ്റ്റ്സും ക്ലിയർ അല്ലായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ വീക്ക്നെസ് ഇറ്റ് വാസ് ഗെറ്റിംഗ് വീക്ക്. ഓക്കെ, എന്നിട്ട് എന്ത് സംഭവിച്ചു? വാട്ട് ഹാപ്പൻഡ് ലേറ്റർ? ആൻഡ് ഹി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ്. അപ്പോൾ ആ ഒരു അസുഖം അദ്ദേഹത്തിൽ ഡിറ്റക്ട് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള സംഭവം ഇറ്റ് വാസ് ഡിറ്റക്റ്റഡ്. ആൻഡ് ഹിയറിംഗ് ദിസ് ഫ്രം ദ ഡോക്ടർ ഹി വെന്റ് ടു ഡിപ്രഷൻ. അപ്പോൾ ഇത്രയും വലിയൊരു അസുഖം ഉണ്ടെന്ന് കേട്ടപ്പോഴേക്കും ഹി വാസ് ഡിപ്രസ്ഡ്. ആ ഒരു ഡിപ്രഷനിൽ നിന്ന് അദ്ദേഹം പൈതിയെ കരകയറുകയാണ്. ആൻഡ് ഹി വുഡ് ഓൺലി ലിവ് ഫോർ 2 years. 2 വർഷം മാത്രമേ ജീവിക്കുള്ളൂ എന്നൊക്കെ ഡോക്ടേഴ്സൊക്കെ വിലയിരുത്തുന്നുണ്ടായിരുന്നു. ബട്ട് വാട്ട് ഹാപ്പൻഡ്? മിറാക്കിൾസ് സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് പയ്യെ ഇംപ്രൂവ് ആയി വന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് കംസ് വാട്ട് ഹാപ്പൻസ് അനദർ ഫേസ്. അടുത്തൊരു ഫേസ് ആണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടാവുന്നത്. എന്താ സംഭവിക്കുന്നത്? ഒരു ലേഡി ഷീ ഈസ് കമ്മിങ് ടു നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്സ് ലൈഫ്. ആരാണ്? ഹൂ ഇസ് ദറ്റ് ലേഡി ഹൂ ഇസ് കമ്മിങ് ടു സ്റ്റീഫൻ ഹോക്കിങ്സ് ലൈഫ്? അദ്ദേഹത്തിൻ്റെ സഖിയായിട്ട് വരുന്നത് ജെയിൻ വൈൽഡ് ആണ്. ഓക്കെ, ആൻഡ് അവർ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടുപേരും നല്ല രീതിക്ക് കോമ്പാറ്റബിൾ ആയിട്ട് രണ്ടുപേരും സുഖമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്ത് പോകുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഹി ജസ്റ്റ് ഹാവ് കണ്ടിന്യൂഡ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്ത ആൾക്ക് മുന്നോട്ട് നയിക്കാൻ തുടങ്ങി. ആൻഡ് ദേ ഗോട്ട് മാരീഡ് ഇൻ ദ ഇയർ 1965. ഓക്കെ, ആൻഡ്
പേഴ്സണൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അത് കഴിഞ്ഞ ശേഷം കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഹെൽത്ത് കുറച്ചും കൂടെ വീക്ക് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങി. കുറച്ച് സ്റ്റാമറിംഗ് ഒക്കെ, സംസാരിക്കുമ്പോഴൊക്കെ അത്ര ഭംഗിയല്ലാത്ത രീതിയിൽ സംസാരമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ആൻഡ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വടിയൊക്കെ കുത്തിപ്പിടിച്ച് നടക്കേണ്ട ഒരു അവസ്ഥ വന്നു. ആൻഡ് അതിനിടയിലും അദ്ദേഹത്തിന്റെ വർക്ക് അല്ലെങ്കിൽ സെഷൻസ്, മറ്റു പരിപാടികൾ, സയന്റിഫിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അദ്ദേഹം ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഹി കെയിം ടു ബി നോൺ ആസ് എ ജീനിയസ് ആൻഡ് അനദർ ഐൻസ്റ്റീൻ. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ റിസർച്ചസും അദ്ദേഹത്തിൻ്റെ ശൈലികൾ കൊണ്ടൊക്കെ അദ്ദേഹത്തിനെ ആൾക്കാർ ജീനിയസ് എന്നും അല്ലെങ്കിൽ അനദർ ഐൻസ്റ്റീൻ എന്നൊക്കെ ആൾക്കാർ വിളിച്ചു തുടങ്ങി. ആൻഡ് ദെൻ കംസ് അദ്ദേഹം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആൻഡ് വിത്ത് ഹെൽപ്പ് ഓഫ് ബ്രൈൻ വിറ്റ്, അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾ ആയിട്ടുള്ള ബ്രൈൻ വിറ്റിൻ്റെ ഹെൽപ്പോടെ ഹി ഈസ് പബ്ലിഷിംഗ് എ ബുക്ക്. ആൻഡ് ദ ബുക്ക് വാസ് ടൈറ്റിൽഡ് ആസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. ഓക്കെ. ആൻഡ് അതിൽ ഇറ്റ് വാസ് ഹാവിങ് ലോഡ് ഓഫ് തിയറീസ്. ആൻഡ് അതിൽ ഒരുപാട് റിവൈസ്ഡ് വേർഷൻസ് ഒക്കെ വരുന്നുണ്ട്. ആൻഡ് ഇൻ 1984 അദ്ദേഹം സ്വിറ്റ്സർലൻഡിലേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ്. അവിടെ ദ ഡോക്ടർ സെഡ് ദാറ്റ് ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തി അദ്ദേഹത്തിൻ്റെ വിൻ പൈപ്പ് അത് റിമൂവ് ചെയ്യാണ്. ആൻഡ് അതിനുശേഷം വിൻ പൈപ്പ് റിമൂവ് ചെയ്തുകൊണ്ട് തന്നെ ഹി വാസ് നോട്ട് ഏബിൾ ടു ടോക്ക് എനിമോർ. സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കാര്യം പോലും ഹി ജസ്റ്റ് ഓവർകെയിം. ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് this one, a program named Equalizer with the help of Walters. അപ്പോൾ ഒരു പ്രോഗ്രാം സൃഷ്ടിച്ചെടുത്തു. ആൻഡ് ഹി വാസ് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ വേൾഡ് ത്രൂ ദിസ് പെർട്ടിക്കുലർ വൺ. ഇക്വലൈസർ വഴി വേൾഡിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ബട്ട് ഹി വാസ് ഹാവിങ് ലോഡ് ഓഫ് ഫെയ്ത്ത്. ഒരുപാട് കറേജ് ഉള്ള ഒരു മനുഷ്യനായിരുന്നു. ഈവൻ ദോ ഹി വാസ് ഹാവിങ് ലോഡ് ഓഫ് ഹഡിൽസ്, ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരുന്നിട്ടും ഹി ജസ്റ്റ് ഹാവ് ലെഡ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം വളരെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോയി. ആൻഡ് ഹി വാസ് ഹാവിങ് മേജർ ക്വാളിറ്റീസ് ലൈക്ക് ദ ഹാർഡ് വർക്ക് എന്ന് പറയുന്ന ഒരു മേജർ പോയിന്റ് ആയിരുന്നു, വിൽ പവർ ആൻഡ് എൻ ഇമ്മെൻസ് ഫെയ്ത്ത് ഇൻ ഹിംസെൽഫ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ദ ക്വസ്റ്റ് ഫോർ എവറിത്തിങ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കാനുള്ളത്. ഓക്കെ. ഹിസ് ബുക്ക്, ദ ഡിസൈപ്പിൾ ഹു ഹെൽപ്ഡ് ഹിം ആൻഡ് ദ വൺ ഹു മെയ്ഡ് ദിസ് ഈക്വലൈസർ, എന്നാണ് ജെയിൻ വെൽഡിൽ അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നത്. ഓൾ ദീസ് തിങ്സ് ഷുഡ് ബി നോട്ടഡ്. ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ലോക്കൽ സ്കൂളിംഗ് എവിടെയായിരുന്നു, കോളേജ് എവിടെയായിരുന്നു, അതിനുശേഷം എപ്പോഴാണ് ഡിഫോമിറ്റീസ് തുടങ്ങിയത്, ലാറ്ററൽ സ്ക്ലെറോസിസ് എപ്പോഴാണ് ഡയഗ്നോസിസ് ചെയ്തത്, ഡിപ്രഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ ഒരു കഥ പോലെ ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു. ഓക്കെ. ഓൾ റൈറ്റ്. നെക്സ്റ്റ് കംസ് നമ്മുടെ അടുത്ത ഒരു പോയമാണ്. നമുക്ക് എപ്പോഴും സ്ട്രെസ് ചെയ്തിട്ട് പറയാനുള്ള ഒരു പോയമാണ്. പോയം ഡിസ്കസ് ചെയ്തിട്ട് വിൽ ജസ്റ്റ് ഗോ ഫോർ ദ നെക്സ്റ്റ് ചാപ്റ്റേഴ്സ്. ഓക്കെ. അപ്പോൾ ഇത് പോയം എന്ന് പറയുമ്പോഴേക്കും പോയം ഇറ്റ് ഷുഡ് ബി വെരി ക്ലിയർ. ആ ഒരു പോയത്തിൽ എന്താണ് പറഞ്ഞത്, ഓരോ ഈച്ച് സെന്റൻസസ് ഷുഡ് ബി നോട്ടഡ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇഫ് എന്ന് പറയുന്ന പോയം ഇറ്റ്സ് ബൈ റുഡിയാർഡ് കിപ്ലിംഗ് ആൻഡ് ദിസ് ഇസ് ഇൻ ദ ഫോം ഓഫ് എൻ അഡ്വൈസ് ഗിവൻ ബൈ എ ഫാദർ ടു എ സൺ. ഒരു അച്ഛൻ മോൻ ഉപദേശം കൊടുക്കുന്ന രീതിക്കാണ് ഈ ഒരു പോയം പോയിട്ടുള്ളത്. ആൻഡ് ദിസ് ഇസ് കോൾഡ് ആസ് എ ഡൈഡാക്റ്റിക് പോയം. ഓക്കെ. ഇറ്റ്സ് കോൾഡ് ആസ് എ ഡൈഡാക്റ്റിക് പോയം. അപ്പം ഈ ഒരു പോയം എന്താണ് ഇതിനകത്ത് പറയുന്നത് എന്നുള്ളത് വിൽ ജസ്റ്റ് ഡിസ്കസ് ആൻഡ് ദെൻ വിൽ ഗോ ഫോർ ദിസ് വൺ. ഇത് വിൽ ഗോ ഫോർ ദി പോയറ്റിക് ഡിവൈസസ്. ഓക്കെ. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഇഫ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇഫ് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ അല്ലേ. ഇഫ് അങ്ങനെയാണെങ്കിൽ എന്നുള്ളൊരു മീനിങ് ആണ് ഇഫിൽ വരുന്നത്. നീ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ, അച്ഛൻ പറയാണ്, അപ്പം ഞാൻ മോൻ്റെ അടുത്ത് പറയാണ്, ഞാൻ ഈ പറയുന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി എ വെരി സക്സസ്ഫുൾ മാൻ. നിനക്ക് ഈ ലോകത്തിൽ നിന്റെ ഡ്രീംസ് എല്ലാം നിന്റെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്തൊക്കെ ഡ്രീംസ് ആണ്, എന്തൊക്കെ അഡ്വൈസസ് ആണ് ഈ അച്ഛൻ മോന് കൊടുക്കുന്നതെന്ന് നോക്കാം. ഓക്കെ. ആൻഡ് അടുത്ത് നോക്കി ഇവിടെ എന്താ നടക്കുന്നതെന്ന്. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ അബൌട്ട് യു ആർ ലൂസിങ് ദെയർസ് ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു. അപ്പോൾ ആദ്യത്തെ പറയാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള സകല മനുഷ്യന്മാരും നിങ്ങളെ ബ്ലെയിം ചെയ്യാണ്, നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയുമ്പോഴും വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു മേക്ക് യുവർ ഹെഡ്സ് അപ്പ്. നിങ്ങൾ എപ്പോഴും തല ഉയർത്തി തന്നെ നിൽക്കണം. ആരും നിങ്ങളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും ഡോണ്ട് ഫീൽ വെരി അപ്സെറ്റ്. You have to take your heads up. നിങ്ങൾ തല ഉയർത്തി തന്നെ നിൽക്കുക. നെക്സ്റ്റ് വൺ, ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് when all men doubt you but make allowance for their doubting too. അടുത്തത്, നിങ്ങളുടെ ചുറ്റുമുള്ളവർ മുഴുവൻ നിങ്ങളെ ഡൗട്ട് ചെയ്യണം. അവനെ കൊടുത്തു കഴിഞ്ഞാൽ അവനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ, പറ്റത്തില്ലേ, പറ്റുന്നില്ല എന്ന് നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അതും കേട്ടോണ്ട് നിന്നാൽ മതിയോ? നോ. അത് കേട്ടോണ്ട് നിൽക്കുന്നതിന് പകരം എന്തും കൂടെ ചെയ്യണം. യു ഹാവ് ടു മേക്ക് അലവൻസ്. ഇവർ ഈ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ എന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണം.
വെറുതെ സകല ആൾക്കാരും പറയില്ല എന്തെങ്കിലും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. അപ്പം ഇഫ് ദേ ആർ സേയിങ് സംതിങ് അബൌട്ട് യു ഹാവ് ടു ചെക്ക് ഇവർ ഈ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ എന്ന് നോക്കുക. ഇനി പറയുന്നതിൽ കാര്യമുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യുക. ദെൻ യു ക്യാൻ ജസ്റ്റ് മൂവ് ഓൺ. ഇനി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ യു ക്യാൻ ജസ്റ്റ് ബി വെരി സെൽഫ് കോൺഫിഡൻസ്. മുന്നോട്ട് ഒരു കുഴപ്പവും ഇല്ലാണ്ട് യു ക്യാൻ ജസ്റ്റ് ഗോ വിത്ത് ഇറ്റ്. ഇനി നെക്സ്റ്റ്, ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയർഡ് ബൈ വെയിറ്റിംഗ്. നിങ്ങളുടെ ലൈഫിലൊക്കെ ഒരുപാട് സമയങ്ങളിൽ നമ്മൾ വിൽ ബി ഹാവിങ് ചാൻസസ് ഓഫ് വെയിറ്റിംഗ്. ഒരുപാട് നേരം ആൾക്കാരെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ടൊക്കെ വരാം. അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട സമയം വരികയാണെങ്കിൽ ഡോണ്ട് ഗെറ്റ് ടയർഡ് ഓഫ് വെയിറ്റിംഗ്. അയ്യോ ഞങ്ങൾ കുറേ നേരം 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു മടുത്തു, പറ്റത്തില്ല. ഇനി അങ്ങനെ പറഞ്ഞ് ഡോണ്ട് ജസ്റ്റ് ബി ടയർഡ് ഓഫ് വെയിറ്റിംഗ് ഫോർ സംതിങ്. അധികം ടയർഡായി പോവരുത്. എന്നിട്ടോ നെക്സ്റ്റ് കംസ് ഓർ ബീങ് ലൈഡ് അബൌട്ട് ഡോണ്ട് ഡീൽ ഇൻ ലൈസ്. നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങളെപ്പറ്റി പലരും പല കള്ളങ്ങളും പല അപവാദങ്ങളും പറഞ്ഞു പെടുത്തും. പലരും പലതും നിങ്ങളെപ്പറ്റി പറഞ്ഞു പെടുത്തും. പക്ഷെ എന്ത് ചെയ്യരുത്, ഡോണ്ട് ജസ്റ്റ് ഡീൽ വിത്ത് ലൈസ്. നിങ്ങൾ ഒരിക്കലും ഈ പറഞ്ഞ നുണകളോടോ ലൈസുമായിട്ടോ ഡീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇനി ഓർ ബീങ് ഹേറ്റഡ് ഡോണ്ട് ഗിവ് വേ ടു ഹേറ്റിംഗ്. ഒരു പക്ഷേ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ ദേ വിൽ ബി ഹേറ്റിംഗ് യു, ബട്ട് ഡോണ്ട് ജസ്റ്റ് ഗിവ് വേ ടു ഹേറ്റിംഗ്. നിങ്ങൾ ആൾക്കാരെ ഹേറ്റ് ചെയ്യാൻ പോവോ അല്ലെങ്കിൽ അതിനുള്ള ചാൻസസോ നിങ്ങളായിട്ട് ഒരിക്കലും ഉണ്ടാക്കരുത്. ഓക്കെ. ആൻഡ് യെറ്റ് ഡോണ്ട് ലുക്ക് ടു ഗുഡ് നോട്ട് ടോക്ക് ടു വൈസ്. അപ്പോൾ നിങ്ങൾ എന്താ സാധാരണക്കാരുടെ ഇടയിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഡോണ്ട് ജസ്റ്റ് മേക്ക് യുവർ സെൽഫ് സംതിങ്. വലിയ തീരെ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത കുറച്ച് ട്രൈബൽസിൻ്റെ അടുത്ത് നിങ്ങൾ പോയിട്ട് യു ആർ സ്പീക്കിംഗ് വെരി പോഷലി ഇൻ ഇംഗ്ലീഷ്, ഭയങ്കര അടിപൊളിയായിട്ട് ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അവരുടെ കൂടത്തിൽ നിൽക്കുമ്പോഴേക്കും യു ഹാവ് ടു കീപ് അറ്റ് പാർ വിത്ത് ദം. അവരുടെ ഒപ്പത്തിന് നിൽക്കണം. അവിടെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നിങ്ങൾ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇഫ് യു ആർ വിത്ത് ദ പെർട്ടിക്കുലർ പീപ്പിൾ അവരുടെ ലെവലിനനുസരിച്ച് യു ഹാവ് ടു ബിഹേവ്. ഓക്കെ. അപ്പോൾ ദീസ് ആർ ദി ഫസ്റ്റ് അഡ്വൈസസ് ഗിവൻ ബൈ ദ ഫാദർ. അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങൾ ചെയ്യണം. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ, അടുത്തത് നോക്കിക്കേ. ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. അടുത്തത് ഡ്രീംസ്. എല്ലാവരും നമുക്ക് വിൽ ഹാവ് ലോഡ് ഓഫ് ഡ്രീംസ്. ഒരുപാട് ഡ്രീംസ് നമുക്കുണ്ട്. ആൻഡ് എന്താ സംഭവിക്കുന്നത്, ഇവിടെ നമുക്ക് ഡ്രീംസ് ഉണ്ടോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മളടുത്ത് പറയുന്നുണ്ട് ഡോണ്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. എന്താ സംഭവം? ഡ്രീംസിന് നിങ്ങൾക്ക് ഡ്രീംസ് ഉണ്ടാവാം, പക്ഷെ അതിന് നിങ്ങളുടെ മാസ്റ്റർ ആവാൻ അനുവദിക്കരുത്. അത് നിങ്ങളെ കയറി ഭരിക്കാൻ അനുവദിക്കരുത്. എന്തായിരിക്കും അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? അവിടെ ഉദ്ദേശിക്കുന്നത് ഡ്രീംസ് നിങ്ങൾക്ക് ഉണ്ടാവും, അതിനെ നിങ്ങൾ മാസ്റ്റർ ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ യു വോണ്ട് ബി വർക്കിംഗ് ഫോർ ദാറ്റ്. നിങ്ങളെ ഡ്രീംസാ എനിക്ക് ഇന്ന ഡ്രീമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം? വിൽ ഹാവ് ടു പുട്ട് ആർ എഫേർട്സ്. അതൊക്കെ ആ ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പരമാവധി ട്രൈ ചെയ്യണം. അല്ലാണ്ട് എനിക്ക് ഇന്ന ഡ്രീമാണ് ഉണ്ടെന്ന് വലിയ പോഷടിച്ചൊന്നും നടന്നിട്ട് കാര്യമില്ല. വിൽ ഹാവ് ടു വർക്ക് ഇൻ ഓർഡർ ടു ഗെറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ഡ്രീം. അപ്പം നമ്മൾ വർക്ക് ചെയ്യണം. വെറുതെ ഡയലോഗ് അടിച്ചിട്ട് മാത്രം കാര്യമില്ല, ഡയലോഗിൽ കാര്യമില്ല. ഓക്കെ. ആൻഡ് ഇഫ് യു ക്യാൻ തിങ്ക് ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം. എഗെയിൻ എന്താ, നമുക്ക് തിങ്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അല്ലേ? ആനിമൽസിനും ബേർഡ്സിനും ഒന്നും ഇല്ലാത്തൊരു കപ്പാസിറ്റി നമുക്കുണ്ട്. ദാറ്റ് ഇസ് തിങ്കിങ്. ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, പകരം എന്ത് ചെയ്യണം? അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയും കൂടെ ചെയ്യണം. വെറുതെ ചിന്ത മാത്രം ആയിക്കൊണ്ടിരുന്നാൽ നമ്മൾ മറ്റേ ഏത് നേരവും എന്തിലായിരിക്കും? സ്വപ്നലോകത്തായിരിക്കും. ചിന്തയൊന്നും ഉണ്ടാവത്തില്ല, ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മൾ വർക്ക് ചെയ്യത്തില്ല. ഓക്കെ. അപ്പം അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. And next comes a very important line. If you can meet with triumph and disaster and treat those two imposters just the same. ഇനി അടുത്ത് പറയാണ്, നിങ്ങളുടെ ലൈഫിൽ യു വിൽ ബി ഹാവിങ് ട്രയംഫ് ആസ് വെൽ ആസ് ഡിസാസ്റ്റർ. വാട്ട് ഡസ് ദിസ് മീൻ? ട്രയംഫും ഡിസാസ്റ്ററും. എന്താ ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്? വൺ ഈസ് സക്സസ്. നമ്മുടെ ലൈഫിൽ വരുന്ന സക്സസ്, നമുക്ക് ഉണ്ടാവുന്ന സക്സസിനെ പറ്റിയിട്ടാണ് അത് ട്രയംഫ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ദിസ് ഡിസാസ്റ്റർ? നമ്മുടെ ലൈഫിൽ ഉണ്ടാവാക്കാവുന്ന ഫെയിലിയേഴ്സ്, പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തോൽവികൾ. സക്സസ് ആൻഡ് ഡിസാസ്റ്റർ. ഓക്കെ. ആൻഡ് ദേ ആർ കോൾഡ് ആസ് ഇമ്പോസ്റ്റേഴ്സ്. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ഇമ്പോസ്റ്റർ? ഇമ്പോസ്റ്റർ എന്ന് പറയുന്നത് ദേ ആർ കോൾഡ് ആസ് ചീറ്റേഴ്സ്. ചീറ്റേഴ്സ് ആണെന്നാണ് പറയുന്നത്. വൈ ദേ ആർ കോൾഡ് ആസ് ഇമ്പോസ്റ്റേഴ്സ് ഓർ ചീറ്റേഴ്സ്? എന്തുകൊണ്ടാണ് ചീറ്റേഴ്സ് എന്ന് വിളിക്കുന്നതിന് കാരണമുണ്ട്. ബിക്കോസ് നമ്മൾ വിചാരിക്കും നമുക്കൊരു വിജയം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനെല്ലാം തികഞ്ഞു, എനിക്കിനി ഒന്നും വേണ്ട. വിൽ ദാറ്റ് ബി സ്റ്റേയിങ് ഫോർ എവർ? നമുക്കൊരു ജയം കിട്ടിക്കഴിഞ്ഞാൽ അത് ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ടാവുമോ? 10th പാസ്സായി ഫുൾ A+ കിട്ടി, ആ വിജയം നമ്മുടെ കൂടത്തിൽ കാലാകാലം ഉണ്ടാവുമോ? ഇല്ല. നമുക്ക് അത് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേ നമുക്ക് ആ ഒരു സംഭവം ഉണ്ടാവുള്ളൂ. പിന്നീട് നമുക്ക് എന്ത് വരുന്നുണ്ട്? +1 വരുന്നുണ്ട്, +2 വരുന്നുണ്ട്. വി ആർ ഹാവിങ് അടുത്ത ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വാട്ട് ഷുഡ് വി ഡു? അവിടെയൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അല്ലേ?
അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ലൈഫിൽ വിജയവും പരാജയവും ഒക്കെ ഉണ്ടാവും, പക്ഷെ അതൊരിക്കലും കണ്ടിന്യൂസ് അല്ല, അത് ഫുള്ളായിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. ഓൾ റൈറ്റ്, അപ്പോൾ ഇവിടെ നോക്കിക്കേ, അപ്പോൾ അതുകൊണ്ടാണ് they are called as cheaters. And then next comes, if you can bear to hear the truth you have spoken, twisted by knaves to make a trap for tools. A trap for fools. ഇവിടെ പറയാണ്, നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴും സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, നല്ല നല്ല കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള നിങ്ങളെ ഇഷ്ടമല്ലാത്ത ഡിസോണസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. ആൻഡ് they'll be just making, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിച്ച് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് എതിരെയായിട്ട് പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുമ്പോൾ വാട്ട് ഷുഡ് ബി ദർ, നിങ്ങൾ ഇതൊക്കെ കേൾക്കാൻ അല്ലെങ്കിൽ ഇതൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു കറേജ് ഇറ്റ് ഷുഡ് ബി വിത്ത് യു. ഓക്കെ, സോറി ടു ഡിസ്റ്റർബ് യു, ഇടയ്ക്ക് ചെറിയ ചെറിയ കഫിങ് പ്രോബ്ലംസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, അപ്പോൾ നിങ്ങൾ ആൾക്കാർ നിങ്ങളെപ്പറ്റി പറയുന്നത് കേൾക്കാൻ, അത് സത്യമാണെന്നല്ല, പക്ഷെ ആൾക്കാർ പറയുമ്പം അത് കേൾക്കാനുള്ള ഒരു ശക്തി, ഒരു ധൈര്യം, ഇറ്റ് ഷുഡ് ബി ദർ വിത്ത് യു. ഓക്കെ, അടുത്ത നോക്കിക്കേ, or watch the things you gave your life to broken and stoop and build them up with worn out tools. അപ്പോൾ നിങ്ങൾ കുറേ കാലമായിട്ട് വലിയ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരുപാട് നാളായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നീറ്റ് എക്സാം തന്നെ എടുത്തു, ഒരു വർഷം നിങ്ങൾ റിപ്പീറ്റിനൊക്കെ പോയി, നിങ്ങൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു, പക്ഷെ എന്ത് സംഭവിച്ചു, നിങ്ങൾ എക്സാം എഴുതി കിട്ടിയില്ല, ഒരു 2 റാങ്കൊക്കെ കുറഞ്ഞു പോയി, നിങ്ങൾ വിചാരിച്ച പ്രൊഫഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, ആ ഒരു കോഴ്സിലേക്ക് പോകാൻ നിങ്ങൾക്ക് പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ എത്രയോ കാലമായിട്ട് കൊണ്ടുവന്ന സ്വപ്നങ്ങൾ ഇറ്റ് ജസ്റ്റ് ഹാവ് സ്കാറ്റേർഡ്, അല്ലെങ്കിൽ അത് ഇല്ലാണ്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ വാട്ട് യു ഹാവ് ടു ഡു, എന്ത് ചെയ്യണം, അയ്യോ എൻ്റെ എല്ലാം പോയെന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരുന്നാൽ മതിയോ, പോരാ, പകരം എന്ത് ചെയ്യണം, വാട്ട് ഷുഡ് വി ഡു, ആ പോയ ഡ്രീംസിനെ വിൽ ഹാവ് ടു സ്റ്റൂപ്പ് ആൻഡ് ബിൽഡ് ദം അപ്പ് വിത്ത് വോൺ ഔട്ട്. നമ്മൾ വീണ്ടും വിൽ ഹാവ് ടു ഗോ ഫോർ എ റിപ്പീറ്റഡ് വൺ. ശരിക്കും നിങ്ങൾ അതിനെ എയിം ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പോയെങ്കിൽ പോട്ടെ, നമുക്കിനിയും നെക്സ്റ്റ് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഇന്നത്തെ ജനറേഷൻ, നമ്മുടെയൊക്കെ ജനറേഷൻ ചെയ്യുന്നത് എന്താ, അയ്യോ എൻ്റെ ഒന്ന് പോയി, മാർക്ക് കിട്ടിയില്ല, ഓ മൈ ഗാഡ് ഐ എം ഗോയിങ് ടു കമ്മിറ്റ് സൂയിസൈഡ്, തീർന്നു. അവരുടെ ഡ്രീംസിന് വിലയില്ല. ഇത്രയും കാലം നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന പാരൻസ് പോവാതേനാവും, എന്തേ 10ാം ക്ലാസ് വരെയും +2 വരെയും ഡിഗ്രി അല്ലെങ്കിൽ ജോലി വരെ ആക്കി കൊടുത്ത് നൗ ദേ ആർ കമ്മിറ്റിംഗ് സൂയിസൈഡ്. അപ്പം ദാറ്റ് ഷുഡ്ന്റ് ബി ദി ആറ്റിറ്റ്യൂഡ്. ഒരു പ്രാവശ്യം പോയെങ്കിൽ പോട്ടെ, വി ഹാവ് ദ നെക്സ്റ്റ് ടൈം. ഓക്കെ, അപ്പോൾ അത് നെക്സ്റ്റ് വി ആർ ഗോയിങ് ഫോർ ദ നെക്സ്റ്റ് സ്റ്റാൻസ. അടുത്ത സ്റ്റാൻസയിൽ എന്താ പറയുന്നത്, if you can make one heap of all your winnings and risk it on one turn of pitch and toss. അപ്പോൾ നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടെ, വിന്നിങ്സ്, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ ഒരൊറ്റ ഗെയിമിന് വേണ്ടി, ഒരൊറ്റ കാര്യത്തിന് വേണ്ടി നിങ്ങൾ റിസ്ക് ചെയ്യാൻ തയ്യാറാണോ? ഇഫ് യു ആർ റെഡി ടു റിസ്കുകൾ എടുത്താൽ മാത്രമേ നമ്മുടെ ലൈഫിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാവും, അല്ലേ? ഒരു സ്മൂത്തായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പോവും, അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടേ, ബട്ട് വി വോണ്ട് ബി ഹാവിങ് എനി ഹയർ പോയിന്റ്സ്. നമ്മുടെ ലൈഫ് അത്ര നല്ല ബിഗർ പോയിന്റിലേക്ക്, ഹൈ സക്സസിലേക്ക് ഒന്നും നമ്മൾ എത്തില്ല. അപ്പോൾ റിസ്കുകൾ എടുക്കണം. ആൻഡ് ഈ പിച്ച് ആൻഡ് ടോസ് എന്ന് പറയുന്നത് എന്താ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഗാംബ്ലിംഗ്, ഒരു ടൈപ്പ് ഓഫ് സിംബലിസം ആണ് അവിടെ വരുന്നത്. ഒരു ഗാംബ്ലിങ്ങിനെയൊക്കെ, അതായത് ഒരു ഗെയിം, ചൂതുകളി എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഈ റമ്മി എന്നൊക്കെ കേട്ടിട്ടില്ലേ, നമ്മൾ ഓൺലൈൻ ചെസ് അല്ലെങ്കിൽ ഓൺലൈൻ റമ്മി കളികളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അവിടെ കുറേ പൈസ വെച്ചിട്ട് വി ആർ ജസ്റ്റ് പ്ലേയിങ് അറ്റ് എ റിസ്ക്. അപ്പം അതുപോലെ ഒരു ഗെയിമിനെയാണ് പിച്ച് ആൻഡ് ടോസ് എന്നുകൊണ്ടാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ലൂസ് ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ്. അപ്പം ചിലപ്പം അതിൽ നിങ്ങൾ ഫെയിലായി, റിസ്ക് ചെയ്ത് നിങ്ങൾ വെച്ചു, അതിൽ ജയിക്കുകയും ചെയ്യാം, പരാജയപ്പെടുകയും ചെയ്യാം. ആൻഡ് വാട്ട് ഇഫ് യു ലൂസ്, നിങ്ങൾ ലൂസ് ചെയ്തു, പക്ഷെ പ്രശ്നമില്ല, യു ക്യാൻ ജസ്റ്റ് സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. വീണ്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. അയ്യോ എൻ്റെ എല്ലാം പോയി, ഇനി എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്, പകരം വിൽ ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. ആൻഡ് എന്ത് ചെയ്യണം, അത് വെറുതെ മാത്രം ചെയ്താൽ പോരാ, നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്. ചിലർക്കൊരു ശീലമുണ്ട്, എന്തെങ്കിലും ഒന്ന് ലൈഫിൽ സംഭവിച്ചു, വരുന്നവരോടും പോകുന്നവരോടും മുഴുവൻ അയ്യോ എനിക്ക് അങ്ങനെ പറ്റി, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഞാൻ ഇന്നതൊക്കെ ആയിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശീലമുണ്ട്. ഓക്കെ, പക്ഷെ ഡോണ്ട് ജസ്റ്റ് സേ എനിത്തിങ് അബൌട്ട് യുവർ ലോസ്. നിങ്ങൾക്ക് കൈവിട്ട് പോയതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നോ, നത്തിങ് വോണ്ട് ഹാപ്പൻ, അല്ലേ? അപ്പം യു വിൽ ജസ്റ്റ് ഹാവ് ടു കീപ്പ് ഓൺ വിത്ത് ദീസ് തിങ്സ്. നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് ഇനി വരുന്നതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ. If you can force your heart, nerve and sinew to serve your turn long after they are gone
അപ്പോൾ ഈ ഹാർട്ട് നെർവ് ആൻഡ് സിന്യൂ എന്നൊക്കെ പറയുന്നത് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദി എൻറ്റയർ ബോഡി, നിങ്ങളുടെ ബോഡി. അവിടെ ഇറ്റ് ക്യാൻ സ്റ്റാൻഡ് ഫോർ മോട്ടിവേഷൻ, സെൽഫ് കോൺഫിഡൻസ് ആൻഡ് വിൽ പവർ. 3 ആൾക്കാരെ പറഞ്ഞിട്ട് ഹാർട്ട് നെർവ് ആൻഡ് സിന്യൂ, motivation, self-confidence and willpower. And if you can force your heart nerve, the entire body, to serve your turn long after they are gone. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾ സകലമാന കാര്യങ്ങളും തീർന്നു, നിങ്ങൾക്ക് യാതൊരു കോൺഫിഡൻസും ഇല്ലാതിരിക്കുന്ന സമയത്തും യു ഷുഡ് മേക്ക് യുവർ ബോഡി ആൻഡ് മൈൻഡ് ഫീൽ ലൈക്ക് എനിക്ക് ഒരു പ്രാവശ്യം കൂടെ ചെയ്ത് നോക്കാൻ പറ്റും. ഡോണ്ട് ഗെറ്റ് ഡിപ്രസ്ഡ്. പെട്ടെന്ന് തന്നെ ഒരിക്കലും ഡിപ്രസ്ഡ് ആയിട്ട് പോവാതിരിക്കാൻ നോക്കുക. ആൻഡ് so hold on when there is nothing in you except the will which says to them hold on. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും ഇല്ലാന്ന് നിങ്ങൾ തോന്നുന്നത്, പൈസ ഇല്ല കയ്യിൽ 5 പൈസ ഇല്ല, നിങ്ങളുടെ ആരോഗ്യം അത്ര പോരാ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് നിങ്ങളുടെ കൂടെ കയ്യിൽ പറയത്തക്കതായിട്ട് ഒരു സാധനമില്ല, ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അല്ലാണ്ട്. എന്നാലും വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ, സ്റ്റിക്ക് ഓൺ ടു എ വേർഡ് ഹോൾഡ് ഓൺ. എന്താ ഹോൾഡ് ഓൺ? അവിടെ നിൽക്കുക. അതായത് നമുക്ക് എപ്പോഴും നമ്മുടെ അവസ്ഥകൾ ഒരേപോലെ ആയിരിക്കില്ല, ഇന്നത്തെ പോലെ ആയിരിക്കില്ല നാളെ. ഇന്ന് ചിലപ്പോൾ നമ്മൾ അടിപൊളി ലാലല്ല പാടി നടക്കുന്നുണ്ടാവും, അടുത്ത ദിവസം മേ ബി വിൽ ക്യാൻ ബി ദർ ഇൻ എ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ചിലപ്പോൾ തട്ടിപ്പോയെന്നും വരാം അല്ലേ. അപ്പോൾ ജസ്റ്റ് സ്റ്റിക്ക് ഓൺ ടു ദിസ് വേർഡ് ഹോൾഡ് ഓൺ. നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്, ജസ്റ്റ് ഹോൾഡ് ഓൺ, ഒന്ന് നിർത്തൂ, അല്ലെങ്കിൽ തിങ്സ് ക്യാൻ ചേഞ്ച്. മനുഷ്യൻ്റെ ലൈഫാണ്, സാധനങ്ങൾക്ക് മാറ്റം വരാം. ആ ഒരു കാര്യത്തോട് സ്റ്റിക്ക് ഓൺ ചെയ്യുക, ഹോൾഡ് ഓൺ. ഇനിയോ അടുത്ത ലാസ്റ്റ് പാരഗ്രാഫ്, ലാസ്റ്റ് സ്റ്റാൻസയാണ് if you can talk with crowds and keep your virtue, or walk with kings nor lose the common touch. അപ്പോൾ അവിടെ ഇതാ ഹിയർ ഇസ് എൻ എക്സാമ്പിൾ. ഒരു കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് പറയുന്നത്. ഇഫ് യു ക്യാൻ വാക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ് യുവർ വെർച്യു, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ കൂടെ നടക്കുകയാണ്. ചിലപ്പം ഇഫ് യു ആർ വാക്കിംഗ് വിത്ത് സം ബാഡ് ഫ്രണ്ട്സ്, നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് അത്ര നല്ലതല്ലാത്ത കുറച്ച് കമ്പനി ഉണ്ട്, അവരുടെ കൂടെ നടക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ യു ഹാവ് ടു കീപ് യുവർ വെർച്യു. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വെർച്യു, ഒരു നന്മ, ഒരു ഗുഡ്നെസ്, ഇറ്റ് ഷുഡ് ബി വിത്ത് യു. ആരുടെ കൂടെ നിങ്ങൾ പോയിക്കാം? നമ്മുടെ സമൂഹമൊക്കെ എന്താ അപ്പോൾ? ഈസ് ഇറ്റ് വെരി ഗുഡ്? ഭയങ്കര അടിപൊളിയായിട്ട് പോകുന്ന സമൂഹമാണോ നമുക്കുള്ളത്? നോ, നെവർ. പകരം നമ്മൾ എവിടെ നോക്കിയാലും കൊല്ലല്, കൊലപാതകമേ, കക്കല്, മോഷണം, നല്ല കാര്യങ്ങൾ കേൾക്കാൻ വളരെ കുറവാണ്. ഡെഫിനറ്റ്ലി തിങ്സ് ആർ ദർ, പക്ഷെ എന്നാലും നമ്മൾ കേൾക്കുന്ന ന്യൂസസ് എല്ലാം നെഗറ്റീവ് ആണ്. ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദം ആർ നെഗറ്റീവ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലും ഡോണ്ട് ലൂസ് യുവർ വെർച്യു. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഗുഡ്നെസ് ഒരിക്കലും ലൂസ് ചെയ്യരുത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഓർ വാക്ക് വിത്ത് കിങ്സ് നോർ ലൂസ് എ ടച്ച് വിത്ത് കോമൺ പീപ്പിൾ. അതായത് നിങ്ങൾ വലിയൊരു ഫേമസ് പേഴ്സൺ ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കോണ്ടാക്റ്റ് ഒക്കെ ഉള്ള ഭയങ്കര സെലിബ്രിറ്റി കൈൻഡ് ഓഫ് ഒരു മനുഷ്യനായേക്കാം. പക്ഷെ എന്നാലും എന്ത് ചെയ്യരുത്? സാധാരണക്കാരുമായിട്ടുള്ള ആ ഒരു ബന്ധം ഒരിക്കലും വിട്ട് കളയരുത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇഫ് നെയ്തർ ഫോഴ്സ് നോർ ലവിംഗ് ഫ്രണ്ട്സ് ക്യാൻ ഹേർട്ട് യു. അടുത്ത കാര്യം ഓർത്തിരിക്കണം, നിങ്ങളുടെ എനിമീസിനെ നിങ്ങളെ ഉപദ്രവിക്കാൻ പറ്റും, അവർ നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ കൂടത്തെ നടക്കുന്നവർക്ക് നിങ്ങളെ വഞ്ചിച്ച് നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഇഫ് ഓൾ മെൻ കൗണ്ട് വിത്ത് യു ബട്ട് നൺ ടു മച്ച്. നിങ്ങളുടെ കൂട്ടത്തിൽ പലരും ഉണ്ടാവും, പക്ഷേ ഈ പറയുന്ന മാതിരി എല്ലാവരും കൂടെ ഉണ്ടാവും ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ആരോട്ടില്ലാതാനും. ഓക്കെ, and then if you can fill the unforgiving minute with 60 seconds worth of distance run. But the next thing is that it talks about the importance of time. നിങ്ങളുടെ ലൈഫിൽ ടൈം എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. വെറുതെ അനാവശ്യമായിട്ട് അവനെയും ചൊറിഞ്ഞ് ഇവനെയും ചൊറിഞ്ഞ് അവിടെയും പോയി കമൻറ്റ് ഇട്ട് ഇവിടെയും വന്ന് കമൻറ്റ് ഇട്ട് അങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ഇസ് വാല്യുബിൾ ഫോർ us. നമ്മളിപ്പോൾ കളയുന്ന മിനിറ്റ് അല്ലെങ്കിൽ തൊട്ട് മുന്നേ കളഞ്ഞ സമയം we won't get back. കഴിഞ്ഞത് കഴിഞ്ഞു, നമുക്ക് ഇനി അയ്യോ ആ സമയം ഒന്നും ഇങ്ങോട്ട് കിട്ടുമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ എക്സാമിനൊക്കെ റിസൾട്ടൊക്കെ കാണുമ്പോൾ ഒരിത്തിരി നേരം കൂടെ ഞാൻ ആ ഭാഗം ഒന്ന് നോക്കുമായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പം ഒരു 90 above കയറിപ്പോയേനെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. വിൽ ഹാവ് ടു യൂട്ടിലൈസ് ടൈം വൈസ്ലി. ഓക്കെ, ആൻഡ് യോഴ്സ് ഇസ് ദ എർത്ത് ആൻഡ് എവറിത്തിങ് ദാറ്റ്സ് ഇൻ ഇറ്റ്. അപ്പം നിങ്ങൾ ഇതൊക്കെ ചെയ്ത് ഈ മേലെ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്ത് സംഭവിക്കും? ഈ എർത്ത്, ഈ ഭൂമി നിങ്ങളുടേതായിരിക്കും. ഭൂമി നിങ്ങളുടെ കയ്യിലേക്ക് വെച്ച് തരുന്നതാണോ പറയുന്നത്? പകരം അല്ല, നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങളുടെ ഡ്രീംസ് എന്താണോ, നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, അതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ആൻഡ് വിച്ച് ഇസ് മോർ യു വിൽ ബി എ മാൻ മൈ സൺ. അപ്പോൾ ഇതെല്ലാം ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? യു വിൽ അൾട്ടിമേറ്റ്ലി ബി എ വെരി സക്സസ്ഫുൾ മാൻ. ഓക്കെ, hope this one is actually clear for you. ഇത് വലിയ കുഴപ്പമില്ലാന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദിസ് ഇസ് എ ഫോം ഓഫ്, ഈ താഴത്തത് കേട്ട മാൻ മൈ സൺ, ഒരു അച്ഛൻ മോനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്ട്രക്ചറിലാണ് all the entire poem is going on. Hope this one is actually clear for you. Okay, അപ്പം നമുക്ക് ഇതിൽ ഇനി മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇറ്റ്സ് ഡൈഡാക്ടിക് പോയം. അതായത് ഡൈഡാക്ടിക് പോയം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഇറ്റ് ഇസ് ലൈക്ക് എ മോറൽ ലെസൺ. ഒരു അച്ഛൻ മോനെ ഉപദേശിച്ചു കൊടുക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇറ്റ് ഇസ് കോൾഡ് ആസ് എ ഡൈഡാക്ടിക് പോയം. Okay. Anyway, what is its rhyme scheme?
ഇതിൻ്റെ റൈം സ്കീം എന്താണ്? It has followed a rhyme scheme A B A B C D C D. ഓക്കെ, അപ്പോൾ ആ റൈം സ്കീം ഒക്കെ നോർത്തൊക്കെ നമ്മൾ അപ്രിസിയേഷൻ എഴുതാനൊക്കെയാണ് വരുന്നതെങ്കിൽ A B A B C D C D. ഓക്കെ, അപ്പോൾ റൈം സ്കീം A B A B C D C D ആണ്. ആൻഡ് വാട്ട് ആർ ദ സിംബൽസ്? ഒരു സിമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൺ ഇസ് ദിസ് പിച്ച് ആൻഡ് ടോസ്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിച്ച് ആൻഡ് ടോസിൻ്റെ കാര്യം പറഞ്ഞേക്കും. ഐ ജസ്റ്റ് ഹാവ് ഗിവൻ യു ആൻ ഐഡിയ ലൈക്ക് ദിസ് ഇസ് ആക്ച്വലി എ സിമ്പിൾ. ഒരു സിമ്പിൾ ആണെന്ന് ഐ ജസ്റ്റ് ഹാവ് ടോൾഡ് യു. ആൻഡ് ഇനി വേറെ സിമ്പിൾസ് എന്തൊക്കെയാണുള്ളത്? ഇഫ് യു ക്യാൻ വാക്ക് വിത്ത് കിങ്സ്, ഇതും ദിസ് ഇസ് ഓൾസോ എ സിമ്പിൾ. ദിസ് ഇസ് ഓൾസോ എ സിമ്പിൾ. എന്താണ് ഇവിടെ സിമ്പിൾ ആണെന്ന് പറയുന്നത്? ഈസ് വാക്ക് വിത്ത് കിങ്സ് രാജാക്കന്മാരുടെ കൂടെ നടക്കുന്നതാണോ? അല്ല. ഇഫ് യു ഹാവ് ദാറ്റ് ഫേമസ്, ഐ മീൻ ഒരു പോപ്പുലാരിറ്റി ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ പവർ ഉണ്ട്, അങ്ങനെയുള്ള ആൾക്കാരാണ് എന്നുള്ളതെങ്കിൽ ആ ഒരു സിംബലിസം ആണ് അവിടെ വരുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഇനി എന്തൊക്കെയാ വരുന്നത്? അനഫറ. വാട്ട് ഇസ് ദിസ് അനഫറ? റെപ്പറ്റേഷൻ. ഇവിടെ എല്ലാത്തിലും ഈ റെപ്പറ്റേഷൻ ആണ് വരുന്നത്. ഇഫ് യു ക്യാൻ. ഈ ഇഫ് യു ക്യാൻ ആണ് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പോകുന്നത്. സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ അനഫറ. ഓക്കെ, സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ അനഫറ. ഇനി ഏതൊക്കെയാണ് പോയറ്റിക് ഡിവൈസസ് ഉള്ളത്? ക്യാൻ എനിവൺ സേ എനി വൺ ഓഫ് ദം? ഓക്കെ ഓക്കെ, അപ്പം അനഫറ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഇനി എന്താ വരുന്നത്? പെർസണിഫിക്കേഷൻ. ലോട്ട് ഓഫ് പെർസണിഫിക്കേഷൻ എക്സാമ്പിൾസ് ആർ ദർ. ക്യാൻ എനിവൺ സേ എനി ഓഫ് ദി എക്സാമ്പിൾസ്? പെർസണിഫിക്കേഷൻ എക്സാമ്പിൾസ് ആർക്കൊക്കെയൊന്ന് പറയാൻ പറ്റുക? ഒന്നാമത്തെ I'll just say for you. One is this unforgiving minute. നമുക്ക് ഇവിടെ unforgiving minute പറഞ്ഞിട്ടുണ്ട്. ഈ മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കില്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ പെർസണിഫിക്കേഷൻ. അൺഫോർഗിവിംഗ് പെർസണിഫിക്കേഷൻ. ഇനി അതല്ലാണ്ട് വേറെ ഏതെങ്കിലും പെർസണിഫിക്കേഷൻ്റെ എക്സാമ്പിൾസ് ഉണ്ടോ? നമ്മുടെ ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ, ഇതിനെയും ഇറ്റ്സ് ഓൾസോ കൺസിഡർഡ് ആസ് എ ചീറ്റർ. അപ്പൊ ചീറ്റർ ശരിക്കും പറഞ്ഞാൽ അതിനാവാൻ പറ്റുമോ? ഇല്ല. സോ ഇറ്റ് ഈസ് ഗെറ്റിംഗ് പെർസണിഫൈഡ്. ദിസ് ഇസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ personification. Okay, yes, very good, Alan. Unforgiving minute, triumph and disaster. Any അതല്ലാണ്ടോ ഏതെങ്കിലും ഉണ്ടോ? ഇത് വാട്ട് അബൌട്ട് ദിസ് വൺ? ഡ്രീംസ് യുവർ മാസ്റ്റർ. ശരിക്കും ഡ്രീംസ് നമ്മുടെ മറ്റേ മാസ്റ്റർ ആയിട്ടിരിക്കുന്ന ആളാണോ? അല്ല. ഇറ്റ് ഈസ് ഓൾസോ പെർസണിഫൈഡ്. നിങ്ങളുടെ യജമാനനാക്കാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, സോ ദിസ് ഇസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ പെർസണിഫിക്കേഷൻ. ആൻഡ് എന്താ ഈ ഹോൾഡ് ഓൺ എന്ന് പറയുന്നത്? ഓക്കെ, യാ, വെരി ഗുഡ് അലൻ, യു ആർ ഓൾസോ സേയിങ് ദി ആൻസേഴ്സ്. ഈ ഹോൾഡ് ഓൺ എന്ന് പറയുന്നത്, ഓക്കെ, ദിസ് ഇസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ പെർസണിഫിക്കേഷൻ. എനിത്തിങ് എൽസ്? ഇനി പെർസണിഫിക്കേഷൻ്റെ എക്സാമ്പിൾസ് ഉണ്ടോ? One is there, if you can force your heart, nerve and sinew. നിങ്ങളുടെ ഹാർട്ടിനെ നിങ്ങൾ ഫോഴ്സ് ചെയ്യാണ്, നിങ്ങൾ പ്രഷർ ചെലുത്താണ്. ഇസ് ഇറ്റ് റിയലി പോസിബിൾ? നിങ്ങളുടെ നെഞ്ച് കയറുന്ന നിങ്ങൾക്ക് ചവിട്ടി ഫോഴ്സ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇറ്റ് ഇസ് ഓൾസോ എ കൈൻഡ് ഓഫ് ഒരു പേഴ്സണൽ ആട്രിബ്യൂട്ട് ഹാർട്ട്, നെർവ് ആൻഡ് സിന്യൂവിന് കൊടുക്കുകയാണ്. സോ ദാറ്റ് ഇസ് ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ പെർസണിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ പെർസണിഫിക്കേഷൻ ഏതാണ്ട് ഒരു ഐഡിയ ഒക്കെ കിട്ടിയില്ലേ? ഇനി വാട്ട് എൽസ് ഇസ് ദർ? ഹൈപ്പർബോൾ വല്ലതും ഉണ്ടോ? ഹൈപ്പർബോൾ. ഹൈപ്പർബോൾ എന്താ? വാട്ട് ഇസ് ഹൈപ്പർബോൾ? മീനിങ് ഓഫ് ഹൈപ്പർബോൾ? ഹൈപ്പർബോൾ ഉണ്ടോ? സോ അലൻ യു ആർ ആസ്കിങ് ഈ പോയത്തിൽ ഓണമറ്റപ്പൊയ്യ ഉണ്ടോ? ഓണമറ്റപ്പൊയ്യ ഇവിടെ നമുക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും വരുന്നില്ല. ബിക്കോസ് ഒരു സൗണ്ട് പോലെ വരുന്നതിലല്ലേ വരുന്നത്. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് അടുത്ത മറ്റേ സൺറൈസ് ഓൺ ദ ഹിൽസ് ആ ഒരു ചാപ്റ്ററിലൊക്കെയാണ് വിൽ ബി ജസ്റ്റ് ഹിയറിംഗ് ഓണമറ്റോപ്പിയ. ഓക്കെ, ഇവിടെ നോക്കിയേ ഹൈപ്പർബോൾ ഏതൊക്കെയാ ഉള്ളതെന്നൊന്ന് പറഞ്ഞേ. ഹൈപ്പർബോൾ എന്താ? Can anyone give you an explanation? എന്താ ഈ ഹൈപ്പർബോൾ എന്ന് പറഞ്ഞാൽ? ഹൈപ്പർബോൾ എന്താ? ഹൈപ്പർബോൾ അതായത് ഒന്ന് പറഞ്ഞാൽ രണ്ടാക്കി കാണിക്കുക, അതായത് എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുക. ഇത്രയുള്ള സാധനത്തെ ഇത്രയും വലുതാക്കി കാണിക്കുന്നതിനാണ് ഹൈപ്പർബോൾ എന്ന് പറയാം. ഓക്കെ, എക്സാജറേഷൻ. അപ്പൊ അങ്ങനെയുള്ള എക്സാമ്പിൾസ് വല്ലതും ഉണ്ടോ? ഹൈപ്പർബോൾ. ഹൈപ്പർബോളിന്റെ എക്സാമ്പിൾസ് താഴത്തെ നോക്കിക്കേ. നമ്മുടെ അച്ഛൻ മോൻ ഉപദേശമൊക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ആൻഡ് എർത്ത് വിൽ ബി യോഴ്സ്. ഈ ഭൂമി തന്നെ നിന്റേതാവും. നടക്കുന്ന കാര്യമാണോ? ഭൂമി മുഴുവൻ നമ്മുടെ അടുത്ത് കയ്യിലേക്ക് കിട്ടുമോ? നോ. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ നിന്റെ അടുത്തേക്ക് വരുന്നതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ദിസ് ഇസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ ഹൈപ്പർബോൾ.
കുറച്ചൊന്ന് ആഡംബരമാക്കി പറയാം, ചെറുതായിട്ടേ ഉള്ളൂ, നിന്റെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും എന്ന് പറയുന്നതിന് പകരം ഈ ഭൂമി തന്നെ നിന്റെ കയ്യിലേക്ക് എത്തും എന്നൊക്കെ പറയുന്നു. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് വൺ എക്സാമ്പിൾ ഫോർ ഹൈപ്പർബോൾ. ആൻഡ് ദെൻ അടുത്തതോ, ദിസ് ലൈൻ ഈസ് ഓൾസോ ഹൈപ്പർബോൾ. ഇത്രയൊക്കെ നീ ചെയ്തു കഴിഞ്ഞാൽ നീ ഒരു കറക്റ്റ് ഒരു മനുഷ്യനാവും. ശരിയാണോ? അങ്ങനെയല്ല, നിനക്ക് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നീ നല്ല സക്സസ്ഫുൾ ആവുമെന്നേ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷെ അത് കുറച്ചും കൂടെ ഒരു ആക്കിയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദിസ് ഇസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ ഹൈപ്പർബോൾ. ഓക്കെ, ഇനി ഇത് നമുക്ക് വരാവുന്നത് ഏതാ? വാട്ട് ഈസ് ദിസ്? ഏതാ ഇനി വരാൻ പറ്റുന്നത്? ക്യാൻ ബി ലൈക്ക് മെറ്റഫേഴ്സ്. മെറ്റഫേഴ്സ് നമുക്ക് അവിടെ വേണമെങ്കിൽ കൊടുക്കാം. എന്താ മെറ്റഫറിൽ വരിക? ഇവിടെ ഈ പറഞ്ഞത് വാച്ച് അപ്പ് തിങ്സ് ആൻഡ് യു ഗീവ് ലൈഫ് ടു ആൻഡ് ബ്രോക്കൺ ആൻഡ് സ്റ്റുഡ് അപ്പ് ആൻഡ് ബിൽഡ്. അവിടെ എന്തിനാ ഉദ്ദേശിക്കുന്നത്? ഒരു കമ്പാരിസൺ വരുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഉയർച്ചകളും താഴ്ചകളുമാണ് ദാറ്റ് ഈസ് ബീങ് കമ്പയർഡ് ഹിയർ, അല്ലേ? ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ താഴെ വീണ് പൊട്ടുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ബട്ട് ദാറ്റ് ഈസ് എ കമ്പാരിസൺ. നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഉയർച്ചകളും താഴ്ചകളും അതിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ മെറ്റഫർ. All right? അപ്പോൾ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ മെറ്റഫർ. അപ്പോൾ നമ്മുടെ പോയത്തിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏതാണ്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ദിസ് വൺ ഈസ് ആക്ച്വലി ക്ലിയർ ഫോർ യു. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? പോയറ്റിക് ഡിവൈസസ് ഒക്കെ പ്ലീസ് ഡു പരമാവധി ബൈഹാർട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇതിൽ ബെറ്റർ ആയിട്ട് വരും. കാരണം പോയറ്റിക് ഡിവൈസ് പലപ്പോഴും നമ്മൾ വിട്ടുപോകാറുണ്ട്. ഇനി പോയം തന്നിട്ടാണുള്ളതെങ്കിൽ ദെൻ ഇറ്റ് ഇസ് ഓക്കെ. പക്ഷെ നമുക്ക് വി ആർ ഹാവിങ് കമ്പാരിസൺസ് ഒക്കെ വരുമ്പോഴേക്കും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പോയംസ് നമുക്ക് തരാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ പരമാവധി ഇതൊക്കെ പഠിച്ച് തന്നെ വെക്കുക. ഓൾ റൈറ്റ്, അപ്പോൾ എന്തായാലും നമുക്ക് വിൽ ജസ്റ്റ് ഗോ ഫോർ ദി നെക്സ്റ്റ് വൺ. ഓക്കെ, ദിസ് ഇസ് ആക്ച്വലി ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ പോയം. നമ്മൾ ആ പോയം ഫുള്ള് ഡിസ്കസ് ചെയ്ത് പോയതാണ്. സോ ഇഫ് യു വോണ്ട് ടു ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ് യു ക്യാൻ ജസ്റ്റ് ഹാവ് ഇറ്റ്. നിങ്ങളുടെ സ്ക്രീൻഷോട്ട്സ് ഒക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ വിൽ ബി ഈസി ഫോർ യു. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇസ് ആൻഡ് ദെൻ ഗാന്ധി കെയിം. കുറച്ച് പേരൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്ററാണ്. എന്താണ് വാട്ട് ഹാപ്പൻസ് ഇൻ ദിസ് ചാപ്റ്റർ? വളരെ സ്മോൾ ജിസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ പോവാം. ഓക്കെ, അപ്പോൾ ഷാൽ വി ജസ്റ്റ് കണ്ടിന്യൂ? എന്നാ വേഗം അടുത്തതിലേക്ക് പോവാം എന്നുള്ളവരൊന്ന് ജസ്റ്റ് സേ ഓക്കെ പറഞ്ഞേ. അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ആൻഡ് ദെൻ ഗാന്ധി കെയിം, നിങ്ങളുടെ ഫേവറേറ്റ് ചാപ്റ്റർ. ഓൾ റൈറ്റ്, അപ്പോൾ നമുക്ക് അധികം ടൈം കളയണ്ട. വിൽ ജസ്റ്റ് ഗോ ഫോർ ദി നെക്സ്റ്റ് ചാപ്റ്റർ. ആൻഡ് ദെൻ ഗാന്ധി കെയിം. ഓൾ റൈറ്റ്, ഓക്കെ. സോ ഐ ജസ്റ്റ് ഹാവ് ഗോട്ട് ഓക്കെ ഫ്രം യു. അപ്പോൾ ഇവിടെ നോക്കിയാൽ കുറച്ച് പേർക്കൊക്കെ തീരെ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ, മനസ്സിലായിട്ടില്ല എന്നല്ല, കുറച്ച് ഡിഫിക്കൽട്ടി പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇത്. ദിസ് ഇസ് ആക്ച്വലി റിട്ടൺ ബൈ ജവഹർലാൽ നെഹ്റു. നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ്, നമ്മുടെ നേഷൻ ബിൽഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഗാന്ധിജിനെ പറ്റിയിട്ട് നമ്മുടെ ജവഹർലാൽ നെഹ്റു പറഞ്ഞു വെക്കുന്നത്? ഹൗ ഇസ് ഗാന്ധി എൻറ്ററിങ് ഇൻ ടു ഇന്ത്യൻ പൊളിറ്റിക്സ്, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എങ്ങനെയാണ് ഗാന്ധിജി വരുന്നത്? അദ്ദേഹത്തിൻ്റെ ഡിസ്കവറി ഓഫ് ബുക്ക് ഇന്ത്യ എന്ന് പറയുന്ന ബുക്കിലാണ് അദ്ദേഹം ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ. അപ്പോൾ അതിലെ കുറച്ച് എക്സ്ട്രാക്ട്സ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, ആൻഡ് അതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നത് ആൻഡ് ഹൗ ഗാന്ധിജി വാസ് സച്ച് എൻ എക്സെപ്ഷണൽ ലീഡർ. എത്രത്തോളം അടിപൊളിയായിട്ടുണ്ടായിരുന്ന ഒരു ലീഡർ ആയിരുന്നു ഗാന്ധിജി എന്നാണ് ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇതിൽ നമ്മൾ കാണുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കാണുക. ഓക്കെ, ആൻഡ് ഗാന്ധിജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ ഒരു സ്ഥലത്തേക്ക്, നമ്മുടെ ഈ ഇന്ത്യയിലേക്ക് വന്നപ്പോഴേക്കും ഇറ്റ് വാസ് ലൈക്ക് എ ലൈറ്റ്. ഫുള്ള് ഇരുട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്നൊരു വെളിച്ചം കിട്ടിയ പോലെയായിരുന്നു ഗാന്ധിജിയുടെ അറൈവൽ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഗാന്ധിജീനെ നമ്മൾ നെഹ്റു വിലയിരുത്തുന്നത്, അസസ് ചെയ്യുന്നത് എന്നുള്ളതാണ് വിൽ ബി സീയിങ് ഇൻ ദിസ് ചാപ്റ്റർ. ഓക്കെ, അപ്പം വളരെ ചെറിയ നോട്ട്സ് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വേൾഡ് വാർ ആണ്. ആൻഡ് ഫസ്റ്റ് വേൾഡ് വാർ ഒക്കെ എൻഡ് ചെയ്തപ്പോഴേക്കും വാട്ട് വാസ് ദ സിസ്റ്റം? എവ്രി വൺ വാസ് എക്സ്പെക്ട് മാറ് കഴിയുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ഇനി ഫുള്ള് സമാധാനമായിരിക്കും, ഇനി എല്ലാവർക്കും സുഖമായിട്ട് നല്ല കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് വിചാരിക്കുകയാണ്. ബട്ട് എന്ത് സംഭവിച്ചു? ബട്ട് ഇറ്റ് ബ്രോട്ട് റിപ്രസീവ് റൂൾ ആൻഡ് മാർഷൽ ലോ. അതായത്
ഫ്രീഡം ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞെങ്കിലും നമ്മുടെ നാടുകളിലൊക്കെ എന്ത് സംഭവിച്ചു, ഭയങ്കരമായിട്ടുള്ള അടിച്ചമർത്തലുകളും പട്ടാള ഭരണമൊക്കെ നിലവിൽ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം വിചാരിച്ച പോലെ സമാധാനമൊന്നും കിട്ടാത്തൊരവസ്ഥയായി. ആൻഡ് പീപ്പിൾ ഫെൽറ്റ് ദാറ്റ്, അവർക്ക് മനുഷ്യന്മാർക്ക് തോന്നി തുടങ്ങി, നമുക്കൊരു വിലയില്ല, നമുക്ക് ഉണ്ടായിരുന്നതിനേക്കാളും കഷ്ടപ്പാടാണല്ലോ ഇപ്പം എന്ന് ആൾക്കാർ ചിന്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, അപ്പൊ നോക്കിക്കേ, and then what happens, people felt that they were being humiliated and large number of people became unemployed and the people were in great confusion and they didn't know how to free India from poverty and misery. അപ്പോൾ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ജോലിയും കൂലിയും ഒന്നും ഇല്ലാണ്ട് നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം സ്വാഭാവികമായിട്ടും ജോലി ഇല്ലാണ്ടാവുമ്പോഴേക്കും നമുക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ദാരിദ്ര്യമായിരിക്കും. ആൻഡ് പീപ്പിൾ വെർ ലൈക്ക് തിങ്കിങ്, ഇതിൽ നിന്ന് എങ്ങനെയൊന്ന് രക്ഷപ്പെടും, ഈ ദാരിദ്ര്യമൊക്കെ എങ്ങനെ മാറി, ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയൊന്ന് മാറുക, ഇതിനെപ്പറ്റി ഇത്രയും പ്രശ്നങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗാന്ധിജി കെയിം ടു ഇന്ത്യ. ഓക്കെ, ആൻഡ് ഹി വാസ് ഹാവിങ് ലോഡ് ഓഫ് ഫ്രഷ് തോട്ട്സ്, പുതിയ പുതിയ ഒരുപാട് ഐഡിയാസ് ഉണ്ടായിരുന്നു. ആൻഡ് ഹി വാസ് ലൈക്ക്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇരുട്ടത്ത് നിൽക്കുന്ന ഒരു ഫുള്ള് കറണ്ട് ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു ഇതിലേക്ക് ഒരു ടോർച്ച് വെളിച്ചം, അതായിരുന്നു ഗാന്ധിജിയുടെ അറൈവൽ. ഓക്കെ, ആൻഡ് ഹി അഡ്വക്കേറ്റഡ്, അദ്ദേഹത്തിൻ്റെ മേജർ ലെസൺസ് ഇറ്റ് വാസ് അബൌട്ട് ദ ഫിയർലെസ്നെസ് ആൻഡ് നോൺ വയലൻസ്. മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ശ്രദ്ധിച്ചു വെച്ചോളൂ. ഗാന്ധിജി അഡ്വക്കേറ്റ് ചെയ്ത അദ്ദേഹത്തിന്റെ മേജർ ആയിട്ടുണ്ടായിരുന്ന 2 കോൺസെപ്റ്റ്സ്, ഒന്ന് ഫിയർലെസ്നെസ്സും സെക്കൻഡ് വൺ ഇസ് നോൺ വയലൻസ്. അധികം നമ്മൾ ആരെ പേടിക്കണം, നമ്മൾ വി ആർ ലിവിങ് ഇൻ അവർ കൺട്രി, അപ്പം നമ്മൾ ആൾക്കാരെ പേടിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നോൺ വയലൻസ്, ഒരിക്കലും വയലന്റ് ആയിട്ട് നമ്മൾ ആൾക്കാരെ ആക്രമിച്ച് നേടിയതുകൊണ്ടൊന്നും വി വോണ്ട് ബി ഏബിൾ ടു ഗെറ്റ് ആ ഫ്രീഡം. അപ്പോൾ 2 കോൺസെപ്റ്റ്സ്. ഓക്കെ, ആൻഡ് ഗാന്ധിജി എന്ന് പറയുന്നത് ഹി വാസ് എ വെരി ഓർഡിനറി മാൻ. അദ്ദേഹത്തിന് മറ്റേ മാജിക് കാണിച്ച് കാര്യങ്ങൾ മാറ്റാനുള്ള കഴിവുകളൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പകരം എന്താ സംഭവം, ആൻഡ് ഹി വാസ് വൺ അമംഗ് us, ബട്ട് ഹി എക്സോർട്ടഡ് പീപ്പിൾ ടു സ്റ്റോപ്പ് ദെയർ എക്സ്പ്ലോയിറ്റേഷൻ. അപ്പം അദ്ദേഹം ചെയ്തത് ആകപ്പാടെ ഒരു കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ, അദ്ദേഹം ആൾക്കാരുടെ ഇടയിലേക്ക് ഈ ഒരു തോട്ട് കൊണ്ടുവരാൻ, നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ ഭയപ്പെട്ട് കഴിയേണ്ട ആവശ്യമില്ല, ബിക്കോസ് വി ആർ നോട്ട് ഡൂയിങ് എനിത്തിങ് റോങ് ആൻഡ് യു ഷുഡ് ജസ്റ്റ് അഡ്വക്കേറ്റ് ഫോർ യുവർ ഫ്രീഡം. നമ്മളുടെ ഫ്രീഡം നമ്മൾ തന്നെ കണ്ടെത്തണം. ആ ഒരു കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് ഹി ജസ്റ്റ് അഡ്വക്കേറ്റഡ് ഫോർ ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. സത്യത്തിനും അതുപോലെ തന്നെ നീതിക്കും വേണ്ടിയിട്ട് സ്റ്റുഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിൽക്കാൻ വേണ്ടിയിട്ട് ഹി ജസ്റ്റ് ഹാവ് ഗിവൻ പവർ ടു കോമൺ പീപ്പിൾ. ഓക്കെ, and when Gandhiji became the leader of people, fear was disappeared. അപ്പം ഗാന്ധിജി ഒരു പെട്ടെന്ന് ഒരു മനുഷ്യനും ലീഡ് ചെയ്യാനില്ലാത്തൊരു ജനത്തിന് they have got a leader now. അപ്പം പെട്ടെന്ന് തന്നെ എന്ത് സംഭവിച്ചു, നമുക്ക് എപ്പോഴും ഉണ്ടല്ലേ എല്ലാവരും കൂടെ നിന്ന് ഒരു ലീഡറൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ വിൽ ബി ലൈക്ക് കൊള്ളാം, കുറച്ച് പവറൊക്കെ ഉണ്ടെന്ന് തോന്നും. അപ്പോൾ അതുപോലെ തന്നെ ഗാന്ധിജി വന്നപ്പോഴേക്കും പീപ്പിൾ സ്റ്റാർട്ടഡ് ടു ഹാവ് എ സൈക്കോളജിക്കൽ, അവരുടെ മൈൻഡ് സെറ്റ് തന്നെ മാറാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് there was ഈ പറഞ്ഞ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് വന്നപ്പോഴേക്കും there were changes in their attitude too. ഓക്കെ, അപ്പം പുറത്തുനിന്ന് വന്ന് കുറച്ച് ആൾക്കാർ നമ്മളെ ഭരിക്കുന്നു, ബ്രിട്ടീഷേഴ്സ് വന്ന് നമ്മളെ ഭരിക്കുന്നു, നമ്മൾ നമ്മുടെ രാജ്യത്താണ് നിൽക്കുന്നത്, പുറത്തുനിന്ന് വന്ന കുറച്ച് ആൾക്കാർ നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചപ്പോഴേക്കും മനുഷ്യന്മാർക്ക് അവരോട് തന്നെ, അയ്യേ ഞങ്ങൾ എന്ത് മനുഷ്യരാ, നമ്മളെ വന്ന് കണ്ടോര് വന്ന് ഭരിക്കുന്നു, അത് ശരിയല്ലല്ലോ എന്നൊരു ചിന്ത അവിടെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, ആൻഡ് പലരും പല രീതിയിലായിരുന്നു ഇതിനോട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ആൻഡ് വാട്ട് ഹാപ്പൻഡ് ദെൻ, എല്ലാവരും ഒരു ചേഞ്ച്, സമൂഹത്തിൽ ഒരു ചേഞ്ച് വരണം എന്നൊക്കെ ആലോചിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് വൺ വാസ് ടു ചാലഞ്ച്, ഒന്നാമത്തെ കാര്യം അവർ ഒന്നാമത് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം, വൺ വാസ് ടു ചാലഞ്ച് ആൻഡ് റെസിസ്റ്റ് ദ ഫോറിൻ റൂൾ. ആദ്യമായിട്ട് അവർ ചെയ്യാൻ ഉണ്ടാക്കിയ അല്ലെങ്കിൽ വിചാരിച്ച ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിനർ, അതായത് ബ്രിട്ടീഷേഴ്സാണ് ഇവിടെ ഭരിക്കുന്നത്, അവർക്കെതിരെ ചാലഞ്ച് ചെയ്യാൻ, അവർക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്, റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. ആൻഡ് ദ സെക്കൻഡ് വൺ വാസ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്, ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ആ സോഷ്യൽ ഈവിൾസ്. നമ്മുടെ നാട്ടിൽ തന്നെ നിലനിന്നിരുന്ന ഒരുപാട് സോഷ്യൽ ഈവിൾസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു ആ സോഷ്യൽ ഈവിൾസ്? ഈ റിലിജ്യൻ ബേസ്ഡ് അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ആൾക്കാരെ കാണുമ്പോൾ മാറി നടക്കണം, വലിയ ആൾക്കാർ പോകുമ്പോൾ ചെറിയ പാവപ്പെട്ട ആൾക്കാർ പാടില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിക്കും. ദാറ്റ് വാസ് ദ സെക്കൻഡ് തിങ് ദാറ്റ് ദേ എയിംഡ്. രണ്ടാമത്തെ കാര്യം അത്. ഓക്കെ, ആൻഡ് ദെൻ അവരുടെ മെയിൻ ആയിട്ടുള്ള ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ് ഓഫ് ദ കോൺഗ്രസ് വാസ് ടു അറ്റൈൻ പൊളിറ്റിക്കൽ ഫ്രീഡം. അപ്പം ആ ഒരു ടൈം ആയപ്പോഴേക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് അവരുടെ പ്രയർ എയിം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഫ്രീഡം, അതായത് രാഷ്ട്രീയപരമായിട്ട് അവർക്ക് സ്വന്തമായിട്ടൊരു സ്വാതന്ത്ര്യം വേണം, നമ്മുടെ രാജ്യത്തിന് പൊളിറ്റിക്കൽ ഫ്രീഡം വേണം എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇത് അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ,
ആൻഡ് ദെൻ വാട്ട് കംസ് നെക്സ്റ്റ്? അടുത്ത എന്ത് സംഭവിക്കുകയാണ്? ഗാന്ധിജിയുടെ ഈ ഒരു ഇൻഫ്ലുവൻസ് കാരണം നമ്മുടെ ഒരുപാട് സാധാരണക്കാരായ ആൾക്കാർ, ബ്രിട്ടീഷേഴ്സ് അവർക്ക് കൊടുത്തിരുന്ന ഒരുപാട് ടൈറ്റിൽസ് ഓരോരോ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഒരു നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ അതൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാനുള്ള ആ ഒരു ഇത് കാണിച്ചു, ഒരു ധൈര്യം. ആൻഡ് ദേ ജസ്റ്റ് സ്റ്റാർട്ടഡ് ടു ഡിസ്റെസ്പെക്ട്. അവർക്ക് ഈ ബ്രിട്ടീഷുകാർ കൊടുത്ത ടൈറ്റിൽസ് ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ചവർ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് ഈവൻ സം ഓഫ് ദെം ദേ സ്റ്റാർട്ടഡ് ടു എബോളിഷ് ദി ക്ലോത്ത്സ്, വെസ്റ്റേൺ ക്ലോത്ത്സ് പോലും അബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, അപ്പം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സ്വദേശി മൂവ്മെൻ്റ് ഒക്കെ വന്ന് നമ്മൾ ഫോറിൻ ആയിട്ടുള്ള വസ്ത്രങ്ങളും എല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ സ്വദേശി സാധനങ്ങളിലേക്കൊക്കെ വന്ന മൂവ്മെന്റ്സ് നമ്മൾ SSLഒക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ എത്തി തുടങ്ങി. ആൻഡ് ദെൻ എല്ലാവരുടെയും ഡ്രീം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഫ്രീ ഇന്ത്യ. ഓക്കെ, ഇന്ത്യ ഫ്രീ ആയിട്ട് കാണണം, ദാറ്റ് വാസ് ദി എയിം. ഓക്കെ, ആൻഡ് ദെൻ അടുത്തൊരു പോളിസി പ്രയോഗിച്ചത് ഇന്ത്യയുടെ വില്ലേജസിലേക്ക് വോളണ്ടിയേഴ്സ് വർ സെൻറ്റ്. ആൻഡ് വാട്ട് വാസ് ദെയർ എയിം? റീഹാബിലിറ്റേഷൻ ഓഫ് ഇന്ത്യൻ വില്ലേജസ്. പല വോളണ്ടിയേഴ്സിനെയൊക്കെ അയച്ച് ഓരോ നാടുകളിലും ഓരോരോ വോളണ്ടിയേഴ്സ് എത്തി അവിടെ ഇന്ത്യൻ ആ വില്ലേജിലുള്ള ആൾക്കാരെ ഒന്ന് റീഹാബിലിറ്റേറ്റ് ചെയ്യുക, ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്തെടുക്കുക, അവരുടെ ചിന്തകളെയൊക്കെ ഒന്ന് മാറ്റി ഈ പറഞ്ഞ ഒരു പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ ദ വോളണ്ടിയേഴ്സ് വർ സെൻറ്റ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വില്ലേജ്. ആൻഡ് ദേ സ്റ്റാർട്ടഡ് ടു ചേഞ്ച് പീപ്പിൾ. അവിടെ ഈ പറഞ്ഞ മാതിരി ഒരു ഐഡിയൽ ഇന്ത്യയിലെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ തുടങ്ങി. അവിടെ ഡ്രഗ്സ് അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊക്കെ പരമാവധി നേരിടാനുള്ള ആ ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടന്നു തുടങ്ങി. ഓക്കെ, ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ്? എന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് എന്താ സംഭവിച്ചത്? ആൻഡ് ഗാന്ധിജിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി വാസ് എ ട്രൂലി പ്രൗഡ് ഹിന്ദു. അദ്ദേഹത്തിന് ഗാന്ധിജിക്ക് തൻ്റെ ഹിന്ദു ആ ഒരു റിലിജൻ കിട്ടിയതൊരു ഭയങ്കര പ്രൗഡ് തിങ് ആയിരുന്നു, ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു ആളായിരുന്നു. ആൻഡ് ഹി വാസ് സേയിങ് ലൈക്ക് ഞാൻ ഹിന്ദുവാണ് അല്ലെങ്കിൽ ഹിന്ദു സംഭവത്തോട് മാത്രം അറ്റാച്ച്ഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യനല്ല. പകരം അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഹിന്ദു റിലിജൻ എന്ന് പറയുന്നത് ഹി കൺസിഡേർഡ് ദാറ്റ് ഇറ്റ് ഈസ് എ റിലിജൻ വിത്ത് മെനി അതർ റിലിജൻസ്. ഒരുപാട് റിലിജൻസ് വരുന്ന ഐഡിയാസ് വരുന്ന ഒരു സംഭവമായിട്ട് അദ്ദേഹം ഹിന്ദു റിലിജനെ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് ഹി കൺസിഡേർഡ് ഇന്ത്യൻ കൾച്ചർ ആസ് എ ഫ്യൂഷൻ ഓഫ് ഓൾ. ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ വി ആർ ഹാവിങ് ലോഡ് ഓഫ് റിലിജൻസ്. ഹിന്ദുസ് ഉണ്ട്, സിഖ്സ് ഉണ്ട്, ബുദ്ധിസം ഉണ്ട്, ജൈനിസം ഉണ്ട്, ഇതെല്ലാം നിലനിൽക്കുന്ന ഇന്ത്യയാണ്. ആൻഡ് ഹി ജസ്റ്റ് കൺസിഡേർഡ് ഇന്ത്യ ആസ് എ സം ഓഫ് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ ഒരു കൾച്ചറലി ഒരു ഭയങ്കര ന്യൂട്രൽ ആയിട്ടുള്ള, കൾച്ചറലി എല്ലാത്തിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് ഇന്ത്യ മാറാൻ വേണ്ടി തുടങ്ങി. ആൻഡ് ദാറ്റ് വാസ് ഹിസ് എയിം. അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നതും ആ ഒരു ലെവലിലായിരുന്നു. ഓക്കെ, ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ്? എന്താ സംഭവിക്കുന്നത്? Here is a piece, in this piece, Nehru talks about the power of Gandhi very sincere. അപ്പം ഇപ്പറഞ്ഞ മേഖലകളിലൊക്കെ ഗാന്ധിജിക്ക് ഒരു പ്രത്യേകതരം എഫക്റ്റ്, ഒരു പവർ കാണിച്ചു വെക്കാൻ കഴിഞ്ഞു. നാടുകളിലേക്ക് വോളണ്ടിയേഴ്സിനെ അയച്ചു. ഇത്രയും കണ്ടാൽ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മൈൻഡിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കുക, കൊണ്ടുവരിക എന്ന് പറയുന്ന ചില്ലറ കാര്യമല്ല. അപ്പോൾ ഗാന്ധിജിക്ക് ഹി വാസ് ഏബിൾ ടു മേക്ക് സച്ച് ആൻ ഓൾട്ടർനേഷൻ ഇൻ ദ മൈൻഡ്സ് ഓഫ് പീപ്പിൾ. And we get to the clear picture of Gandhi's influence on Indian people and Indian mind, and we understand that Gandhi was a leader not in words but in deeds, and thereby occupies a place in the heart of all Indians. അപ്പോൾ ഗാന്ധിജി ഞാനൊരു ലീഡർ ആയിരുന്നു എന്ന് നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് നടക്കുകയല്ലായിരുന്നു, പക്ഷേ പകരം അദ്ദേഹത്തിൻ്റെ ചെയ്തികളിലൂടെ, അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസിലൂടെ, ആക്ഷൻസിലൂടെ ഹി പ്രൂവ്ഡ് ദാറ്റ് ഹി വാസ് എ റൈറ്റ് ലീഡർ. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ ഇപ്പം നമ്മൾ അണ്ടർലൈൻ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളാണ്. മിസ് ഇമ്പോർട്ടൻറ്റ് എസ്സേ ഏതാ? വിൽ ജസ്റ്റ് ഡിസ്കസ് ഇമ്പോർട്ടൻറ്റ് എസ്സേസ് നമ്മൾ പറയും. ഇപ്പം നമ്മൾ എന്താണ് ഞാനത് പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വി ആർ ജസ്റ്റ് ഡിസ്കസിങ് 1 to 9 ചാപ്റ്റേഴ്സ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ കൂടുതലായിട്ട് എസ്സേസിൽ ഞാൻ പറയാതെ പോകാതെന്ന്. അത് നമുക്ക് എസ്സേസ് കൂടുതലായിട്ടും പറഞ്ഞു തരാം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് എ വെരി ക്ലിയർ ഐഡിയ. ഓക്കെ, ഇപ്പോൾ 1 തൊട്ട് 9 വരെയുള്ള ചാപ്റ്റേഴ്സിന് ഞാൻ ഇന്നത് വരും എന്ന് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് കൺഫ്യൂസ്. അപ്പം ഇപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സിനും എസ്സേ വരും എന്ന് പറഞ്ഞ പോലെയാവും. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ വിൽ ജസ്റ്റ് ഡിസ്കസ് ദാറ്റ് വെരി thoroughly. ഓക്കെ, അപ്പം ഈ ചാപ്റ്റർ എന്താണ് അവസ്ഥ? ആൻഡ് ദെൻ ഗാന്ധി കെയിം. ഇപ്പോൾ കുറച്ചൊക്കെ ക്ലിയർ ആയോ? ആരൊക്കെയോ സം ഓഫ് യു ഹാവ് സെഡ് ദാറ്റ് ഇറ്റ് ഇസ് എ വെരി ഡിഫിക്കൽട്ട് ചാപ്റ്റർ. ഇസ് ഇറ്റ് ഓക്കെ ഫോർ യു നൗ? ആൻഡ് ദെൻ ഗാന്ധി കെയിം കുറച്ചൊക്കെ മനസ്സിലായി അല്ലെങ്കിൽ യു ആർ ഓക്കെ വിത്ത് ഇറ്റ് എന്നുള്ളവർ ജസ്റ്റ് ഗിവ് മി എ തംസ് അപ്പ്. കുഴപ്പമില്ല മിസ്സേ, ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാണ്ട് കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് ഒക്കെ കിട്ടി എന്നൊക്കെ ഉള്ളവർ ജസ്റ്റ് ഗിവ് മി എ തംസ് അപ്പ്. എവിടെ ലെറ്റ് മീ സീ സം തംസ് അപ്സ്. Hambambo, is this how you do thumbs up?
I asked you for some thumbs up. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഗിവ് മീ വൺ തംസ് അപ്പ് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഐ ഫീൽ ലൈക്ക് നമ്മൾ പഠിച്ചു. ഐ വാസ് ജസ്റ്റ് സേയിങ് ലൈക്ക് ഇത് നമ്മൾ ആരൊക്കെയോ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ അധികം മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഇസ് വൈ ഐ എം സ്ട്രെസ്സിങ് ദിസ്. ഒരു തംസപ്പ് ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തയിലേക്ക് പയ്യപ്പോ. ഓ മൈ ഗോഡ്, താങ്ക് യു സോ മച്ച്. ഒരു തംസപ്പിന് ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം നീ തന്നു എന്ന് പറഞ്ഞ പോലെ താങ്ക് യു. ടോക്സിക് ആരാണ് എന്താണെന്നൊന്നും അറിയില്ല, ബട്ട് എനിവേ താങ്ക് യു ഫോർ ദാറ്റ്. അപ്പം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. വി ആർ മൂവിങ് ഓൺ ഫോർ ദി നെക്സ്റ്റ് ചാപ്റ്റർ. അടുത്തയിലേക്ക് പോവാം. ശരി, അപ്പൊ എന്നാൽ നമുക്ക് ഏതായാലും അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ഏതാ അടുത്ത ചാപ്റ്റർ? എനി ഐഡിയ? ഏതാ? ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. എന്താണ് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇറ്റ്സ് ഓൾസോ എ വെരി സ്വീറ്റ് സ്റ്റോറി അല്ലേ? ഒരു നല്ല രസമുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പൊ ദാറ്റ് സ്റ്റോറി ടോക്സ് അബൌട്ട് okay and so the story എന്താണ് ടോക്സിക് മിസ് എപ്പോഴാണേ കയറിയേ? ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കാണാട്ടോ. ഓഹോ ഓക്കെ, ആയിക്കോട്ടെ. പക്ഷേ ഇടയ്ക്കൊക്കെ ഇവിടെ ഒന്ന് കയറിയിട്ട് പോണേ. ഐ തിങ്ക് യു ആർ വെരി ഫെമിലിയർ വിത്ത് ഓൾ ദി ചാപ്റ്റേഴ്സ്. അപ്പോൾ ഇടയ്ക്കൊക്കെ കമൻസ് ഒക്കെ തരാം. ഓൾ റൈറ്റ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇതൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ സ്റ്റോറി ഇസ് ആക്ച്വലി റിട്ടൺ ബൈ PK മുഖോപാധ്യായ്. ആൻഡ് എന്താ നമ്മുടെ ഇവിടെ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കൺവേഡ് ആണ്. ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. വെരി ഗുഡ്, യു വിൽ ബി ഹിയർ അല്ലേ? ഓക്കെ ഫൈൻ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് 2-3 കമന്റ്സ് ഒക്കെ ഇട്ടോളൂ കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഏതായാലും ഇത് നോക്കാം. ഇറ്റ്സ് എ വെരി സ്വീറ്റ് സ്മോൾ സ്റ്റോറി വിച്ച് ഇസ് ബേസ്ഡ് ഓൺ സിമ്പതി. അപ്പം നമ്മുടെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ തീമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാം. പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിന്റെ മേജർ തീം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സിമ്പതി. ഓക്കെ, സിമ്പതി ബേസ് ചെയ്ത് പോകുന്ന ഒരു ചാപ്റ്റർ ആണ്. സോ സിമ്പതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വി ആർ ഹാവിംഗ് മേജർ ക്യാരക്ടേഴ്സ് ലൈക്ക് നമ്മുടെ മാർഗരറ്റ് ക്ലിഫോർഡ് ഉണ്ട്, ആലിസ് മാർഗരറ്റ് ഗുപ്ത ഇസ് ഓൾസോ ദർ, ദെൻ മദർ ഇസ് ദർ, ഫ്രാങ്ക്. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് റീഡ് ദിസ്. ഇവിടെ വി ആർ സീയിങ് ലൈക്ക് നമ്മുടെ ഗുപ്ത. അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ യു വിൽ ഹാവ് ടു ഗെറ്റ് ആൻ ഐഡിയ അബൌട്ട് ദി ക്യാരക്ടേഴ്സ് ഓഫ് പേഴ്സൺസ്. ഗുപ്ത ഉണ്ട്, ആലിസ് ഉണ്ട്, ദി മദർ ഇസ് ദർ. ഇവരുടെയൊക്കെ ഹലോ അമൽ, ഹായ്. ആർക്കാണ് ഹായ് ഇട്ടത്? ഇസ് ഇറ്റ് ഫോർ മീ? ഓക്കെ, ഓർ ഇസ് ഇറ്റ് ഫോർ സമ്മൺ എൽസ്? വേറെ ആർക്കെങ്കിലും ഇട്ടതാണോ? അപ്പോൾ നോക്കിയേ, നമ്മുടെ ഗുപ്ത ഹീ ഈസ് സ്റ്റേയിങ് ദർ ഇൻ ലണ്ടൻ. ലണ്ടനിൽ ജീവിക്കുന്ന ഒരാളാണ്. ആൻഡ് ദർ വൺസ് ഹി വാസ് സിറ്റിംഗ് ദർ ഇൻ എ വെജിറ്റേറിയൻ ഹോട്ടൽ. അവിടെ വെച്ചിട്ട് ഒരു പെൺകുട്ടീനെ കാണുകയാണ്. ആൻഡ് ഹർ നെയിം ഇസ് ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ്. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് സോ സ്പെഷ്യൽ അബൌട്ട് ഹർ? ഷീ ജസ്റ്റ് വാണ്ടഡ് ടു ഡു സം ഇന്റലിജന്റ്. അവൾ ഇപ്പം ചെയ്യുന്ന ജോബിൽ അവൾ ഒട്ടും തൃപ്തിയല്ല. ഒരു മെക്കാനിക്കൽ ജോബാണ് അവൾ ചെയ്യുന്നതെന്നൊക്കെയാണ് അവൾ പറയുന്നത്. സോ ഷീ ജസ്റ്റ് വാണ്ടഡ് ടു ബിക്കം, അല്ലെങ്കിൽ ഷീ ജസ്റ്റ് ഓക്കെ മിസ്സിന് തന്നെയാണ് ഹായ് ഇട്ടത് അല്ലേ? ഓക്കെ, താങ്ക് യു. സോ ഐ ജസ്റ്റ് തോട്ട് ദാറ്റ് വേറെ ആർക്കെങ്കിലും ഞാൻ വന്നു എന്നൊക്കെ സിഗ്നൽ കൊടുത്തതാണോ എന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചിരുന്നല്ലോ. സോ വെരി ഹാപ്പി ദാറ്റ് യു ഹാവ് ഗിവൻ മീ ഹായ് ദാറ്റ് ഹായ്. സോ വൺസ് മോർ ഹലോ ഫോർ യു. ഓക്കെ, ഹായ് സനുഷ്. ഓക്കെ, അപ്പം എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഐ ജസ്റ്റ് ലോസ്റ്റ് ദറ്റ് കണക്ഷൻ. അപ്പോൾ നമ്മുടെ മാർഗരറ്റ് ആലിസ് ക്ലിഫോർഡിന് വേറൊരു ചെറിയൊരു ഓമന പേരും കൂടെ ഉണ്ട്. മാഗി എന്നാണ് അവളെ വിളിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഗുപ്തയും മാഗിയും കൂടെ ഒന്ന് സെറ്റ് ആവുന്നത് അല്ലെങ്കിൽ അടിപൊളിയായി പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സ്റ്റോറി കാണുക. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, മാഗി വാസ് ആക്ച്വലി വർക്കിംഗ് ആസ് എ ടൈപ്പിസ്റ്റ്. ഒരു ടൈപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ആൻഡ് ഷീ ഈസ് ഓൺലി 13 years old. അപ്പോൾ അവളുടെ പ്രായം ഓർത്തിരിക്കണം, 13 വയസ്സുള്ള കുട്ടിയാണ് ടൈപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഓക്കെ മിസ്, അതേടാ തീർച്ചയായും നിങ്ങളുടെ പ്രായം കഴിഞ്ഞല്ലേ ഇങ്ങോട്ട് വരിക. അല്ലാണ്ട് കൊച്ചായിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് എത്തുമോ? ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? നിങ്ങൾ വീണ്ടും ടോപ്പിക്കിൽ നിന്ന് തന്നെ വഴുതിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട്. ബട്ട് തളരില്ല, ഞാൻ വീണ്ടും തിരിച്ചിങ്ങോട്ട് പോരും. ഓക്കെ, അപ്പോൾ ഇനി ഞാനൊരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടേ അങ്ങോട്ട് നോക്കുന്നുള്ളൂ. ദെൻ ഇറ്റ് വിൽ ബി സോൾവ്ഡ്. നോ? ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഷി ബിലോങ് ടു എ പുവർ ഫാമിലി. അപ്പോൾ അവൾ പാവപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് വന്ന ഒരു കുട്ടിയാണ്. ആൻഡ് ഗുപ്ത വാസ് ഓൾസോ ആൻ ഇന്ത്യൻ. ഓക്കെ, അപ്പോൾ അവൾക്ക് എപ്പോഴും ആദ്യമായിട്ട് അറിയേണ്ട കാര്യം ഗുപ്ത ഒരു ഇന്ത്യൻ ആണോ, ഇന്ത്യൻ പേഴ്സൺ ആയിരുന്നോ എന്നാണ് അവൾക്ക് അറിയേണ്ടത്. ആൻഡ് അവൾക്ക് അങ്ങനെ അറിയുന്നതിന് പിന്നിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. വാട്ട് വാസ് ദറ്റ് ലക്ഷ്യം? എന്തായിരുന്നു? വാട്ട് വാസ് ദറ്റ് എയിം?
her brother Frank, അവളുടെ ബ്രദർ ഫ്രാങ്ക്, ആൻഡ് ഹി വാസ് വർക്കിംഗ് ദർ ഇൻ മിലിറ്ററി സർവീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മിലിറ്ററി സർവീസിൽ വർക്ക് ചെയ്യായിരുന്നു അവൻ. ആൻഡ് they were having a belief, like അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു ഐഡിയ പ്രകാരം ഇന്ത്യ എന്താണ് ടൈഗേഴ്സിന്റെയും സ്നേക്സിന്റെയും അതുപോലെ തന്നെ ഫേവേഴ്സ് ഫുള്ള് പ്രശ്നങ്ങൾ പിടിച്ചൊരു രാജ്യമാണ്. ഫുള്ള് പുലിയും പാമ്പുകളും ഒക്കെ നിറഞ്ഞ ഒരു വല്ലാത്തൊരു രാജ്യമാണ് ഇന്ത്യ അവരുടെ കോൺസെപ്റ്റിൽ. ശരിയായി വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ പുലി അറിഞ്ഞില്ലേ എല്ലാവരും? ഓക്കെ, പുലിയും ഒക്കെ ഇറങ്ങി എന്താണോ എന്തോ എല്ലാ ദിവസവും അങ്ങനെയൊക്കെ വന്ന് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ നോക്കിക്കേ, ആൻഡ് ദിസ് ഗേൾ വാസ് വെരി ആങ്ഷ്യസ് അബൌട്ട്, നോട്ട് ഓൺലി ദിസ് ഗേൾ, ഈ കുട്ടിയുടെ അമ്മയും ഷീ വാസ് വെരി ആങ്ഷ്യസ് അബൌട്ട് സൺ. ഈ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന മോനെ പറ്റിയിട്ട് ഭയങ്കര ആങ്ഷ്യസ് ആയിരുന്നു, ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു, എന്തെങ്കിലും പറ്റിപ്പോവോ, മിലിറ്ററിയിലും കൂടിയാണ് എസ്പെഷ്യലി. ആൻഡ് ഒരു ദിവസം ഇവർ തമ്മിൽ നല്ല അത്യാവശ്യം കണ്ട് സംസാരിച്ച് അവർ തമ്മിൽ ദേ ആർ ഹാവിങ് എ വെരി ഗുഡ് റിലേഷൻഷിപ്പ് നൗ. ആൻഡ് നമ്മുടെ ഗുപ്തേനെ നമ്മുടെ ഗേള് അമ്മേനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. ഓക്കെ, അപ്പോൾ അവിടെ ചെന്നിട്ട് ദേ ആർ ഹാവിങ് എ കോൺവെർസേഷൻ. അവർ ചോദിക്കുന്നത് മുഴുവൻ ഫ്രാങ്കിനെ പറ്റി, ഇന്ത്യ എങ്ങനെയുള്ള കൺട്രിയാണ്, ദ സൺ വിൽ ബി സേഫ് ദർ, അവിടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെയാണ് അവർ ഫുള്ള് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് അവിടെ പറയുന്നത് എന്താ, he has shown a crystal ring sent by Frank. അപ്പോൾ അവർ ഒരു മോതിരം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ലെറ്റ് മീ ജസ്റ്റ് ഡ്രോ ദാറ്റ് മോതിരം, ഒരു ചെറിയ നല്ല ഭംഗിയുള്ള, ഓക്കെ ലെറ്റ് ദിസ് ബി ദാറ്റ് മോതിരം. വാവ്, വാട്ട് എ ക്രിയേറ്റിവിറ്റി. ഇത് കണ്ടിട്ട് മോതിരാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? നോ, എനിക്കത് കണ്ടിട്ട് എന്തോ ഫ്രൂട്ടാണെന്നാണ് തോന്നുന്നത്. സോ ജസ്റ്റ് അത് വെറുതെ വേണ്ടെന്ന് വെച്ചേക്കൂ, നമുക്ക് വെറുതെ ഇമാജിൻ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു മോതിരം, ഷീ ജസ്റ്റ് ഹാവ് സോൺ എ ക്രിസ്റ്റൽ റിംഗ്, ഒരു ക്രിസ്റ്റൽ റിംഗ് ഒക്കെ അവിടെ കാണിച്ചു കൊടുക്കുകയാണ്. അയ്യോ ബോംബാണെന്നൊക്കെ തോന്നിയോ? സോറി മാൻ, ഐ വാസ് ആക്ച്വലി ട്രൈയിങ് ടു ഡ്രോ എ റിംഗ്. പക്ഷേ എൻ്റെ പിക്ചേഴ്സൊക്കെ നന്നാക്കേണ്ടിയിരിക്കുന്നു, അടുത്ത പ്രാവശ്യം ഞാൻ അടിപൊളിയായിട്ട് പഠിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ ഏതായാലും ഒരു റിംഗാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ പരസ്യമായിട്ട് മോതിരം കൊള്ളാം കണ്ടോ, അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ബോംബാണെന്ന് പറഞ്ഞവരൊക്കെ കണ്ടോളൂ, ദാറ്റ് ഈസ് എ റിംഗ്. ഓക്കെ, ക്രിസ്റ്റൽ റിംഗ് ആണ്. നമ്മുടെ അമ്മ നമ്മുടെ ഗുപ്തനെ കാണിച്ചു കൊടുത്ത ക്രിസ്റ്റൽ റിംഗ് ആണത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ എന്താ സംഭവിക്കണേ. അപ്പോൾ ആ മോതിരം കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, ദിസ് വാസ് ആക്ച്വലി സെൻഡ് ബൈ ഫ്രാങ്ക് അയച്ചു കൊടുത്ത മോതിരാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പറഞ്ഞു, ആൻഡ് ബട്ട് ഗുപ്ത ടോൾഡ് ഹിം ദാറ്റ് ഹി വുഡന്റ് സീ എനിത്തിങ്. അപ്പോൾ പറയുകയാണ്, നിങ്ങൾ ഇന്നതൊക്കെ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മോതിരം കണ്ടിട്ട് ക്യാൻ യു സേ സംതിങ് അബൌട്ട് ഫ്രാങ്ക്? കൊള്ളാം അല്ലേ, അടിപൊളി. ഒരു മോതിരം കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇത് നോക്കിയിട്ട്, കൊള്ളാം. ആൻഡ് ലേറ്റർ ഹി ബിക്കേം ക്ലോസ് ടു ദ ഫാമിലി ആൻഡ് ഹി ടുക്ക് മാഗി ഔട്ട് സെവറൽ ടൈംസ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഈ ഫാമിലിയുമായിട്ട് നല്ല ക്ലോസ് ആയിട്ട് തുടങ്ങി, മാഗിയായിട്ട് പുറത്തൊക്കെ പോകുന്നുണ്ട്. ആൻഡ് ദേ ആർ ഹാവിങ് എ വെരി ഗുഡ് റിലേഷൻഷിപ്പ്. ഓക്കെ, നോ പ്ലാറ്റിനം, ഓ മൈ ഗോഡ്, ഡയമണ്ട് ആണല്ലോ അല്ലേ. നോ, നമുക്ക് ഡയമണ്ടോ പ്ലാറ്റിനമോ എനിത്തിങ് അപ് ടു യു. കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? ഐ തിങ്ക് ഇറ്റ് ക്യാൻ ബി പ്ലാറ്റിനം, റൈറ്റ്? കുറച്ചുകൂടെ അടിപൊളിയായിട്ടുണ്ട്. ശരി. അപ്പം വൺ ഡേ ഗുപ്ത റിസീവ്ഡ് ന്യൂസ് അബൌട്ട് മാഗീസ് മദർ വാസ് നോട്ട് വെൽ. അപ്പോൾ ഒരു ദിവസം ഇവർ അത്യാവശ്യം ക്ലോസ് ഒക്കെ ആയി. അപ്പോൾ ഒരു ദിവസം ഗുപ്തയ്ക്ക് ഒരു ന്യൂസ് കിട്ടുകയാണ്, മാഗിയുടെ അമ്മ ഷീ ഈസ് നോട്ട് ഡൂയിങ് വെൽ. അപ്പം കാണാനൊക്കെ ശല്യമാണ്. അപ്പോൾ അവിടെ നിന്ന് മാഗി ടോൾഡ് ഹിം ദാറ്റ് മദർ വാസ് വറീഡ് അബൌട്ട് ഹർ സൺ. ഇപ്പം ഈ മോനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിച്ചാണ് ഇവർക്ക് പനിയൊക്കെ വന്നത്. അപ്പം ഷീ ജസ്റ്റ് വാണ്ടഡ്. അപ്പോൾ അവിടെ വീണ്ടും ചെന്നപ്പോൾ ഇവർ ഈ മോതിരം കാണിക്കുകയാണ്. വീണ്ടും ദോ മോതിരം കാണിച്ചിട്ട് പറയുകയാണ്, ഷീ വാണ്ടഡ് ഹിം ടു ഗേസ് ഇൻ ടു ദ ക്രിസ്റ്റൽ അഗെയിൻ ആൻഡ് സേ ദ സൺ വാസ് ഫൈൻ. അപ്പോൾ അവരുടെ ഇത് പറഞ്ഞാൽ അതിൽ നോക്കിയിട്ട് മിസ്റ്റർ ഗുപ്ത പറയണം, മോൻ കുഴപ്പമൊന്നുമില്ല, മോൻ സേഫായിട്ട് ഇരിക്കും. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്ത് സംഭവിക്കും? ഈ അമ്മയുടെ സകല അസുഖവും പമ്പ കിടക്കും. ഓക്കെ, ആൻഡ് ദെൻ എന്ത് സംഭവിക്കുകയാണ്? ഷി വാണ്ടഡ് ഹിം ടു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗുപ്ത ഡിഡ്ന്റ് ഹെസിറ്റേറ്റ് ടു ടെൽ സച്ച് എ ലൈ ടു ദ മദർ. അപ്പം ഗുപ്തയ്ക്ക് ഇത് കണ്ടിട്ട് ഇത് എന്ത് മോതിരം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. പക്ഷെ എന്നാലും ഇവർക്ക് കുറച്ച് സുഖമാവല്ലോ എന്നൊക്കെ വിചാരിച്ച് ഹി ജസ്റ്റ് സെഡ് ദാറ്റ് ഓക്കെ. മോൻ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ മോന് കുഴപ്പമൊന്നുമില്ല, ഹി ഈസ് ഡൂയിങ് വെൽ എന്ന് പറഞ്ഞു. ഓക്കെ, ആൻഡ് അത് കേട്ട് കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് സൗകര്യമായി, സന്തോഷമായി, കുഴപ്പമൊന്നുമില്ല, കുറച്ചുകൂടെ ആരോഗ്യവതിയൊക്കെ ആയിട്ട് വന്നു. ലേറ്റർ ഗുപ്ത വാസ് ഷോക്ക്ഡ് ടു ലേൺ. പക്ഷെ എന്ത് സംഭവിച്ചു? കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഹി ഗോട്ട് എ ന്യൂസ് ലൈക്ക്, എന്ത് സംഭവിച്ചു? ഫ്രാങ്ക് ഓൾറെഡി മരിച്ചുപോയി, ഹി ഈസ് നോട്ട് അലൈവ് എന്നൊരു ന്യൂസ് കിട്ടി. ആൻഡ് ഹി വാസ് റിയലി ഷോക്ക്ഡ്. Okay, and he had died even before the false information was given to the mother. And Gupta felt very sad about it and he was leaving for India to take up a new job. അപ്പം ഇത് കേട്ടപ്പോഴേക്കും ഇയാൾ ഓൾമോസ്റ്റ് ഇന്ത്യയിലേക്ക് അയാളുടെ ജോബിൻ്റെ ഭാഗമായിട്ട് പോകാനിരിക്കുമ്പോഴാണ് അയാൾക്ക് ഒരു ന്യൂസ് കിട്ടുന്നത്. ആൻഡ് ഹി വാസ് റിയലി അപ്സെറ്റ്. കാരണം ഉള്ള കള്ളമൊക്കെ പറയുകയും ചെയ്തു, ആ ചങ്ങായി ആണെങ്കിൽ മരിച്ചും പോയിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഹി വാസ് റിയലി ഫീലിംഗ് വെരി ബാഡ്. ആൻഡ് മാഗി
ഓൾസോ മെറ്റ് ഹിം. അവർക്ക് മനസ്സിലായി ഇങ്ങനെ ചേട്ടൻ മരിച്ചു പോയി എന്നൊക്കെയുള്ളത്. ആൻഡ് ബിഫോർ ലീവിങ് ടു ഇന്ത്യ she just met Gupta, and she just have given some shillings, കുറച്ച് പൈസ കൊടുത്തിട്ട് she is asking him to give അല്ലെങ്കിൽ to place some flowers in the grave of her brother. ഓക്കെ, അപ്പോൾ ഈ പൈസ കൊണ്ടുപോയിട്ട് നിങ്ങൾ കുറച്ച് പൂക്കൾ എൻ്റെ ഫ്രാങ്കിൻ്റെ കല്ലറയിൽ കൊണ്ടുവെക്കണം എന്ന് ഷീസ് ഇസ് ആസ്കിങ്. ഓക്കെ, ആൻഡ് നൗ മിസ്റ്റർ ഗുപ്ത ഹീ ഈസ് ഗോയിങ് ബാക്ക്, ആൻഡ് പഞ്ചാബിലാണ് ഹിസ് ഗ്രേവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവകുടീരമുള്ളത് പഞ്ചാബിലാണ്, അവിടെ കൊണ്ടുവെക്കണം എന്ന് പറയുകയാണ്. ആൻഡ് ഗുപ്ത വാസ് ആക്ച്വലി റിസീവിങ് ദ മണി. വേണമെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടാന്ന് പറയാം, ബട്ട് ഹി റിയലി വാല്യൂസ് ദി ഹാർഡ് വർക്ക്. ഇവള് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയായിരിക്കും, അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം വേണ്ടാന്ന് പറഞ്ഞാൽ ഹി ജസ്റ്റ് ടേക്കിംഗ് ദ മണി ആൻഡ് ഹി ഈസ് ഗോയിങ്. Okay, and that is where we will see to the end of the chapter price of flowers. അപ്പോൾ പൈസ എന്നുള്ളതിലും കൂടുതലായിട്ടുള്ള മണി എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല അവിടെ വരുന്നത്. പകരം എന്താ, അവൾ അത്രയും അധ്വാനിച്ചുണ്ടാക്കിയ പൈസ, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, ആ പൂക്കളുടെ വില. Okay, that is what we are meaning from this particular chapter. Sympathy, that is the thing that we have to discuss here. Okay, hope that one is clear. എന്തൊരു അച്ചടക്കമായ ക്ലാസ്, എങ്ങനെ വേണം, അതാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ അങ്ങനെയാണ്, പിന്നെ അല്ല. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത ചാപ്റ്റർ ഏതാ ഇറ്റ്സ് എ പോയം. കുറേ നേരമായിട്ട് നമ്മൾ പഠിച്ച് ബോറടിച്ചിരിക്കുകയാണ്. എന്താണ്, ഫിക്ഷനൊക്കെ പഠിച്ച് ആടിത്തൂങ്ങി, ആൻഡ് ദെൻ ഗാന്ധിജി പഠിച്ചു, നെഹ്റു പഠിച്ചു. ഇനി നമുക്ക് എന്തിനെ പറ്റി പഠിക്കാം? അടുത്ത് നമുക്ക് മരണത്തിലേക്ക് പോവാം. ഓക്കെ, ഡെത്ത് ദ ലെവലർ, ഇറ്റ് ഇസ് ദ നെക്സ്റ്റ് പോയം ദാറ്റ് വി ആർ ഹാവിങ്. ഡെത്ത് ദ ലെവലർ. നല്ല സമയം പഠിക്കാൻ. രാത്രിയൊക്കെ ആയി മരണത്തെ പറ്റിയൊക്കെ പഠിക്കാൻ. വേണം ഒരു 10-11 മണിയൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചൊരു ഉഷാറായിരുന്നു അല്ലേ. അപ്പൊ നോക്കിയേ, ഡെത്ത് ദ ലെവലർ, ആൻഡ് ഇറ്റ് ഇസ് റിട്ടൺ ബൈ ജെയിംസ് ഷേർലി. എന്താ ഡെത്ത് ദ ലെവലർ? ഡെത്ത് ഇസ് കൺസിഡർഡ് ആസ് എ ലെവലർ. മീനിങ് ഓഫ് ലെവലിംഗ് നമ്മൾ ആകെപ്പാടെ കേട്ടിട്ടുള്ള ലെവലിംഗ് എന്ന് പറഞ്ഞാൽ പാഡി ഫീൽഡ്സ് ലെവൽ ചെയ്യുക അല്ലേ, എല്ലാം ഉഴുത് മറിച്ച് അങ്ങോട്ട് കാലി ചെയ്ത് പോവുക. അപ്പം ഡെത്ത് ഇസ് കൺസിഡർഡ് ആസ് എ ലെവലർ ഹിയർ എന്ന് വെച്ചാൽ ഡെത്ത് ആരെങ്കിലും നോക്കി നിൽക്കുമോ? ടൈറ്റാനിക്കോ? എന്നാടാ ടൈറ്റാനിക്കിൻ്റെ കാര്യമൊക്കെ പറയുന്നത്? ടൈറ്റാനിക്കിൽ എല്ലാവരും മരിച്ചു എന്നാണോ നീ ഉദ്ദേശിച്ചത്? എന്തെങ്കിലും പറയുമ്പോൾ വൃത്തിയായിട്ട് പറയണം. ഐ കാൺ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. ടൈറ്റാനിക് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ മറ്റേ റോസും ജാക്കും ഒക്കെ തേടി പോകൂലേ? എന്താണ്, വാട്ട് ഡിഡ് യു മീൻ? വ്യക്തവും ശക്തവുമായിട്ട് പറയണം, അല്ലെങ്കിൽ വി വോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. ഓക്കെ, ഞാനപ്പോൾ ഇതിനൊരു ടൈറ്റാനിക്കിനൊരു എക്സ്പ്ലനേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പയ്യെ തുടങ്ങാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം, എന്നിട്ട് നമ്മൾ പോയറ്റിക് ഡിവൈസസ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഓക്കെ. ദ ഗ്ലോറീസ് ഓഫ് എ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ്, നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നേ? ഓഹോ, യു ആർ സിംഗിങ് ദ ചപ്പ ചപ്പ ചിപ്പി ചിപ്പി. അവിടെ നിൽക്കട്ടെ, കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും നമുക്ക് വരാം. ഓക്കെ, ദ ഗ്ലോറീസ് ഓഫ് എ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ്, നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്. അപ്പം എന്താ, നമ്മുടെ ഈ ഓടുന്ന ചോരയും അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന കളറും നമ്മുടെ പവറും പത്രാസും ഒന്നും ഇറ്റ്സ് നോട്ട് എ സബ്സ്റ്റാൻഷ്യൽ തിങ്. കാലാകാലം നിലനിൽക്കാൻ പോകുന്നില്ല. ആൻഡ് ദർ ഇസ് നോ ആമർ അഗൈൻസ്റ്റ് ഫേറ്റ്. വിധിക്കെതിരെ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. മരിക്കേണ്ട സമയമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ മരിക്കുക തന്നെ ചെയ്യും. ഇനി പെരയ്ക്കകത്തുള്ളിൽ വീട്ടിനുള്ളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാലും യു വിൽ ഡൈ. അതിൽ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. Death lays his icy hand on kings, scepter and crown must tumble down. അപ്പം എന്താ, മരണം തൻ്റെ തണുത്ത കൈകൾ കൊണ്ടുവന്ന് രാജാക്കന്മാരുടെ തോളിൽ വെക്കുന്നു. ഇസ് ഇറ്റ് ലൈക്ക് ദാറ്റ്? അല്ല, സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാരുടെ മേത്ത് കൊണ്ടേ മരണം കൈവെക്കുന്നു എന്നാണോ? ഇസ് ഇറ്റ് ലൈക്ക് ദാറ്റ്? നോ. എന്താ അവിടെ സംഭവിക്കുന്നത്? രാജാവാണെങ്കിലും പ്രജയാണെങ്കിലും മരിക്കണ സമയമായ മരിക്കണം. അല്ലാണ്ട് രാജാവിന് ഇന്ന സമയത്തെ മരിക്കാവൂ, പാവപ്പെട്ട ആൾക്കാർക്ക് ഇന്ന സമയത്തെ മരിക്കാവൂ എന്നൊന്നും എഴുതി വെച്ചിട്ടില്ല. ആരാണെങ്കിലും മരിക്കേണ്ട സമയമാകുമ്പോൾ മരിക്കണം. ഓക്കെ, ഈ സെപ്റ്റർ ആൻഡ് ക്രൗൺ എന്നൊക്കെ പറയുന്നത് എന്താ? ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദി കിങ്ലി ഫീൽ. മറ്റേ എന്താണ്, കൊട്ടാരവും കീടവും ഒക്കെയുള്ള ഒരു ഫീൽ. രാജാവാണെങ്കിലും പ്രജയാണെങ്കിലും മരിക്കേണ്ട സമയമാകുമ്പോൾ നിലത്ത് വീണ് മരിക്കും. ഓക്കെ, ആൻഡ് ഇൻ ദ ഡസ്റ്റ് ബി ഈക്വൽ മെയ്ഡ് വിത്ത് എ പുവർ ക്രൂക്കഡ് സ്കെത്ത് ആൻഡ് സ്പേഡ്. എന്താ, മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും രാജാവാണെന്ന് വിചാരിച്ച് നിങ്ങളെ കൊണ്ടുപോയി മറ്റേ സ്വർണത്തിന്റെ പെട്ടി കൊണ്ട് അടക്കി വെക്കുവോ? ഇല്ല. പകരോ പകരം എന്ത് സംഭവിക്കും? എല്ലാരെയും മണ്ണിൽ തന്നെ കൊണ്ടിടുക അല്ലേ? ആരെങ്കിലും മറ്റേ സ്വർണത്തിന്റെ പെട്ടിയിൽ കൊണ്ടുപോയി അടക്കിയതായിട്ട് കേട്ടിട്ടുണ്ടോ? എല്ലാവരും അൾട്ടിമേറ്റ്ലി ഈ പറഞ്ഞ പോലെ തന്നെ മണ്ണിലേക്ക് തന്നെയാണ് മടങ്ങുക, അത് രാജാവായാലും പ്രജയായാലും. ഓക്കെ, ആൻഡ് ദെൻ ഇവിടെ ഈ ക്രൂക്കഡ് സ്കിതേ ആൻഡ് സ്പേഡ് എന്നൊക്കെ പറഞ്ഞാൽ ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദ ഫാമർ, കോമൺ പീപ്പിൾ. അത് ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ കോമൺ പീപ്പിൾ. ഓക്കെ,
And then some men with swords may reap the field and plant fresh laurels when they kill. അപ്പോൾ ഇവിടെ നോക്കിയേ, ചില ആൾക്കാർ they'll be just റീപ്പിംഗ്, അതായത് ചില ആൾക്കാർ സ്വാർഡ്സ്, വാളും കത്തിയും ഒക്കെ ഉപയോഗിച്ച് they'll be just making lot of winnings, അതായത് യുദ്ധങ്ങളൊക്കെ ചെയ്യുന്നത് വാളും പരിചയമൊക്കെ എടുത്തിട്ടാണല്ലോ. അപ്പം അങ്ങനെ അവിടെ ഒരുപാട് വിന്നിങ്സ്, ഒരുപാട് ജയങ്ങളൊക്കെ അവർ ഉണ്ടാക്കി വെക്കും. they'll be just winners there. പക്ഷെയോ but their strong nerves at last must steal. കുറച്ച് കഴിഞ്ഞാൽ ഇവരും ആരെയൊക്കെ കൊന്നിട്ടുള്ള മനുഷ്യന്മാരാണെങ്കിലും എത്ര വലിയ ഗ്രേറ്റ് വാരിയർ ആണെങ്കിലും എന്ത് സംഭവിക്കും, ലാസ്റ്റ് അവരും മരിക്കുക തന്നെ ചെയ്യണം. ആൻഡ് ദേ ടൈം ബട്ട് one another still. Early or late they stoop to fate and must give up their murmuring breath. എന്താ പറയുന്നത്, കുറച്ച് ലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 90 വയസ്സ് പോട്ടെ, ഒരു 100, 110 അതായി കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കേണ്ട സമയത്ത് മരിക്കും. അത് ചിലപ്പോൾ നേരത്തെ ആവാം, ചിലപ്പം കുറച്ചുകൂടി കഴിഞ്ഞാവാം. ആൻഡ് യു വിൽ ഹാവ് ടു സ്റ്റോപ്പ്, നിങ്ങൾ എന്താണെങ്കിലും വിധിക്ക് കീഴടങ്ങേണ്ടി വരും. ആൻഡ് യു മസ്റ്റ് ഗിവ് അപ്പ് ദെയർ മർമറിംഗ് ബ്രീത്ത് ആൻഡ് വെൻ ദേ പേൽ ക്യാപ്റ്റിവീസ് ക്രീപ് ടു ഡെത്ത്. നിങ്ങൾ തടവറയിൽ സൂക്ഷിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിലും മരിച്ചു പോവും, നിങ്ങളാണെങ്കിലും സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഡെത്ത് ഇസ് പോസിബിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ആൻഡ് ദ ഗാർലൻഡ്സ് വിതർ ഓൺ യുവർ ബ്രോ, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പൂക്കളൊക്കെ ഇട്ടിട്ട് നിങ്ങളുടെ മേത്തിട്ടിട്ട് അങ്ങോട്ട് പോവും. ആൻഡ് ദ ബോസ് നോ മോർ യുവർ മൈറ്റി ഡീഡ്സ്, പിന്നെ ആരും നിങ്ങളെ എത്രയും കാലം പൊക്കി നിങ്ങളെ വാഴ്ത്തി പാടിക്കൊണ്ട് നടന്ന ആൾക്കാരും മരിച്ചു കഴിഞ്ഞാൽ കാണത്തില്ല. ചിലപ്പം ആ കുഴിയിലേക്ക് എടുക്കുന്നതിന് തൊട്ട് മുന്നേ പറഞ്ഞോടിക്കോ നല്ലൊരു മനുഷ്യനായിരുന്നു, ഓ തൊട്ട് മുന്നേ വരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നതാണ് ജീവിച്ചുകൊണ്ടിരുന്നപ്പം അയാൾ വരെ നല്ലൊരു മനുഷ്യനായിരുന്നു, എന്തായാലും അയാളുടെ വിധി കേട്ടിട്ടില്ലേ. ആൻഡ് അവിടെ എന്താ സംഭവിച്ചത്, അതാ ഇനി നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പറ്റി പാടി പുകഴ്ത്താൻ no one will be there. And upon death's purple altar now and where the victim bleeds your hearts must come. അപ്പം നമ്മുടെ മരണത്തിന് താഴ്വാരത്തിൽ എന്താ സംഭവിക്കുന്നത്, അവിടെ കൊല്ലുന്നവനും കൊല്ലപ്പെട്ടവനും ഒക്കെ സിമിലറാണ്, വിക്ടർ ആൻഡ് വിക്ടിം രണ്ടുപേർക്കും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, രണ്ടുപേരും അവിടെ ഒരേപോലെ തന്നെയാണ്. ആൻഡ് ടു ദി കോൾ ടേം ഓൺലി ദി ആക്ഷൻസ് ഓഫ് ദി ജസ്റ്റ് സ്മെൽ സ്വീറ്റ് ആൻഡ് ബോസം ആൻഡ് ദെയർ ഡസ്റ്റ്. ആകെപ്പാടെ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നല്ലത് ആൾക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത് ആൾക്കാർ ഓർത്തിരിക്കും. അല്ലാണ്ട് കുറേ യുദ്ധങ്ങളൊക്കെ ചെയ്തു എന്ന് വിചാരിച്ച് ആൾക്കാരും നിങ്ങളെന്ന് ഓർമ്മിത്തോണ്ടെന്നില്ല. നിങ്ങൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പീപ്പിൾ വിൽ റിമെമ്പർ യു ഈവൻ ഇഫ് യു ആർ നോട്ട് എനി മോർ. ഓക്കെ, നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാലും ആൾക്കാർ നിങ്ങളെ ഓർത്തിരിക്കണമെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പം നല്ല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെയ്തോളുക. ഓൾറൈറ്റ്, അമ്മേ ജറാങ് വ്രാണഗഞ്ചി കോൺസെപ്ഷ്യൽ ഫ്രൂട്ട്, ഓ മൈ ഗാഡ് അങ്ങോട്ടൊക്കെ എത്തിയോ, പഠിച്ച് അവിടെ എത്തി. യു ആർ ടോക്കിംഗ് അബൌട്ട് ദറ്റ് ടൈറ്റാനിക്കിൻ്റെ ആ ഒരു ചാപ്റ്ററിലേക്കൊക്കെ പോയതാണല്ലേ. ഓഫ് സച്ച് ആൻ എന്തൂസിയാസ്റ്റിക് മാൻ, പഠിച്ച് മുന്നോട്ട് പോകാൻ എന്തൊരാഗ്രഹം. പയ്യെ നമുക്ക് അങ്ങോട്ട് എത്താട്ടാ. ഓക്കെ, അപ്പം എന്താ നമ്മൾ ആ ഒരു പോയം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിവിടെ നോക്കാനുള്ളത് ദി മേജർ പോയറ്റിക് ഡിവൈസസ്. അത് ഞാൻ പറയത്തില്ല, യു ഹാവ് ടു ടെൽ ബിക്കോസ് ഐ ഹാവ് ബീൻ ടോക്കിംഗ് ഫോർ ഓൾ ദീസ് ടൈംസ്. ഇനി നിങ്ങൾ വേഗം പറഞ്ഞോളൂ, ഏതൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ള പോയറ്റിക് ഡിവൈസസ്. ഓക്കെ, വേഗം പറഞ്ഞോളൂ. പോയറ്റിക് ഡിവൈസസ്, ഡെത്ത് എന്ന് പറയുന്നത് വാട്ട് ടൈപ്പ് ഓഫ് സോങ് ഇസ് ദിസ്? എന്ത് ടൈപ്പ് ഓഫ് സോങ്? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫ്യൂണറൽ സോങ് അല്ലേ, ഒരു മരണത്തിൻ്റെയൊക്കെ ധ്വനിയുള്ള സാധനമാണ്. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫ്യൂണറൽ സോങ്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ മെറ്റഫർ പറഞ്ഞേ, കമ്പാരിസൺസ് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്? ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് അല്ലേ, ദേ ആർ ഷാഡോസ് നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്. ഒന്നാമത്തെ ലൈൻ തന്നെ ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ മെറ്റഫർ, കമ്പാരിസൺ ആണ് അല്ലേ, ഇൻഡയറക്റ്റ് കമ്പാരിസൺ ആണ്. സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ മെറ്റഫർ. ഇനി വേഗം പോരട്ടെ, ആൻസേഴ്സ് വേഗം പോരട്ടെ. അടുത്തതോ ദാ ആൻഡ് പ്ലാൻ ഫ്ലഷ് ലോറൽസ് വേർ ദ കിൽ എന്ന് വെച്ചാൽ എന്താ, കുറേ ബൊക്കയും സ്മാരകങ്ങളൊക്കെ കിട്ടും എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ലൈക്ക് അവര് ഒരുപാട് വിജയങ്ങളൊക്കെ ഉണ്ടാവാം എന്നുള്ളൊരിതാണ്. സോ ദാറ്റ് ഇസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ മെറ്റഫർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാനിവിടെ പയ്യെ എഴുതി വെച്ചെന്ന് വിചാരിച്ചു ഡോണ്ട് ജസ്റ്റ് ഗോ ഫോർ ഷോർട്ട് ഫോംസ്. മെറ്റഫറിൻ്റെ ഷോർട്ട് ഫോം അവിടെ എഴുതിയതാണ്, ദയവ് ചെയ്ത് ആൻസേഴ്സിലൊന്നും കൊണ്ടുപോയി ഷോർട്ട് ഫോംസ് ഒന്നും എഴുതി വെച്ചേക്കരുത്. ഓക്കെ, ഞാൻ കുറച്ച് മടിച്ചായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും എന്ന് വിചാരിച്ചുകൊണ്ട് എഴുതിയതാണ്. പ്ലീസ് ഡോണ്ട് ഫോളോ ദിസ് ബ്ലൈൻഡ്ലി. ഓക്കെ, ഇനി അപ്പോൾ അടുത്ത് പറഞ്ഞോളൂ. ഇനി ഏതൊക്കെയാണ് സിമ്പിൾസ് വരുന്നത്? ഈ ലോറൽസ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ഓൾ സിമ്പിൾസ്, നമുക്ക് കിട്ടുന്ന വിജയത്തിന് കിട്ടുന്ന അപ്രിസിയേഷൻസിനെയൊക്കെയാണ് അവിടെ ലോറൽസിനോട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഇസ് എ സിമ്പിൾ. ഇനി ഇസ് ദർ എനി ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്സ്? ഓ മൈ ഗോഡ്, പോയോ എല്ലാവരും പോയോ? ജസ്റ്റ് ഗിവ് മീ സം എക്സാമ്പിൾസ് ഫോർ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്. രണ്ട് ക്വാളിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. വാട്ട് ഇസ് ദി എക്സാമ്പിൾ ദർ? എവിടെ? ദിസ് ഇസ് വൺ. വിത്ത് ദ പുവർ, ക്രൂക്കഡ്, സ്കിത്തി ആൻഡ് സ്പെയ്ഡ്.
ഓക്കെ, അത് അവിടെ ഈ പറഞ്ഞ മാതിരി സ്കിറ്റി ആൻഡ് സ്പേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസ് denotes the situation of poor people. Okay, and then personification, there is no armor against fate. ഫെയ്റ്റിന്റെ എവിഡൻസ് നമുക്ക് പ്രത്യേകിച്ച് പടച്ചട്ടകളൊന്നുമില്ല. ഇനി വേർ ഇസ് ഇറ്റ്? ഡെത്ത് ലേസ് ഇറ്റ്സ് ഐസ്, തണുത്ത കൈകൾ കൊണ്ടുവെക്കുന്നു. വേർ ഇസ് ഇറ്റ്? ഓ മൈ ഗോഡ്, ഡെത്ത് ലേസ് ഇറ്റ്സ് ഐസി ഹാൻഡ്സ് ഓൺ, തണുത്ത കൈകൾ. മരണത്തിന് തണുത്ത കൈയാണോ ചൂടുള്ള കൈയാണോ നമുക്ക് എങ്ങനെ അറിയാവുന്ന അല്ലേ? ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് ലൈക്ക് പേഴ്സണിഫൈഡ്. പേഴ്സണിഫിക്കേഷൻ ആണ് അവിടെ വരുന്നത്. ദെൻ അലിട്രേഷൻ എക്സാമ്പിൾസ്, വിക്ടർ വിക്ടിം അല്ലേ? വിക്ടർ വിക്ടിം, BV. Any next one, sweet smell. Alliteration example ആണ്, starting with the same sound. All right, then anything else? Oxymorons എന്താ? Opposite things placed together. This is another example for oxymoron. Opposites ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലേസ് ചെയ്യുന്നതിനാണ് we call it as oxymoron. ഇനി ഇതിലാണോ മറ്റു പോയി ഉണ്ടോ? murmuring breathe, നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ഒരുമാതിരി ഒരു ഇങ്ങനെ ചെറിയൊരു പിറുപിറുക്കൽ പോലെയാണ്. സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഓണമറ്റോപ്പിയ. ഓക്കെ, ഓണമറ്റോപ്പിയ. ഇനി ഇസ് ദർ എനിത്തിങ് എൽസ്? ആടാ, എല്ലാവരും ഉറങ്ങാണ് തോന്നുന്നു. നീ വിളിച്ച് എഴുന്നേപ്പിക്കേ. നമുക്ക് കുറച്ച് ജിൽജില്ലായിട്ട് രണ്ട് പാട്ടൊക്കെ പാടി അങ്ങോട്ട് പോവാ. ഉറങ്ങുന്നവരൊക്കെ എഴുന്നേറ്റോളൂ, ക്ലാസ് കഴിഞ്ഞു. അയ്യോ, ക്ലാസ് കഴിഞ്ഞിട്ടില്ല. ഉറങ്ങുന്നവരെയൊക്കെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അങ്ങനെ കഴിയുമ്പോഴേക്കും താങ്ക് യു മിസ്, ബൈ മിസ് എന്നൊക്കെ പറയാനെങ്കിലും ആരെങ്കിലും വരുമല്ലോ. ദാറ്റ് ഇസ് വൈ ജസ്റ്റ് സെഡ് ഇറ്റ് ലൈക്ക് വൈസ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കിക്കേ. ഇനി വേർ ഇസ് സംതിങ് എൽസ്? മിസ് പാടും, എല്ലാവരും എണീച്ചും അല്ലേ? പാടി സാധാരണഗതി നേരെ തിരിച്ചാടോ പാടിയാ ഉറങ്ങുക ചെയ്യുക. പ്രത്യേകിച്ച് വെൻ ഐ എം ഗോയിങ് ടു സിംഗ് ഡെഫിനറ്റ്ലി എവ്രി വൺ വിൽ സ്ലീപ്പ്. ഞാൻ എന്തിനാ എൻ്റെ ക്ലാസ്സിൽ പിന്നെ പാടി ഉറക്കുന്നത്? നെക്സ്റ്റ് ക്ലാസ് ആവട്ടെ, വിൽ ജസ്റ്റ് ഗോ ഫോർ സം പോയിംസ്, അല്ലെങ്കിൽ കുറച്ച് പാട്ടും കുറച്ച് DJ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ സെറ്റപ്പ് ആയിരിക്കും. അപ്പോൾ പിന്നെ ആരും ഉറങ്ങൂല, നല്ല ജിൽജില്ലായിട്ടിരിക്കും എല്ലാം കൂടെ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തെങ്കിലും പോയറ്റിക് ഡിവൈസസ് ആണ് പറഞ്ഞത്. നമ്മൾ വീണ്ടും വിഷയത്തിൽ നിന്ന് തെന്നി മാറി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്താ പോയറ്റിക് ഡിവൈസ് ഉള്ളത്? വൈ ഈസ് ഡെത്ത് കോൾഡ് ആസ് എ ലെവലർ? ബിക്കോസ് അത് എല്ലാത്തിനും തകർത്ത് തരിപ്പണാക്കി പോകുന്നുണ്ട്. ഡെത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തേ ബാക്കി ഉണ്ടാവോ? സെലിബ്രിറ്റിയാ, ഡെത്ത് വന്നു, എന്തായാലും ബാക്കി ഉണ്ടാവോ? ഇല്ല. ദാറ്റ്സ് ഇറ്റ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ ലെവലർ. ഇനി അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് നെക്സ്റ്റ് വി ഹാവ് മെറ്റോണമി. മെറ്റോണമി എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ബോഡി പാർട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സാധനം വെച്ചിട്ട് വി ആർ ജസ്റ്റ് ഡിനോട്ടിങ് ടു സംതിങ് എൽസ്. അപ്പോൾ അങ്ങനെയുള്ള എക്സാമ്പിൾസ് എന്താ? സ്കെപ്റ്റർ ആൻഡ് ക്രൗൺ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് വൺ, ദിസ് സ്റ്റാൻഡ്സ് ഫോർ കിങ്, അല്ലെങ്കിൽ വലിയ പൊസിഷനിൽ ഇരിക്കുന്നവരെ. ഇനി ഇവിടെ മറ്റേ നമ്മുടെ സ്കിറ്റി ആൻഡ് സ്പേഡ്, ഇറ്റ് സ്റ്റാൻഡ് ഫോർ പുവർ പീപ്പിൾ ഓർ കോമൺ പീപ്പിൾ. അപ്പോൾ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ മെറ്റോണമി. ഓൾറൈറ്റ്, അപ്പം ഇത്രയും കാര്യങ്ങൾ എന്തായി? പോയറ്റിക് ഡിവൈസസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓ മൈ ഗാഡ്, ഓഫ് എന്തൊരു ഉത്സാഹം, പഠിപ്പിക്കാൻ എന്തൊരു ഉത്സാഹം. അപ്പോൾ എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ വിൽ ജസ്റ്റ് കം വിത്ത് സം ഇൻട്രസ്റ്റിംഗ് തിങ്സ്. രണ്ടുമൂന്ന് കടങ്കഥയോ 4 പാട്ടും 4 ഡാൻസും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് പോരാം. എന്ത് പറയുന്നു? അങ്ങനെ ഇപ്പോൾ പറഞ്ഞ ഉടനെ അങ്ങോട്ട് ഇതായി കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഇതായി പോവില്ലേ? കുറച്ച് ജാടയൊക്കെ ഇറക്കി കിട്ടെ, 2 ക്ലാസ് കൂടെ ഒക്കെ ഉണ്ടല്ലോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സെറ്റാക്കാം. ഓൾറൈറ്റ്, ഓക്കെ. അപ്പം നമ്മൾ ഇത് ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് അങ്ങോട്ട് പോയാലോ? നമുക്ക് ഇനിയുണ്ട് ചാപ്റ്റേഴ്സ് എടുക്കാൻ. Shall we just go? Oh, क्या भाई, ഇപ്പോൾ പാടൂ പ്ലീസ്. സോറി മാം, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ജാടയൊക്കെ ഇട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. സോ ഐ ഡെഫിനറ്റ്ലി ഡൂ ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. വി ആർ ഗോയിങ് ഫോർ ദ നെക്സ്റ്റ് ചാപ്റ്റർ. അഗെയിൻ ഇറ്റ്സ് പോയം സൺറൈസ് ഓൺ ദ ഹിൽസ് ആണ്. ഇവിടെ നോക്കിയേ, വളരെ ചെറിയ മറ്റേ എന്താണ് പ്രകൃതിയുടെ തരുണി എന്തോ സാധനം, ആ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു പോയമാണ്. Shall we just discuss? Okay. അപ്പോൾ സോ ദിസ് ഇസ് എ പോയം, H.W. ലോങ്ഫെല്ലോയുടെ പോയമാണ് സൺറൈസ് ഓൺ ദ ഹിൽസ്. ഇറ്റ് ഡിസ്കസസ് അബൌട്ട് നേച്ചറിൻ്റെ ഒരു എഫക്റ്റ് ഒക്കെയാണ് അവിടെ നമ്മൾ കാണുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ വെരി ബിഗ് വൺ. കുറച്ച് ഇപ്പോഴത്തെ ഐ വിൽ ജസ്റ്റ് ഗോ ഫോർ ദി മേജർ പാർട്ട്. അതിൻ്റെ ഒരു ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞിട്ട് വിൽ ജസ്റ്റ് ഗോ ഫോർ ദി പോയറ്റിക് ഡിവൈസസ്. പോയറ്റിക് ഡിവൈസ്
മലയാളം ടീച്ചറെ എടുത്ത് നിർത്തണോ? വൈ മാം? മലയാളം ടീച്ചർ ഭയങ്കര പാട്ടാണ് ഇവിടെ. ഓ മൈ ഗാഡ്. എന്നാൽ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പൊട്ടിച്ചിങ്ങോട്ട് പോരാ കേട്ടോ. മലയാളം ടീച്ചർ മലയാളം പാട്ട് പഠിക്കും, ഇംഗ്ലീഷ് ടീച്ചർ ഇംഗ്ലീഷ് പാട്ടുമായിട്ട് വരും. അപ്പം നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ദ സൺറൈസ് ഓൺ ദ ഹിൽസ് ആൻഡ് ഡീൽസ് വിത്ത് സെലിബ്രേഷൻ പവർ ഓഫ് ഹീലിംഗ് പവർ ഓഫ് നേച്ചർ. അതായത് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നേച്ചർ ക്യാൻ ഹീൽ ഇറ്റ്. നിങ്ങളുടെ കൈ ഒന്ന് വെട്ടിമുറിച്ചിട്ട് ചെന്നോളൂ, നേച്ചർ ക്യാൻ ഹീൽ ഇറ്റ് എന്നല്ല. ബട്ട് ഇഫ് യു ആർ നോട്ട് ഫീലിംഗ് വെൽ, നിങ്ങൾ നേച്ചറിലേക്ക് ഇറങ്ങി വെക്കൂ, യു വിൽ ഡെഫിനറ്റ്ലി ഫീൽ ഗുഡ്. ദാറ്റ് ഇസ് ഇറ്റ്. ഓക്കെ. And the poet thinks upon morning sun shining on the woods and hills and asks readers to return to nature and soften your mind. അപ്പോൾ രാവിലെ സൂര്യനെ കുതിച്ച് വരുമ്പോഴേക്കും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി പോയി നിൽക്കൂ, യു വിൽ ഫീൽ വെരി റിലാക്സ്ഡ്. അല്ലാണ്ട് 8 മണി വരെ ഉറങ്ങി കഴിഞ്ഞാൽ യു വോണ്ട് ഫീൽ റിലാക്സ്ഡ്. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ. ആൻഡ് ത്രൂ ഔട്ട് ദി പോയം ലോങ്ഫെല്ലോ കമ്പയർസ് ദ സൺ ടു എ നൈറ്റ് ആൻഡ് നേച്ചർ ടു ഇറ്റ്സ് സ്വീറ്റ് ഹാർട്ട്. അപ്പോൾ നമ്മുടെ ത്രൂ ഔട്ട് പോയത്തിൽ നമ്മുടെ ലോങ്ഫെല്ലോ 2 കമ്പാരിസൺസാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് സണ്ണിനെ ഒരു നൈറ്റ്, കുതിരപ്പുറത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ പോകുന്ന ഒരു നൈറ്റായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ നേച്ചറിനെ അദ്ദേഹത്തിൻ്റെ പ്രണയിനി ഒരു സ്വീറ്റ് ഹാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. സ്വീറ്റ് ഹാർട്ടിനെയൊക്കെ കേട്ടപ്പോഴേക്കും ആൾക്കാർ എഴുന്നേറ്റോ? ഉറക്കമൊക്കെ പോയോ? സ്വീറ്റ് ഹാർട്ടും ലവറൊക്കെ കേട്ടാലേ നിങ്ങൾ എഴുന്നേക്കുള്ളൂ. എന്താ ചെയ്യുക? അപ്പോൾ ദാ സ്വീറ്റ് ഹാർട്ട് എത്തിയിട്ടുണ്ട്. ആൻഡ് ഷീ ഈസ് കൺസിഡറിങ് ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ പ്രിൻസസ്. ഓക്കെ. നൈറ്റും പ്രിൻസസും. ദ ലവ് സ്റ്റോറി ബിറ്റ്വീൻ എ നൈറ്റ് ആൻഡ് എ പ്രിൻസസ്. ഓൾ റൈറ്റ്. ഓക്കെ. മലയാളം അറിയില്ല അല്ലേ മിസ്സിന്? ഇല്ല മോനോയെ, ഇല്ല, മലയാളം അറിയില്ല. ഐ ഒള്ളി ഇംഗ്ലീഷ്. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കിയേ. The poem opens with a description of a grand, glorious returning march of the sun, which the poet witnesses from the top of hill. അപ്പോൾ ഒരു മലയുടെ മേളിലൊക്കെ നിന്നിട്ട് ഇദ്ദേഹം ഒരു സൂര്യോദയമൊക്കെ കാണാണ്. അതിനെയാണ് ഈ ആഡംബരത്തിൽ പറഞ്ഞേക്കുന്നത്. എന്താണ്, ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് ഒരു സൂര്യൻ ഉദിക്കുന്ന സംഭവമൊക്കെ കണ്ടു. ആൻഡ് നേച്ചർ ദ പ്രിൻസസ്. ആരായിരുന്നു നമ്മുടെ പ്രിൻസസ്? ഹൂ ഇസ് എ ലവർ? ആരാണ് പ്രണയിനി? നമ്മുടെ നേച്ചറാണ്. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ ദി അറൈവൽ ഓഫ് ദിസ്. അല്ലേ, കാമുകന്മാർക്ക് വേണ്ടി കാമുകന്മാർ വെയിറ്റ് ചെയ്ത് നിൽക്കാറുള്ള പോലെ നമ്മുടെ നേച്ചർ, ഹി വാസ് ആക്ച്വലി വെയിറ്റിംഗ് ഫോർ ദിസ് സൺ. സണ്ണിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ആൻഡ് നൗ ദ സിറ്റി ഗേറ്റ്സ് heaven's wide arc as glorious with the night's arrival. So നമ്മുടെ താരം, നമ്മുടെ ഹീറോ എത്തിയിരിക്കുകയാണ്. സോ ദ നൈറ്റ് ഇസ് അറൈവിംഗ് ആൻഡ് സൺസ് ഗ്ലോറി ഔട്ട്ഷൈൻസ് എവറിത്തിങ് എൽസ്. സോ ഈ സണ്ണിൻ്റെ ഗ്ലോറി എന്ന് പറയുന്നത്, സണ്ണിൻ്റെ ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് കനോട്ട് ബി കമ്പയർഡ് ടു എനിത്തിങ് എൽസ്. അല്ലേ, രാവിലെ വെളുക്കുമ്പോഴേക്കുമുള്ള ആ ഒരു സുഖം, പണിയെടുക്കാനുള്ള സുഖമല്ല, ബട്ട് സ്റ്റിൽ എന്നാലും സൂര്യനെ കുതിച്ച് വരുമ്പോഴേക്കും ഒരു സുഖമാണ്. അപ്പം ഇറ്റ് കനോട്ട് ബി കമ്പയർഡ് ടു എനിത്തിങ് എൽസ്. ഇനി എന്താ? ദ ക്ലൗഡ്സ് ദാറ്റ് ഹാവ് ഗാതേർഡ് മിഡ്വേ റൗണ്ട് ദ വുഡഡ് ഹൈറ്റ് നൗ ലുക്ക് ലൈക്ക് എൻ ആർമി ഓവർ പവേർഡ് വിത്ത് ബാറ്റിൽ. അപ്പോൾ ഇവിടെ നൈറ്റും പ്രിൻസസും ഒക്കെയാണ്. അപ്പോൾ അവിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ആൾക്കാർ വേണം. അപ്പം യുദ്ധിച്ചു വന്നപ്പോഴേക്കും കുറെ മരങ്ങളൊക്കെ അവിടെ നിൽപ്പുണ്ട്. അതുങ്ങളൊക്കെ എന്തായിട്ട് കരുതുന്നു? കുറച്ച് സോൾജിയേഴ്സ് വാറൊക്കെ ചെയ്യാൻ വേണ്ടി, ബാറ്റിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യപ്പെടുകയാണ്. And then the enemy forces retreat and rocking on the conquered fortress and is left dark, pine, blasted and bare. അപ്പം അപ്പുറത്തുനിന്ന് ഭാഗത്ത് ഹീറോയും റെഡി ആയിട്ട് നിൽക്കുന്നു, അപ്പുറത്തുനിന്ന് എനിമി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നു. സംഭവങ്ങൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടോ what happens then? The veil of cloud is lifted from the above face of princess. അപ്പം പയ്യെ വെയിലൊക്കെ അങ്ങോട്ട്, ആ ഒരു മൊണവാട്ടിയുടെ പ്രിൻസസിന്റെ തലയിൽ ഇങ്ങനെ ഉണ്ടായിരുന്ന ആ വെയിൽ പയ്യെ അങ്ങോട്ട് റിമൂവ് ചെയ്ത്, ആൻഡ് നൗ ദ റേസ് ഓഫ് സൺ ഇറ്റ് ഇസ് ഗെറ്റിംഗ് ദർ ആൻഡ് നേച്ചർ ബിഗിൻസ് ടു സ്മൈൽ. അപ്പം നേച്ചർ അടിപൊളിയാവാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് നൗ ദ ഡിസ്റ്റിങ്ക്ട് വാട്ടേഴ്സ് ഡാഷിംഗ് ആൻഡ് കറന്റ് വേഴ്സ്, ചെറിയ ചെറിയ കാറ്റുകളും അപ്പുറത്തു നിന്നുള്ള ലേക്കിൽ നിന്നുള്ള ചെറിയ ചെറിയ സൗണ്ടുകളും. ആൻഡ് ഈ വെള്ളം എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ദർ ഇൻ ബ്ലൂ കളർ. അപ്പോൾ അത് പ്രിൻസസിന്റെ ഐസ് ആയിട്ടൊക്കെയാണ് പറയുന്നത്. ആൻഡ് സിൽവർ ബീച്ചസ് ആർ ദർ, വുഡ്സ് ബെൻഡിങ്, അപ്പോൾ അതൊക്കെ ഐലാഷസ് ആയിട്ട്. അപ്പം ആ ഒരു പെൺകുട്ടിയുടെ ഭംഗി ഇത്രത്തോളം, കൺവീലികൾ അങ്ങനെയാണ്, നിന്റെ മൂക്ക് അങ്ങനെയാണ്, നിന്റെ താടി അങ്ങനെയാണെന്നൊക്കെ പറയുന്ന പോലെ ഒരു കമ്പാരിസൺ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഫ്രം ദി ബ്യൂട്ടിഫുൾ സൈഡ്സ് ടു ദി വാലി. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? വി ക്യാൻ ഹിയർ ദ സൗണ്ട്സ്. നേച്ചർ എന്ന് വരുന്ന സൗണ്ട്സിനെയാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഓക്കെ. എന്തൊക്കെ സൗണ്ട്സാണ് കേൾക്കുന്നത്? നേച്ചർ ഇസ് വെരി മ്യൂസിക്കൽ. എന്തൊക്കെ കാര്യങ്ങൾ കേൾക്കാം? ഈ മലകളിലൊക്കെ ചെന്ന് തട്ടി ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ആൻഡ് ചെറിയ ചെറിയ മെറി ഷൗട്ടിങ്സ് വർ ദർ. ആൻഡ് ദെൻ സൺറൈസ്, ചെറിയ മലകളിലൊക്കെ നിന്നിട്ട് സൺറൈസ് കാണുക എന്ന് പറയുന്നത് സച്ച് എ ബ്യൂട്ടിഫുൾ തിങ്. അടിപൊളിയായിട്ടുള്ള, ഈ ചില ആൾക്കാരൊക്കെ പോകുന്ന കണ്ടിട്ടില്ലേ നാട്ടിൽ? ചില ആൾക്കാർ ഇൻക്ലൂഡിങ് മീ, നല്ല രസമാണ്. ഐ ഫൊർഗോട്ട് ദ നെയിം. ബാംഗ്ലൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വിൽ ഗോ ദർ. സൺറൈസും സൺസെറ്റും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വിൽ ജസ്റ്റ് ഗോ ടു എ പെർട്ടിക്കുലർ പ്ലേസ്. ഐ ഫൊർഗോട്ട് ഇറ്റ്സ് നെയിം. എനിവൺ ക്യാൻ റിമൈൻഡ് മീ അബൌട്ട് ദറ്റ് പ്ലേസ്?
വെളുപ്പിന് രാവിലെ 4 മണിക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സൺറൈസ് ഒക്കെ കാണാൻ പറ്റുന്ന ഒരു ഏരിയ. സംതിങ് വേർ ദൻ ബാംഗ്ലൂർ. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. അപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടീനെ പറ്റിയൊക്കെയാണ് നമ്മുടെ പോയറ്റ് ഇസ് ഡിസ്ക്രൈബിങ് ഹിയർ. ആൻഡ് നേച്ചറിൻ്റെ ചാം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ തിങ്. അത് നമുക്ക് ഒരിക്കലും മറന്നു പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആൻഡ് സൺറൈസ് ഓൺ ഹിൽ ഇറ്റ് ഹോൾസ് ബ്യൂട്ടിഫുൾ ഇമേജസ് ഓഫ് ലവ്, അഡ്വെഞ്ചർ ആൻഡ് ബാറ്റിൽ അബൌണ്ട് ദ പോയം. അപ്പോൾ ഇവിടെ യുദ്ധവും ലവും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് സോഫ്റ്റ് ഗെയിൽസ് ഗോയിങ് ഫോർ ടു കിസ് ദി സൺക്ലാഡ് വെയിൽ ടേമിങ്സ് ആണ്. ആൻഡ് ദീസ് ആർ ദി മേജർ തിങ്സ്. ഇപ്പം ഈ പറഞ്ഞ ലവ്, അഡ്വെഞ്ചർ, ബാറ്റിലിനൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഫ്രേസസ് ആണ് ഈ താഴെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ അപ്പം ഇതിൽ നമുക്ക് ആക്ച്വലി ഡിസ്കസ് ചെയ്യാനുള്ളത് ദ മേജർ തിങ്സ് ഏതൊക്കെയാ? This one. Poetic devices. വേഗം പറഞ്ഞോളൂ. Poetic devices ഏതൊക്കെയാണെന്നുള്ളത്. വേഗമായിക്കോട്ടെ. സൺറൈസ് ഓൺ ദ ഹിൽസ്. എന്താ അതിൻ്റെ തീം? ദ പവർ ഓഫ് നേച്ചർ. എത്രത്തോളം നേച്ചർ എത്ര പവർഫുൾ ആണെന്നുള്ളതാണ് അതിൻ്റെ തീം വരുന്നത്. ആൻഡ് ദെൻ വാട്ട് ഇസ് ദിസ് പേഴ്സണിഫിക്കേഷൻ? എന്താ? സണ്ണിൻ്റെ റിട്ടേണിങ് മാർച്ചിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. സണ്ണ് തിരിച്ചു വരിക എന്നാണോ? നോ, സണ്ണ് പിന്നെയും ഉദിച്ചു വരുന്നു എന്നൊക്കെ ഉള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വെന്റ് ഫോർത്ത് ടു കിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൺക്ലാഡ് വെയിൽസ്. ഇവിടെ തന്നെ നമ്മൾ ഇറ്റ് വാസ് സംവർ ഹിയർ. സൺക്ലാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവത്തെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ പെർസണിഫിക്കേഷൻ. ദെൻ ഓണോമറ്റോപിയ, that wind whirling and swishing, that is an example. Then symbols ഉണ്ട്. Heaven's wide arc, it's a symbol. Any sun-clad veils, then shattered lands, all these are symbols. And these are the major poetic devices. In oxymoron ആണെങ്കിൽ we have soft gales എന്ന് പറഞ്ഞ oxymoron യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി lot of images, സൗണ്ട് ഉണ്ടാക്കുന്നത്, സൗണ്ടിന്റെ ഓഡിറ്ററി ഇമേജസ് ആർ ദർ, വിഷ്വൽ ഇമേജസ് കാണാം, നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറേ കാര്യങ്ങൾ. വെയിൽ റിമൂവ് ചെയ്യുന്ന പോലെ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ദെൻ കനസ്തെറ്റിക് മൂവ്മെന്റ്സ് കാണിക്കുന്ന ഒരുപാട് ഇമേജസും ഇതിൽ വന്നിട്ടുണ്ട്. സോ ഓൾ ദീസ് തിങ്സ് ക്യാൻ ബി കൺസിഡർഡ് ആസ് പോയറ്റിക് ഡിവൈസസ്. All right? അങ്ങനെയാണെങ്കിൽ shall we just go for the next chapter? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് ചാപ്റ്റർ ആയിരിക്കും ഇത്. Shall we just go? പോയാലോ? വീട്ടിൽ പോവാന്നല്ല, ഇതുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്താലോ? എന്ത് പറയുന്നു? yes or no? ലാസ്റ്റ് ചാപ്റ്റർ ആണ്. അതോ എല്ലാവരും ഉറങ്ങിയാ? എന്താണ്? shall we discuss the next chapter? അങ്ങനെയാണെങ്കിൽ വീണ്ടും വേഗം തംസപ്പ് ഇട്ടോളൂ. എനിക്ക് തംസപ്പ് ഒരു ഹരമായി മാറിയിരിക്കുകയാണ്. let me just get some thumbs up. വേഗമായിക്കോട്ടെ. എന്താ ചെയ്യുക? പഠിപ്പിച്ച് തൊണ്ടയൊന്നുമില്ല. എന്നിട്ട് I am not even getting a thumbs up. മോനെ ഞാനുണ്ട് ബസ്. ബാക്കിയുള്ളവരൊക്കെയോ? ഈ ഒരെണ്ണ ഇവിടെ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അവിടെ? ശരി, നീ ഒരാളെങ്കിലും ഉണ്ടല്ലോ. അപ്പം അങ്ങനെയാണ് നമ്മൾ അടുത്തതിലേക്ക് പോകണം. ജസ്റ്റ് ബിക്കോസ് ഓഫ് യു മാൻ, അല്ലെങ്കിൽ ഞാനിത് അനങ്ങൂലായിരുന്നു. 8:30 ആയാലും കുഴപ്പമില്ലായിരുന്നു. ഐ വോണ്ട് ജസ്റ്റ് മൂവ്. ജസ്റ്റ് ബിക്കോസ് ഓഫ് യു ഐ എം ജസ്റ്റ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, ട്രിപ്പ് ഓഫ് ലേ ഹൊർല. അപ്പോൾ പോവാം ലേ ഹൊർലയിലെ ട്രിപ്പിലേക്ക്. ഓക്കെ, അത് നമ്മൾ ചെറിയ പോയിന്റ്സ് മാത്രമായിട്ടാണ് നോക്കുന്നത്. ആ ഫുള്ള് ചാപ്റ്ററൊക്കെ വായിക്കാൻ ആരെ കൊണ്ട് പറ്റും അല്ലേ? So we'll just go for a very small gist. ചെറിയ പരിപാടികളായിട്ട് നമുക്ക് മുന്നോട്ട് പോയി we'll just come back. All right? അതിനുശേഷം നമുക്ക് ആട്ടവും പാട്ടും ഒക്കെ ആലോചിക്കാം. എന്ന് ആടണം പാടണം എന്നൊക്കെ ഉള്ളത്. All right? ശരി, അപ്പോൾ മേജർ പോയിന്റ്സ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ട്രിപ്പ് ഓഫ് ലേ ഹൊർല. ഇറ്റ്സ് അബൌട്ട് ദി ഓതേഴ്സ് റൈഡ് ഇൻ എ ഹോട്ട് എയർ ബലൂൺ. ഒരു ഹോട്ട് എയർ ബലൂണിൽ പോയിട്ടുള്ള ആ ഒരു ജേർണിയെ ഡിസ്കസ് ചെയ്യുന്നതാണ് ദിസ് വൺ. ഓക്കെ, ട്രിപ്പ് ഓഫ് ലേ ഹൊർല. And the author presents it like a travelogue. Travelogue-ന്റെ ഒരു ഫോമിലാണ്, ഒരു യാത്രാ വിവരണം പോലെയാണ് ഇത് പ്രസന്റ് ചെയ്തു പോകുന്നത്. And it started on July 8th. And he gets a telegram from the Captain Jarvis. Captain Jarvisന്റെ അടുത്ത് ഒരു ടെലഗ്രാം മെസ്സേജ് കിട്ടുകയാണ്. എന്തെന്നാ ടെലഗ്രാം മെസ്സേജ് കിട്ടിയത്? സിനിമയുടെ ലിങ്ക് വല്ലതും ഡൗൺലോഡ് ചെയ്യാനാണോ ടെലഗ്രാമിൽ? നമുക്കൊക്കെ ടെലഗ്രാം എന്ന് പറഞ്ഞാൽ അത് മാത്രമേ അറിയുള്ളൂ അല്ലേ? But here he is receiving that the balloon is, he was asked to join the trip. And അവിടെ അദ്ദേഹം ചെല്ലുകയാണ് ഹോട്ട് എയർ ബലൂൺ ട്രിപ്പിന് വേണ്ടിയിട്ട്. When he reached there, he found that people had gathered in huge numbers to see the journey of the balloon. Okay, അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും അദ്ദേഹം അന്തം വിട്ടുപോയി. എന്ത് സംഭവിച്ചു?
കയറി പോയാൽ മാത്രം പോരാ, നാട്ടുകാർ മുഴുവൻ അവിടെ കൂടിയിട്ടുണ്ട്. ബിക്കോസ് ഓൾ ദീസ് തിങ്സ് ആർ ന്യൂ ടു ദം. ബ്ലഡി ഗ്രാമവാസീസ് എന്ന് പറയുന്ന പോലെ അവർ ആദ്യമായിട്ടാണ് അതൊക്കെ കാണുന്നത്. അതുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ അവിടെ തടിച്ചു കൂടി നിൽപ്പുണ്ടായിരുന്നു. എന്ത് ചെയ്യാം അല്ലേ? ഇനി എവിടെ എത്തി? സോറി. ദി ബലൂൺ വാസ് ലൈങ് ഓൺ ദി ഗ്രൗണ്ട് ലൈക്ക് എ ഹ്യൂജ് കേക്ക്. ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ബലൂൺ ആ താഴെ ഇങ്ങനെ കാറ്റൊന്നും ഇല്ലാണ്ട് കിടക്കുന്ന കണ്ടപ്പോഴേക്കും എന്ത് തോന്നി? ഒരു ഹ്യൂജ് കേക്ക്, ഒരു വലിയ കേക്ക് അവിടെ കൊണ്ട് ഇട്ടേക്കുന്ന മാതിരി തോന്നി അല്ലേ? ആൻഡ് ഓൾ ദ പീപ്പിൾ ലുക്കിംഗ് അറ്റ് ലേഹോർല വെരി ആങ്ഷ്യസ്ലി. അപ്പം എല്ലാവരും ഭയങ്കര അതിശയത്തോടെ ഭയങ്കര ടെൻസ്ഡ് ഒക്കെ ആയിട്ടാണ് ലേഹോർലനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഓക്കെ, ആൻഡ് എന്തിനായി ടെൻഷനായിട്ട് നോക്കുന്നത്? ലേഹോർല റോസ് അപ്പ് വിത്ത് എ ഹ്യൂജ് ഷിയറിംഗ് ആൻഡ് അപ്ലോസ് ഓഫ് ദി വ്യൂവേഴ്സ്. അപ്പോൾ ഇത് പുറത്ത് മേളിലേക്ക് പൊങ്ങി തുടങ്ങിയപ്പോഴേക്കും എവറി വൺ വാസ് ലൈക്ക് അമ്പ കൊള്ളാലോ, കുറെ ക്ലാപ്പും ഷിയറിങ്സും ഒക്കെ കൊടുത്തിട്ടാണ് വിടുന്നത്. എന്താണോ എന്തോ അല്ലേ? അല്ലെങ്കിലും എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഭയങ്കര സ്വീകരണത്തിലൊക്കെ പറഞ്ഞു വിടുന്ന സാധനങ്ങൾ അവസാനം ഇറ്റ് വിൽ ജസ്റ്റ് ഗോ ലൈക്ക് ദിസ്. അടുത്ത എക്സാം ഞങ്ങളെ സ്കൂളിൽ വരുമോ മിസ്സായിട്ടെന്നോ? വൈ മാൻ, ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാ അവിടെ നിന്ന്? നീ എന്നെ പൊക്കി പറഞ്ഞാണോ താഴ്ത്തി പറഞ്ഞാണോ എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, അപ്പം എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? മറ്റേ കൈയടിച്ച് മേലേക്ക് കയറ്റി വിട്ട കാര്യം അല്ലേ? അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ടൈറ്റാനിക്കിനെയും ഇതുപോലെ വലിയ സ്വീകരണമൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടതല്ലേ? എന്ത് സംഭവിച്ചു? മഞ്ഞ് മലയിലിടിച്ച് താന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? Loharla rose and the balloon was in air and they could see the entire Paris city. London ആണ് Paris city ഇപ്പോൾ കാണാം. Okay, and the balloon reached nearly 2000 feet high. ചില്ലറ ഫീറ്റ് ഒന്നും അല്ല, അങ്ങ് 2000 feet മേലെ എത്തി. When the participants looked down balloon they could see very beautiful sights far below. താഴേക്ക് നോക്കിയപ്പോഴേക്കും അടിപൊളി, കാണാനൊക്കെ അടിപൊളിയാണ്. And when it was night they could hear the sounds of animals and birds from the village. അപ്പോൾ രാത്രി ആയപ്പോഴും they could hear lot of sounds of animals and birds. Okay, and some test, ഈ ബലൂൺ കറക്റ്റ് ആയിട്ടാണോ മേലേക്ക് പോകുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് they were given with some test. അപ്പോൾ എന്തായിരുന്നു ആ ടെസ്റ്റ്? One is to throw a cigarette paper down. If the paper went down fast it means the balloon was flying up. അപ്പോൾ ആ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാലേ, ആകാശത്ത് പോയിട്ട് ചെയ്ത് നോക്കാൻ പറ്റിയ എക്സ്പെരിമെന്റ്. പേപ്പർ താഴേക്ക് വിട്ട് പേപ്പർ താഴേക്കാണ് പോകുന്നതെങ്കിൽ ഇവർ മേലേക്കാണ് പോകുന്നത്. ഇനി അല്ലെങ്കിലോ അങ്ങ് മേലേക്ക് എത്തും. ഓക്കെ, and the balloon was kept until the night they floated in air very freely and happily. അപ്പോൾ രാത്രി വരെയും വലിയ കുഴപ്പമൊന്നുമില്ല, ഉഷാറായിട്ട് പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് GHS പറമ്പിൽ പഠിപ്പിക്കാലോ? അതെ അതെ അതെ. എനിവൺ ഇൻ ഹിയർ? കോഴിക്കോടുള്ളവരൊക്കെ എവിടെ? ഓക്കെ ഓക്കെ, കൊള്ളാലോ. പവറാക്ക് അത് തന്നെ പറഞ്ഞു കൊടുക്കുക. ഇങ്ങോട്ട് പവറായിട്ട് ഇങ്ങോട്ട് പോരട്ടെ. നമ്മൾ തീരാനാകുമ്പോഴേക്കും പവറൊക്കെ കാണിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതിട്ടാ. വരാ മോനെ, വരാ. GSS പറമ്പിൽ അല്ലേ? നോട്ടഡ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ട് വരുന്നതുകൊണ്ട് എൻ്റെ ഫ്ലോ അങ്ങോട്ട് പോയി പോകുന്നുണ്ട്. എവിടെ എത്തിയായിരുന്നു? ഓക്കെ, സോ അപ്പോൾ നമ്മുടെ വില്ലേജ് അവിടെ എല്ലാം കാണുന്നുണ്ട്, വില്ലേജ് എന്നുള്ള കറക്റ്റ്. പക്ഷെ എന്ത് സംഭവിച്ചു? കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ചെറിയ പ്രശ്നങ്ങളൊക്കെ. അല്ലെങ്കിലും തുടക്കം കേമായപ്പോഴേ ഞാൻ വിചാരിച്ചാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റുന്ന. ആൻഡ് ഇറ്റ് ഗോട്ട് ട്രാപ്ഡ് ഇൻ വിൻഡ്. കാറ്റ് അത്ര ഭംഗിയായിട്ടുള്ള രീതിയിൽ വീശുന്നില്ല. ആൻഡ് ദ സിറ്റുവേഷൻ ടേൺഡ് എ ബിറ്റ് ഡേഞ്ചറസ് ആൻഡ് ദ ബേർഡ്സ് ആൻഡ് ആനിമൽസ് ഷോസ് അലാർമിംഗ് സൈൻ. അപ്പം പ്രശ്നങ്ങൾ ചെറുതായിട്ടൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് ജോബസ് ടുക്ക് സ്പെഷ്യൽ കെയർ ടു ദ പാസഞ്ചേഴ്സ് ഡു നോട്ട് ഗെറ്റ് ടെൻസ്. ആൻഡ് അപ്പോൾ ക്യാപ്റ്റൻ, ഹീസ് എ ക്യാപ്റ്റനോ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വി കൻ അഡ്ജസ്റ്റ്. നോ ഞാനിവിടെ ഉണ്ടല്ലോ, ഞാനുള്ളപ്പോൾ നിങ്ങൾക്ക് ആർക്കൊന്നും പറ്റത്തില്ല. ആൻഡ് ഓൾ ദി ക്രൂ സപ്പോർട്ടഡ് ജോബസ് ആൻഡ് ദ പാസഞ്ചേഴ്സ് വിൽ നോട്ട് ഗെറ്റ് ഡിസ്റ്റർബ്. ക്രൂവിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ദേ വർ മേക്കിംഗ് അതേഴ്സ് ഫീൽ സേഫ്. കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് റെഡിയാക്കാൻ നോക്കുന്നുണ്ട്. ആൻഡ് മാലറ്റ്, ഹു വാസ് ദി ഫസ്റ്റ് അസിസ്റ്റന്റ് ഓഫ് ജോബസിന്റെ അസിസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്ന ആള്, ഇറ്റ് വാസ് മാലറ്റ്. And he supported him to come down. And he come again. He cut the rope and suddenly the balloon reached down. അപ്പം വളരെ സാഹസികമായിട്ട് ആ കയറങ്ങ് മുറിച്ചു വിട്ട് ബലൂൺ എവിടെ എത്തി? താഴെ എത്തി, നിലത്തെത്തി. സമാധാനം അല്ലേ? And the villagers ran towards them and helped them to rescue. അപ്പം അവിടെ കൂടി നിന്ന് ആൾക്കാർ അവിടെ കൂടി നിന്ന് ഏതായാലും വെറുതെ ആയില്ല. എന്ന് സംഭവിച്ചു? വേഗം തന്നെ താഴേക്ക് വന്നപ്പോഴേക്കും അതിൽ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുള്ളവരെ they just have helped them and they just have asked them to leave. സഹായങ്ങളൊക്കെ കൊടുത്തു. ആൻഡ് ദ പെസൻസ് ഹെൽപ് ദം ടു റീച്ച് റെയിൽവേ സ്റ്റേഷൻ. അവിടെ ഉണ്ടായിരുന്ന നാട്ടുവാസികളൊക്കെ ആയിട്ടുള്ള കർഷകരൊക്കെ ഇവരെ സമയത്തിന് എത്താൻ വേണ്ടിയിട്ട്, സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് സഹായിച്ചു. അമ്പമ്പമ്പ, എന്താടാ 2 മണിക്കൂറായിട്ട് ഞാൻ കിടന്ന് കളിച്ചോണ്ടിരിക്കും. ഇപ്പോഴാണോ നിങ്ങൾക്ക് എൻ്റെ പേരൊന്ന് ചോദിക്കാൻ തോന്നുന്നത്? സോ സാഡ്. സെഡായി മിണ്ടത്തില്ല.
ഓക്കെ ആൻഡ് എന്താ സംഭവിക്കുന്നത് അടുത്ത് നോക്കിക്കേ ആൻഡ് ദേ റീച്ച്ഡ് പാരീസ് ആൻഡ് ടുക്ക് ട്രെയിൻ ടു പാരീസ് ഓക്കെ ഇപ്പൊ പാരീസിലേക്ക് ട്രെയിൻ എടുത്ത് പോവാണ് ദ കൺക്ലൂഡ്സ് ദ ട്രാവൽ വിത്ത് സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻ ടു ക്യാപ്റ്റൻ അപ്പം ക്യാപ്റ്റനെ മറന്നു കഴിഞ്ഞാൽ ശരിയാവോ ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് ഒട്ടും പാനിക് ആവാണ്ട് ആൾക്കാരെയൊക്കെ രക്ഷിച്ചെടുത്ത ക്യാപ്റ്റനെ ഒന്ന് അഭിനന്ദിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ട്രാവലോഗ് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത് ആൻഡ് ഈവൻ വെൻ ദർ വാസ് എ ഡേഞ്ചറസ് സിറ്റുവേഷൻ ഹി മാനേജ്ഡ് ഇറ്റ് വെൽ സോ ഇറ്റ് വാസ് ഓൾ അബൌട്ട് ഹിസ് വിൽ പവർ അദ്ദേഹത്തിന്റെ വിൽ പവർ കൊണ്ട് മാത്രമാണ് ഇത്രയും ആൾക്കാർ സേവ് ആയി പോകുന്നത് ആൻഡ് ഹിയർ മോപ്പസൺ ഗിവ്സ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ബ്യൂട്ടിഫുള്ളി സോ ദാറ്റ് വി ക്യാൻ ഫീൽ ദാറ്റ് വി സീ ദ ജേർണി ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് സോ മോപ്പസന്റെ ഈ സ്റ്റോറിയിൽ വി ഫീൽസ് ലൈക്ക് സ്റ്റോറി വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാരീസിൽ പോയി ഇനി ലണ്ടനിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല പാരീസും കാണേണ്ട അത്രയും വിവിഡ് ആയിട്ടുള്ള അടിപൊളി ഡിസ്ക്രിപ്ഷൻ ആണ് മോപ്പസന്റ് അദ്ദേഹത്തിന്റെ ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് തരുന്നത് ഓക്കെ ഫൈൻ നെയിം ആഹാ മിസ് നെയിം എന്താണ് പറയത്തില്ല കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ശരി ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മൾ ആദ്യം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പോർഷൻസ് ഒക്കെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് എന്നാ പിന്നെ നമുക്ക് ബൈ ബൈ പറഞ്ഞാലോ ഒരാളെങ്കിലും ഉണ്ടല്ലോ പേര് അങ്ങനെ പറഞ്ഞു കൊടുക്കും മുത്തേ അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റോപ്പ് ചെയ്താലോ എന്താണ് അവസ്ഥ ഇനി വീട്ടിൽ പോയിരുന്ന് പഠിച്ചാലോ നമ്മൾ വിചാരിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഏതാണ്ട് തീർന്നിട്ടുണ്ട് എന്താണ് പറയുന്നത് ഷാൽ വി ജസ്റ്റ് കൺക്ലൂഡ് അങ്ങ് തീർത്താലോ ഓക്കെ സോ പേര് പറഞ്ഞു തരാം അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും പിന്നെ പേര് ചോദിച്ചുകൊണ്ട് വരുന്നത് ദിസ് ഇസ് മീ അനുപമ മാം സോ ഷാൽ വി ജസ്റ്റ് സ്റ്റോപ്പ് അപ്പം എന്നാല് ബൈ പറഞ്ഞേക്കാം ഒരു 4-5 ബൈ എങ്കിലും കിട്ടിയതിനെ സന്തോഷമായിരുന്നു മറ്റേ തംസപ്പിനോ ക്ഷാമമായിരുന്നു ഒരു 2 ബൈ എങ്കിലും കിട്ടുമോ സോ വിൽ ജസ്റ്റ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ഓക്കെ നിർത്തിക്കോ മതിയായി എന്നല്ല ഇനി ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി ഓക്കെ അപ്പൊ ഏതായാലും കൂടുതൽ ഇനി മുഷിപ്പിക്കുന്നില്ല സോ വിൽ ജസ്റ്റ് സീ യു ഇൻ ദ വീഡിയോ അപ്പൊ അടുത്ത ദിവസത്തെ ക്ലാസ്സിന്റെ കാര്യം മറക്കണ്ട വി വിൽ ജസ്റ്റ് ഹാവ് ദ നെക്സ്റ്റ് ചാപ്റ്റേഴ്സ് അടുത്ത ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് ഉഷാറായിട്ട് അങ്ങോട്ട് തീർക്കു പോവാം ഓക്കെ അനുപമയാണ് അതെ അനുപമ മിസ് ആണ് കേട്ടോ സോ ജസ്റ്റ് സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോസ് അടുത്ത വീഡിയോ നമ്മൾ 10 to 19 ചാപ്റ്റേഴ്സ് ഉണ്ട് അത് ഡിസ്കസ് ചെയ്യും ദെൻ ഗ്രാമർ ആൻഡ് സം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ദെൻ പരീക്ഷയ്ക്ക് സെറ്റ് 100 out of 100 ഓക്കെ ഫൈൻ വീട്ടിലാണല്ലേ ഓക്കെ എന്തായാലും ആവട്ടെ അപ്പൊ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ് എന്ന് വെച്ചാൽ ഉറങ്ങാനല്ല ബട്ട് സ്റ്റിൽ വി ആർ നോട്ട് സീയിങ് ഈച്ച് അതർ നോ അതുകൊണ്ട് ഗുഡ് നൈറ്റ് ബൈ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്